സുഹൃത്തെ, ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതയിൽ പറയുന്നത് യഥാർത്ഥ സമാധാനം പണത്തിലല്ല, മറിച്ച് മനസ്സിൻ്റെ ശാന്തിയിലാണ് എന്നാണ്. എപ്പോഴും ഒരുങ്ങിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം കാലാവസ്ഥയും മനുഷ്യരും എപ്പോൾ വേണമെങ്കിലും മാറാം. മറ്റുള്ളവരുടെ ശക്തിയിലല്ല, നിങ്ങളുടെ സ്വന്തം ശക്തിയിലാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്. എപ്പോഴും നിങ്ങളുടെ നിലപാട് വ്യക്തമായി മനസ്സിലാക്കുക. ആവശ്യത്തിൽ കൂടുതൽ കുനിഞ്ഞുകൊടുത്താൽ ഈ ലോകം നിങ്ങളുടെ പുറത്ത് കയറിയിരിക്കാൻ തുടങ്ങും. തോൽവികളെ ഭയക്കുന്നതിന് പകരം അവയെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുക. ഓരോ പരാജയവും നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ശക്തിയെ പുറത്തു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. വീണുപോയിട്ടും വീണ്ടും എഴുന്നേൽക്കുന്നവരെ മാത്രമേ ഈ ലോകം ബഹുമാനിക്കുകയുള്ളൂ. തോൽവിക്ക് ശേഷവും സ്വന്തം കാലിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്നതാണ് യഥാർത്ഥ വിജയം. സ്വന്തം ലക്ഷ്യത്തിലേക്ക് ഒറ്റയ്ക്ക് നടന്നെടുക്കുന്നവർ മറ്റുള്ളവർക്കും അതൊരു വഴിയാക്കി മാറ്റുന്നു. അതുകൊണ്ട് ഒറ്റപ്പെടൽ നിങ്ങളുടെ ബലഹീനതയല്ല, നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയാണെന്ന് തിരിച്ചറിയുക. മറ്റുള്ളവരെ ആശ്രയിക്കാത്ത വിധം സ്വയം ശക്തനാകുക. പകരം അവർക്ക് നിങ്ങളെ ആവശ്യമായി വരണം. നിങ്ങൾ വിജയിക്കുമ്പോൾ മാത്രം ആളുകൾ നിങ്ങളുടെ വില മനസ്സിലാക്കുന്നുവെങ്കിൽ ആ ആളുകൾ നിങ്ങളുടെ വിജയത്തിൻ്റെ മാത്രം കൂട്ടുകാരാണെന്ന് മനസ്സിലാക്കുക, അല്ലാതെ നിങ്ങളുടെ പോരാട്ടങ്ങളുടെയല്ല. ലോകം നിങ്ങളെ തള്ളിക്കളയുമ്പോഴും കൂടെ നിൽക്കുന്നവരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ. ചിലപ്പോൾ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആദ്യം സ്വയം മാറേണ്ടി വരും. ഏത് സാഹചര്യത്തിലും സ്വയം മെച്ചപ്പെടാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വഴികൾ തനിയെ എളുപ്പമാകും. വലിയ മാറ്റങ്ങൾ എപ്പോഴും ചെറിയ ചുവടുവെപ്പുകളിൽ നിന്നാണ് തുടങ്ങുന്നതെന്ന് ഓർക്കുക. ആരെയെങ്കിലും സന്തോഷിപ്പിക്കാൻ വേണ്ടി നിങ്ങളെ തന്നെ നഷ്ടപ്പെടുത്തരുത്. കാരണം നിങ്ങളെ യഥാർത്ഥത്തിൽ വിലമതിക്കുന്നവർ നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ നിങ്ങളെ ഇഷ്ടപ്പെടും. ലോകത്തിൻ്റെ മുന്നിൽ വലിയവനാകുന്നതിന് മുൻപ് സ്വന്തം കണ്ണിൽ വലിയവനാകുക. ലോകത്തിൻ്റെ കാഴ്ചപ്പാട് സമയത്തിനനുസരിച്ച് മാറും. എന്നാൽ നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടാണ് നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വം ഉണ്ടാക്കുന്നത്. യഥാർത്ഥ സന്തോഷം പുറമേയുള്ള വസ്തുക്കളിലല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ സംതൃപ്തിയിലാണിരിക്കുന്നത്. നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ തൃപ്തനാണെങ്കിൽ ലോകത്തിലെ ഒരു ശക്തിക്കും നിങ്ങളെ തളർത്താൻ കഴിയില്ല. ജീവിതത്തിൽ മോശം സമയം വരുന്നത് തന്നെ നമ്മുടെ സ്വന്തക്കാരിൽ ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കളെയും ശത്രുക്കളിൽ ഒളിഞ്ഞിരിക്കുന്ന സ്വന്തക്കാരെയും തിരിച്ചറിയാൻ വേണ്ടിയാണ്. എല്ലാ ബന്ധങ്ങളും വളരെ പ്രത്യേകതയുള്ളതാണെന്ന തെറ്റിദ്ധാരണ വേണ്ട. മിക്ക ബന്ധങ്ങളും കൂടെ ഇരുന്ന് ചതിക്കുന്നവരാണ്. മറ്റുള്ളവരുടെ തെറ്റ് കണ്ടുപിടിക്കാൻ വെറും ബുദ്ധിമതി, പക്ഷേ സ്വന്തം തെറ്റ് അംഗീകരിക്കാൻ നല്ല ചങ്കൂറ്റം തന്നെ വേണം. ജീവിതത്തിലെ ചില ആഗ്രഹങ്ങൾ മഴത്തുള്ളികൾ പോലെയാണ്. അവയെ തൊടാൻ ആഗ്രഹിക്കുമ്പോൾ കൈപ്പത്തി നനയുമെങ്കിലും കൈകൾ എപ്പോഴും ശൂന്യമായിരിക്കും. ആൾക്കൂട്ടത്തിനൊപ്പം നടക്കുന്നവർ പലപ്പോഴും വഴിതെറ്റിപ്പോകാറുണ്ട്. എന്നാൽ ഒറ്റയ്ക്ക് നടക്കുന്നവരാണ് ചരിത്രം സൃഷ്ടിക്കുന്നത്. സ്വയം സ്നേഹിക്കാൻ പഠിക്കുക. കാരണം ലോകത്തിൻ്റെ ചിന്തകൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഇന്ന് നിങ്ങളുടെ കൂടെയുള്ള ഒരാൾ നാളെ മറ്റൊരാളുടെ കൂടെയാകാം. ബുദ്ധിമുട്ടുകളും സന്തോഷങ്ങളും യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് വരുന്നത്. അതിനാൽ ഏതു സാഹചര്യത്തെയും നേരിടാൻ സ്വയം തയ്യാറായിരിക്കുക. വിഷമഘട്ടങ്ങളിൽ ധൈര്യവും സന്തോഷത്തിൽ സമചിത്തതയും നിലനിർത്താൻ ഇത് സഹായിക്കും. മനുഷ്യൻ നല്ലവനായിരിക്കണം, എന്നാൽ എപ്പോഴും വളരെ നല്ലവനായിരിക്കണമെന്നില്ല. എല്ലാ ബന്ധങ്ങളും സത്യത്തിലാണ് നിലനിൽക്കുന്നത്. അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സത്യം. നിങ്ങളുടെ ആത്മവിശ്വാസം ശക്തമാണെങ്കിൽ ഏത് ലക്ഷ്യവും നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങും. ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും ജീവിതത്തിൻ്റെ ഭാഗമാണ്. അവ നിങ്ങളെ എത്രത്തോളം കാത്തിരിപ്പിക്കുന്നുവോ അതിനനുസരിച്ച് നിങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതിലും വലിയ പ്രതിഫലം കാലം നിങ്ങൾക്ക് നൽകും. ജീവിതത്തോട് ഒരിക്കലും ദേഷ്യപ്പെടരുത്. കാരണം നിങ്ങൾ ജീവിക്കുന്ന ഈ ജീവിതം സ്വപ്നം കാണുന്ന ഒരുപാട് പേർ ഈ ലോകത്തുണ്ട്. വെറുപ്പ് കൊണ്ട് എന്താണ് നേടാനാവുക? നിങ്ങളുടെ വില വർദ്ധിപ്പിക്കണമെങ്കിൽ ക്ഷമിക്കുകയാണ് വേണ്ടത്, അല്ലാതെ പ്രതികാരം ചെയ്യുകയല്ല. എനിക്ക് സമാധാനം വേണമെന്നതിൽ ഞാൻ എന്നത് അഹങ്കാരവും വേണമെന്നത് ആഗ്രഹവുമാണ്. നിങ്ങളുടെ അഹങ്കാരവും ആഗ്രഹവും ഇല്ലാതാക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് സമാധാനം ലഭിക്കുകയുള്ളൂ. ലോകത്തെ ശുദ്ധീകരിക്കാൻ സ്നേഹത്തെ ഒഴുകാൻ അനുവദിക്കുക. എങ്കിൽ മാത്രമേ മനുഷ്യർക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയൂ. ഭൗതികമായ ആഗ്രഹങ്ങളും താൽപ്പര്യങ്ങളുമാണ് പലപ്പോഴും മാനസിക വേദനകൾക്ക് കാരണമാകുന്നത്. ജീവിതത്തിലെ എല്ലാ ഫലങ്ങളും മനുഷ്യൻ്റെ ചിന്തകളുടെ അനന്തരഫലമാണ്. അതിനാൽ നമ്മുടെ ചിന്തകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. കണ്ടുമുട്ടുന്നതും വേർപിരിയുന്നതും ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ടും ഒരാൾക്ക് ഹൃദയത്തിൽ ഇടം നൽകുമ്പോൾ വേർപിരിയുന്ന സമയത്ത് മനുഷ്യൻ്റെ ഹൃദയം കരയുന്നു. നിങ്ങൾ വെറുമൊരു വ്യക്തിയല്ല. സത്യത്തിൽ നിങ്ങളിൽ 3 പേരുണ്ട്. നിങ്ങളാണെന്ന് നിങ്ങൾ കരുതുന്ന ഒരാൾ, നിങ്ങളാണെന്ന് മറ്റുള്ളവർ കരുതുന്ന ഒരാൾ, പിന്നെ യഥാർത്ഥത്തിലുള്ള നിങ്ങൾ. നിങ്ങൾ മത്സരങ്ങളിൽ നിന്നും തർക്കങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുമ്പോൾ ഈശ്വരൻ നിങ്ങളെ സംരക്ഷിക്കുന്നു. വിദ്യാഭ്യാസമാണ് മനുഷ്യമൂല്യങ്ങളുടെ മാതാവും സംരക്ഷകനും. സംസാരിക്കുന്നതിന് മുമ്പ് സ്വയം ചോദിക്കുക, ഞാൻ പറയാൻ പോകുന്ന കാര്യം ദയയുള്ളതാണോ? അത് ആവശ്യമാണോ? അത് സത്യമാണോ? അതോ അത് സമാധാനം കൊണ്ടുവരുമോ? എങ്കിൽ മാത്രം സംസാരിക്കുക. ഈശ്വരനെ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. നല്ലത് സംഭവിക്കും. ഇവിടെ ആരും ആരുടേതുമല്ല.
പണം വരുമ്പോൾ ദയ ഉപേക്ഷിച്ച് ആളുകൾ ഓടിപ്പോകുന്നു. ഒരു ബന്ധവും പണത്തേക്കാൾ വലുതല്ല. പണം ദൈവത്തേക്കാൾ വലുതായിരിക്കുന്നു. ഇതാണ് ഈ കാലഘട്ടത്തിൻ്റെ മായയും മഹിമയും. നിങ്ങളുടെ വീട്ടിൽ എല്ലാവരും സ്നേഹത്തോടെയും ഐക്യത്തോടെയുമാണ് കഴിയുന്നതെങ്കിൽ നിങ്ങളുടെ വീട് ഒരു സ്വർഗമായി മാറും. മനുഷ്യൻ്റെ സ്വഭാവം എങ്ങനെയാണോ അതുപോലെയുള്ള സുഹൃത്തുക്കളെയാണ് അവന് ലഭിക്കുന്നത്. അനുഭവങ്ങളിലൂടെയാണ് മനുഷ്യൻ പഠിക്കുന്നത്. ആത്മീയ പാത എന്നത് പലവിധ അനുഭവങ്ങൾ നിറഞ്ഞതാണ്. അവൻ പല ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും നേരിടുന്നു. അവസാനം യഥാർത്ഥ ജ്ഞാനം നേടുന്നു. പരസ്പരം സ്നേഹിക്കുക. ഉയർന്ന നിലയിലെത്താൻ മറ്റുള്ളവരെ സഹായിക്കുക. സ്നേഹം പകരുന്നതും ഏറ്റവും വലിയ രോഗശാന്തി നൽകുന്നതുമായ ഒരു ഊർജമാണ്. നിങ്ങൾ സമ്പന്നനാണെങ്കിൽ പഴങ്ങൾ നിറയുമ്പോൾ താഴേക്ക് വളയുന്ന ഒരു മരത്തെ പോലെ ദയയുള്ളവനാകുക. മനുഷ്യൻ്റെ രൂപത്തിൽ ദൈവം എപ്പോഴും നമ്മുടെ കൂടെ തന്നെയുണ്ട്. അതുകൊണ്ട് അവരെ സേവിക്കണം. ആത്മാർത്ഥമായി മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവർ പലപ്പോഴും ഒറ്റപ്പെട്ടു പോകും. തങ്ങൾക്കെന്തെങ്കിലും ലാഭമുള്ളവരുടെ കൂടെ മാത്രമാണ് ഈ ലോകം നിൽക്കുന്നത്. എന്നാൽ യാതൊരു സ്വാർത്ഥതയുമില്ലാതെ നൽകുന്നവൻ്റെ ത്യാഗം പലപ്പോഴും ആളുകളുടെ മുന്നിൽ വളരെ ചെറുതായി പോകുന്നു. മഴവെള്ളം ഭൂമിയിൽ വീഴുമ്പോൾ അത് ജീവൻ നൽകുന്നു. എന്നാൽ അതേ വെള്ളം വെള്ളപ്പൊക്കമായി മാറുമ്പോൾ ആളുകൾ അതിനെ നാശമായി കാണുന്നു. പലരും സ്വന്തം ജീവിതത്തിൽ ഇതാണ് അനുഭവിക്കുന്നത്. അവർ ബന്ധങ്ങളിലും സൗഹൃദത്തിലും സമൂഹത്തിലും തങ്ങളുടെ സർവസ്വവും നൽകുന്നു. എന്നാൽ പകരം ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ആ ആളുകളൊന്നും അവരുടെ കൂടെ നിൽക്കില്ല. ഈ ലോകം വികാരങ്ങൾ കൊണ്ടല്ല, സൗകര്യങ്ങൾ കൊണ്ടാണ് ഓടുന്നത്. നിങ്ങൾ മറ്റൊരാൾക്ക് ഉപകാരപ്പെടുന്നിടത്തോളം കാലം നിങ്ങളുടെ സാന്നിധ്യത്തിന് വിലയുണ്ട്. എന്നാൽ നിങ്ങളുടെ സഹായം കൊണ്ട് അവർക്ക് ലാഭമില്ലാതാകുമ്പോൾ ആളുകൾ നിങ്ങളെ മറക്കുന്നു. സ്വന്തം വേദനകൾ മറച്ചുവെക്കാൻ അറിയാവുന്നവരാണ് ഏറ്റവും കൂടുതൽ സഹിക്കേണ്ടി വരുന്നത്. കാരണം ഈ ലോകം അവരെ വളരെ ശക്തരായാണ് കാണുന്നത്. ശക്തരായവരോട് ആർക്കും സഹതാപം തോന്നില്ല. ഉള്ളിൽ നിന്ന് തകർന്നു പോയവരോട് ആളുകൾ പറയും, നീ വളരെ ബുദ്ധിമാനാണ്, നീ ഇതൊക്കെ സഹിച്ചോളും എന്ന്. എന്നാൽ എത്ര ബുദ്ധിമാനായാലും ചിലപ്പോഴൊക്കെ നിന്റെ സങ്കടങ്ങൾക്കും ഒരു വിലയുണ്ടെന്ന് മറ്റാരെങ്കിലും പറയുന്നത് കേൾക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ആരും മനസ്സിലാക്കുന്നില്ല. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കൊടുത്തവർക്കാണ് പലപ്പോഴും ഏറ്റവും കടുത്ത പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുന്നത്. കടം വീട്ടാനല്ല, മറക്കാനാണ് ഈ രോഗത്തിന് കൂടുതൽ മിടുക്ക്. ഒരു മെഴുകുതിരി മുറി മുഴുവൻ വെളിച്ചം നൽകുന്നു. എന്നാൽ അത് ഉരുകിത്തീരുമ്പോൾ ആളുകൾ അത് മാറ്റുന്നു. അതുപോലെ നല്ല മനുഷ്യർ മറ്റുള്ളവർക്ക് വേണ്ടി കത്തിയെരിയുന്നിടത്തോളം കാലം അവരുടെ വെളിച്ചത്തിന് വിലയുണ്ട്. എന്നാൽ അവർ അണയാൻ തുടങ്ങുമ്പോൾ അവരെ ആർക്കും വേണ്ടാതാകുന്നു. മറ്റുള്ളവരുടെ വേദനകൾ മനസ്സിലാക്കുന്നവർ സ്വന്തം സങ്കടങ്ങൾ ലോകത്തിൽ നിന്ന് മറച്ചുവെക്കാൻ തുടങ്ങും. തങ്ങളുടെ വാക്കുകൾ മറ്റാർക്കെങ്കിലും ഒരു ഭാരമാകുമോ എന്നവർ ഭയപ്പെടുന്നു. അതുകൊണ്ട് അവരെപ്പോഴും പുഞ്ചിരിക്കുന്നു, തമാശകൾ പറയുന്നു, ആളുകളെ സഹായിക്കുന്നു. എന്നാൽ അവർ തനച്ചായിരിക്കുമ്പോൾ അവരുടെ നിശബ്ദതയാണ് അവരുടെ ഏറ്റവും വലിയ കൂട്ടുകാരൻ. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ചിരിപ്പിക്കുന്നവർ പലപ്പോഴും ഒളിഞ്ഞിരുന്ന് ഏറ്റവും കൂടുതൽ കരയുന്നത്. ഒരാളുടെ കണ്ണുകളിൽ എപ്പോഴെങ്കിലും സങ്കടം കാണുകയും എന്നിട്ടും അവർ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഏതോ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നുപോകുകയാണെന്ന് മനസ്സിലാക്കുക. അങ്ങനെയുള്ളവർക്ക് നീ ഒറ്റയ്ക്കല്ല എന്നൊരു തോന്നൽ മാത്രം നൽകിയാൽ മതി. കാരണം ലോകം അവരെ അവഗണിക്കുമ്പോൾ ഒരു ചെറിയ സ്നേഹം അവരുടെ ഉള്ളിലെ മരവിപ്പ് മാറ്റാൻ സഹായിക്കും. നിഷ്കളങ്കമായ മനസ്സോടെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരെ ഈ ലോകം വെറുമൊരു ഉപകരണം മാത്രമായാണ് കാണുന്നതെന്ന് ശ്രീകൃഷ്ണൻ നമ്മെ പഠിപ്പിക്കുന്നു. ഒരാൾക്ക് ലാഭം കിട്ടുന്നിടത്തോളം കാലം ആ വ്യക്തി പ്രിയപ്പെട്ടവനായിരിക്കും. എന്നാൽ സഹായം അവസാനിക്കുമ്പോൾ അവരെ മറക്കുന്നു. നന്മയുടെ വില അത് ഉപയോഗിക്കാൻ കഴിയുന്നിടത്തോളം മാത്രമേ മനസ്സിലാകൂ. ദയയും സ്നേഹവുമുള്ള ഒരു വ്യക്തിയുടെ ക്ഷമയെ ആളുകൾ അവരുടെ ബലഹീനതയായി കണക്കാക്കുകയും അവരെ വീണ്ടും വീണ്ടും ചൂഷണം ചെയ്യുകയും ചെയ്യുന്നു. ലോകത്തിലെ ചില ആളുകൾ എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കുന്നു. എന്നാൽ അവർക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ ആരും അവരുടെ കൂടെ നിൽക്കാത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം പലരും നന്മയെ വികാരമായിട്ടല്ല, ഒരു സൗകര്യമായിട്ടാണ് കാണുന്നത്. പെട്ടെന്നുള്ള ലാഭം കിട്ടുന്നത്ര ബഹുമാനം മാത്രമേ അവർ നൽകുകയുള്ളൂ. ഉദാഹരണത്തിന്, വർഷങ്ങളോളം പാടത്ത് കൃഷി ചെയ്ത് ഗ്രാമവാസികൾക്ക് മുഴുവൻ ഭക്ഷണം നൽകുന്ന ഒരു കർഷകനെക്കുറിച്ച് ചിന്തിക്കുക. എന്നാൽ വരൾച്ച വരികയും അവൻ്റെ ആവശ്യങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ അതേ ഗ്രാമം അവനെ മറക്കുന്നു. അവൻ്റെ ധാന്യത്തെ ആശ്രയിച്ചിരുന്ന ആളുകൾക്ക് ഇപ്പോൾ അവൻ്റെ പ്രശ്നങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. തങ്ങൾ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി നിന്നാൽ ആളുകളും തങ്ങളോട് വിശ്വസ്തരായിരിക്കുമെന്ന് ചിന്തിക്കുന്ന പലരുമുണ്ട്. എന്നാൽ സത്യമെന്തെന്നാൽ ആളുകളുടെ വിശ്വസ്തത അവരുടെ സ്വാർത്ഥതയിൽ ഒതുങ്ങുന്നതാണ്. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നിടത്തോളം കാലം അവന് വിലയുണ്ട്. എന്നാൽ അവൻ്റെ ശക്തിയോ സമ്പത്തോ കുറയുമ്പോൾ അവനെ ആർക്കും വേണ്ടാതാകുന്നു. വർഷങ്ങളോളം ഫലം നൽകുകയും ആളുകൾക്ക് തണൽ നൽകുകയും ചെയ്യുന്ന ഒരു മരത്തെക്കുറിച്ച് ചിന്തിക്കുക. എന്നാൽ അതുണങ്ങുമ്പോൾ അതിനെ വെട്ടിവിറകാക്കുന്നു.
ഇതാണ് ലോകത്തിൻ്റെ സ്വഭാവം. ഉപകാരമുള്ളതിനെ പുകഴ്ത്തുന്നു, ഉപകാരമില്ലാത്തതിനെ ഉപേക്ഷിക്കുന്നു. നല്ല മനുഷ്യർ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് തങ്ങളുടെ നന്മയ്ക്കു പകരമായി നന്മ തന്നെ ലഭിക്കുമെന്നവർ വിശ്വസിക്കുന്നതാണ്. എന്നാൽ യാഥാർത്ഥ്യം എന്തെന്നാൽ ഈ ലോകം ഒരു മാർക്കറ്റ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. അവിടെ ഓരോ ബന്ധവും എന്തെങ്കിലും ആവശ്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ആത്മാർത്ഥമായി മറ്റുള്ളവരെ സഹായിക്കുന്നവർ പലപ്പോഴും അങ്ങൾക്കും അതേ സ്നേഹവും പിന്തുണയും ലഭിക്കുമെന്ന് കരുതുന്നു. എന്നാൽ അവർ സ്വയം ഒരു ബുദ്ധിമുട്ടിലാകുമ്പോൾ അവർക്ക് കേൾക്കാൻ കഴിയുക ഒഴിവുകഴിവുകൾ മാത്രമായിരിക്കും. എനിക്കിപ്പോൾ സമയമില്ല, ഞാൻ തന്നെ വലിയ ബുദ്ധിമുട്ടിലാണ്, നോക്കാം പിന്നീട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന്. നല്ല മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ സഹായം ആവശ്യമുള്ളപ്പോൾ കേൾക്കേണ്ടി വരുന്ന വാക്കുകളാണിത്. വർഷങ്ങളോളം തൻ്റെ വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്നു നൽകി അവരെ വിജയത്തിൻ്റെ നെറുകയിൽ എത്തിക്കുന്ന ഒരു സ്കൂൾ അധ്യാപകനെക്കുറിച്ച് ചിന്തിക്കുക. എന്നാൽ അദ്ദേഹത്തിന് പ്രായമാവുകയും എന്തെങ്കിലും സഹായം ആവശ്യമായി വരികയും ചെയ്യുമ്പോൾ ഒരിക്കൽ അദ്ദേഹത്തിൽ നിന്ന് വഴികാട്ടിയായിരുന്ന അതേ വിദ്യാർത്ഥികൾ അവരുടെ പുതിയ ജീവിതത്തിൽ എത്രത്തോളം തിരക്കിലാകുന്നുവെന്നാൽ അവർ തങ്ങളുടെ ഗുരുവിനെ മറക്കുന്നു. ഇതാണ് ലോകത്തിൻ്റെ നിയമം. മുന്നോട്ടു പോകുന്നവർ തിരിഞ്ഞു നോക്കില്ല. ഒരുവന്റെ ത്യാഗം അവരുടെ ജീവിതത്തിൻ്റെ അടിത്തറയായിരുന്നാൽ പോലും. അതിനർത്ഥം നന്മ പാഴാണെന്നല്ല, മറിച്ച് നല്ല മനുഷ്യർ അവരുടെ അതിരുകൾ മനസ്സിലാക്കണമെന്നാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ സ്വയം പറയുക, ജീവിതത്തിൽ എൻ്റെ ലക്ഷ്യങ്ങൾ നേടാനുള്ള കഴിവ് എനിക്കുണ്ടെന്ന് എനിക്കറിയാം. ഇന്നു മുതൽ എൻ്റെ ലക്ഷ്യം നേടാൻ ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങുമെന്ന്. ഒരു കൊക്കിനെ പോലെ സ്വന്തം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ മനുഷ്യന് കഴിയണം. മീൻ പിടിക്കാൻ ഒരു കൊക്ക് ഒറ്റക്കാലിൽ നിൽക്കുന്നു. മീനല്ലാതെ മറ്റൊന്നിലും അത് ശ്രദ്ധിക്കുന്നില്ല. ഈ നിയന്ത്രണം കാരണമാണ് കൊക്കിന് വിജയകരമായി മീൻ പിടിക്കാൻ കഴിയുന്നത്. കൊക്കിൻ്റെ നിയന്ത്രണം തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ശക്തി. അതുപോലെ മനുഷ്യനും തൻ്റെ ലക്ഷ്യത്തോടൊരു നിയന്ത്രണം ഉണ്ടായിരിക്കണം. അങ്ങനെ ചെയ്യുന്നത് ലക്ഷ്യത്തിലെത്താൻ നിങ്ങളെ തീർച്ചയായും സഹായിക്കും. ലക്ഷ്യത്തിലെത്താൻ തിടുക്കം കൂട്ടുന്നവൻ പരാജയപ്പെടുന്നു. ജീവിതത്തിൽ വലിയ വിജയം നേടണമെങ്കിൽ ചെറിയ തോൽവികളെ ഭയക്കരുത്. ജീവിതത്തിൽ ഉയരങ്ങളിൽ പറക്കണമെങ്കിൽ നാം നമ്മുടെ സുഖസൗകര്യങ്ങൾ ഉപേക്ഷിക്കുകയും നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരികയും വേണം. ഇരുട്ടിനെയല്ല, നമ്മെ ഇരുട്ടിൽ നിർത്തുന്നവരെയാണ് നാം ഒഴിവാക്കേണ്ടത്. വെള്ളം കൊണ്ടുവരാൻ ആരെയെങ്കിലും വിട്ടാൽ അവൻ ആദ്യം സ്വയം കുടിക്കും. ഇതാണ് സുഹൃത്തെ ജീവിതം. ഇവിടെ എല്ലാവരും ആദ്യം തങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. തെറ്റായ ആരോപണങ്ങളെക്കുറിച്ച് വിഷമിക്കരുത്, പകരം അവയെ നേരിടുക. ഓർക്കുക, സൂര്യനും ചന്ദ്രനും പോലും ഗ്രഹണം അനുഭവിക്കേണ്ടി വരാറുണ്ട്. നിരന്തരം സ്വയം വിലയിരുത്തുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നവനാണ് സന്തോഷവാൻ. എന്നാൽ മറ്റുള്ളവരെ വിലയിരുത്തുന്നവനാണ് ദുഃഖിതൻ. നിങ്ങളുടെ സ്വന്തം വില നിങ്ങൾക്ക് മനസ്സിലായാൽ മറ്റുള്ളവർ നടത്തുന്ന അനാവശ്യ വിമർശനങ്ങൾ നിങ്ങളെ സ്പർശിക്കുക പോലുമില്ല. ലോകം നിങ്ങളെ ഒരു ദുർബലനായി കാണാൻ തുടങ്ങുമ്പോൾ കാലത്തിൻ്റെ ആവശ്യം നിങ്ങളുടെ വിജയമാണെന്ന് മനസ്സിലാക്കുക. വർഷങ്ങളായുള്ള നിങ്ങളുടെ കഠിനാധ്വാനം ഒരു ദിവസം വളരെ മനോഹരമായി വിജയത്തിൻ്റെ രൂപത്തിൽ നിങ്ങളെ തേടിയെത്തും. ഈ ലോകത്ത് എന്തെങ്കിലും ഉപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരോടുള്ള പ്രതീക്ഷകളാണ്. ആവശ്യത്തിലധികം നല്ലവനായാൽ നാരങ്ങ പോലെ പിഴിഞ്ഞെടുക്കപ്പെടും. സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മാന്യത കൈവിടരുത്. തെറിവിളിക്കുന്നത് ഭീരുപ്പരുടെ പണിയാണ്. ജീവിതത്തിൽ നിങ്ങൾക്കെന്തെങ്കിലും വില വേണമെങ്കിൽ സ്വന്തമായി ഒരു നിലയും വിലയും ഉണ്ടാക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ സുഖവിവരം പോലും ആരും അന്വേഷിക്കില്ല. നല്ല മനുഷ്യരെ ദൂരെ നിന്ന് തന്നെ തിരിച്ചറിയാം. എന്നാൽ തന്ത്രശാലികളെ തൊട്ടടുത്തിരുന്നാലും തിരിച്ചറിയാൻ കഴിയില്ല. കാലമാണിത് പഠിപ്പിച്ചത്. പഴയ കാര്യങ്ങൾ ഓർത്തോ സ്വന്തം തലവരെ ശപിച്ചോ സമയം പാഴാക്കരുത്. നടക്കാനുള്ളത് നടക്കും. അതുകൊണ്ട് നാളെക്കുറിച്ചുള്ള ചിന്തയിൽ ഇന്നത്തെ ചിരി കളയരുത്. ഉത്കണ്ഠ എന്നതൊരു ഊഞ്ഞാൽ പോലെയാണ്. അത് നിങ്ങളെ ആട്ടിയുലയ്ക്കുമെങ്കിലും മുന്നോട്ടു പോകാൻ അനുവദിക്കില്ല. ജീവിതമെന്ന വണ്ടി ഒരുമിച്ച് സമയം ചിലവഴിക്കുന്നതുകൊണ്ടല്ല, മറിച്ച് സുഖവും ദുഃഖവും പങ്കുവെക്കുന്നതുകൊണ്ടാണ് മുന്നോട്ടു പോകുന്നത്. യഥാർത്ഥ ബന്ധങ്ങൾ സഹയാത്രികരെ പോലെയാണ്. അവർ വഴി മാറ്റിയേക്കില്ല, പക്ഷേ യാത്ര എളുപ്പമാക്കും. നിങ്ങളെ സന്തോഷത്തോടെയും ബഹുമാനത്തോടെയും പരിഗണിക്കുന്നവരുമായി മാത്രം ബന്ധം വയ്ക്കുക. നിങ്ങൾക്ക് വിലയില്ലാത്ത സ്ഥലത്ത് നിൽക്കുന്നത് സ്വയം ഇല്ലാതാക്കുന്നതിന് തുല്യമാണ്. ഒരാളുടെ പുറകെ നടന്ന് വീണ്ടും വീണ്ടും അപമാനിതനാകുന്നത് ആത്മാഭിമാനത്തിനെതിരാണ്. ആർക്കെങ്കിലും നിങ്ങളെക്കുറിച്ചൊരു ചിന്തയുമില്ലെങ്കിൽ വീണ്ടും വീണ്ടും വാതിൽ മുട്ടുന്നതിനേക്കാൾ നല്ലത് പുതിയ വഴികൾ തേടുന്നതാണ്. സ്വയം ചിന്തിക്കുക. കാരണം പണത്തിനും പ്രതാപത്തിനും മാത്രം വിലയുള്ള ഈ ലോകത്ത് സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നവർ കുറവായിരിക്കും. ഈ സ്വാർത്ഥ ലോകത്ത് സ്വയം സമയം കണ്ടെത്തുക എന്നത് നിങ്ങളെ തന്നെ യഥാർത്ഥമായി സ്നേഹിക്കുന്നതിന് തുല്യമാണ്. നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവർ അപരിചിതരാണെങ്കിലും അവർ നമുക്ക് പ്രിയപ്പെട്ടവരാകും. എന്നാൽ നമ്മുടെ നാശം ആഗ്രഹിക്കുന്നവർ സ്വന്തക്കാരാണെങ്കിലും അവർ നമുക്ക് അന്യരാകും. രക്തബന്ധങ്ങളെക്കാൾ ആഴമുള്ളതാണ് ഹൃദയത്തിൻ്റെ സത്യസന്ധത. ആർക്കെങ്കിലും ഒരു സന്തോഷം നൽകാൻ അവസരം ലഭിച്ചാൽ സ്വാർത്ഥനാകരുത്. കാരണം മറ്റൊരാളുടെ മുഖത്ത് ചിരി വരുത്താൻ കഴിയുന്നവർ വളരെ ഭാഗ്യവാന്മാരാണ്. ഒരാളെ സന്തോഷിപ്പിക്കുക എന്നത് ഏറ്റവും മനോഹരമായ പ്രാർത്ഥനയാണ്. അത് പിന്നീട് നമുക്ക് തന്നെ അനുഗ്രഹമായി തിരികെ വരും. ബന്ധങ്ങളും വഴികളും സാഹചര്യങ്ങളും എപ്പോഴും മാറും. എന്നാൽ യഥാർത്ഥ മനുഷ്യർ എപ്പോഴും അങ്ങനെ തന്നെ നിൽക്കും. സാഹചര്യങ്ങൾ മാറിയേക്കാം, പക്ഷെ ഒരു നല്ല മനുഷ്യൻ്റെ ലക്ഷ്യങ്ങൾ മാറില്ല. നിങ്ങളുടെ കൂട്ടുകെട്ട് വളരെ സൂക്ഷിച്ച് തിരഞ്ഞെടുക്കുക. നല്ല കൂട്ടുകെട്ട് ജീവിതം മനോഹരമാക്കും. ഒരു ചെടിക്ക് നല്ല മണ്ണ്
കിട്ടിയാൽ അത് തഴച്ചു വളരുന്നത് പോലെ. മോശം കൂട്ടുകെട്ട് മനുഷ്യനെ പതുക്കെ കൊല്ലുന്ന വിഷം പോലെയാണ്. അതിൻ്റെ ഫലം വളരെ വൈകിയേ അറിയാൻ കഴിയൂ. രുചി ഉപേക്ഷിക്കുന്നത് ശരീരത്തിന് ഗുണം ചെയ്യും. തർക്കങ്ങൾ ഉപേക്ഷിക്കുന്നത് ബന്ധങ്ങൾക്കും, അനാവശ്യ ചിന്തകൾ ഉപേക്ഷിക്കുന്നത് ജീവിതത്തിന് മുഴുവൻ ഗുണം ചെയ്യും. ത്യാഗത്തിലാണ് യഥാർത്ഥ സന്തോഷമുള്ളത്. കാരണം നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് ഒരിക്കലും നിങ്ങളെ അടിമയാക്കാൻ കഴിയില്ല. സംശയത്തിനൊരു മരുന്നുമില്ല, സ്വഭാവത്തിനൊരു സർട്ടിഫിക്കറ്റുമില്ല, നിശബ്ദതയേക്കാൾ നല്ലൊരു ആയുധമില്ല, വാക്കുകളേക്കാൾ മൂർച്ചയുള്ള വാളുമില്ല. സംശയമെന്നത് മനസ്സിൻ്റെ വിഷമാണ്. അത് ബന്ധങ്ങളെ നിലനിർത്താൻ അനുവദിക്കില്ല, മനസ്സിന് സമാധാനവും നൽകില്ല. ജീവിതത്തിൻ്റെ കഥ വളരെ വിചിത്രമാണ്. നമ്മുടെ കൈവശമുള്ളതിനെ നാം വിലമതിക്കുന്നില്ല. നാം ആഗ്രഹിക്കുന്നത് പലപ്പോഴും നമ്മിൽ നിന്ന് അകലെയായിരിക്കും. മനുഷ്യൻ പലപ്പോഴും തനിക്ക് കിട്ടാത്ത കാര്യങ്ങൾക്ക് പിന്നാലെ ഓടുന്നു. സ്വന്തമായുള്ളതിൻ്റെ വില മനസ്സിലാക്കുന്നതുമില്ല. ചിലപ്പോൾ സമയത്തിനൊപ്പം പലതും മാറും. എന്നാൽ യഥാർത്ഥ ബന്ധങ്ങളുടെ തിരിച്ചറിയലും അതിൽ തന്നെയാണ്. മുഖംമൂടികൾ മാറ്റി യഥാർത്ഥ മുഖങ്ങൾ കാണിക്കുന്ന കണ്ണാടിയാണ് സമയം. നല്ല സമയം വരുമ്പോൾ എല്ലാവരും സ്വന്തമായി തോന്നും. എന്നാൽ മോശം സമയം വരുമ്പോൾ അസലും പകർപ്പും എല്ലാം വെളിപ്പെടും. യഥാർത്ഥ ബന്ധങ്ങൾ തിരിച്ചറിയുന്നത് റോസാപ്പൂവിൻ്റെ സുഗന്ധം പോലെയാണ്. അത് സമയത്തിനൊപ്പം കൂടുതൽ ആഴമുള്ളതാകും. മോശം സമയമൊരു മാന്ത്രികനെ പോലെയാണ്. അത് ഒറ്റയടിക്ക് എല്ലാ മുഖംമൂടികളും മാറ്റിത്തരും. ബുദ്ധിമുട്ടുകൾ വരുന്നത് മനുഷ്യനെ തളർത്താനല്ല, മറിച്ച് അവനെ മിനുക്കിയെടുക്കാനാണ്. ആവശ്യത്തിലധികം കുനിയുന്നത് ഭിക്ഷ യാചിക്കുന്നതിന് തുല്യമാണ്. അത് സ്നേഹമായാലും ബഹുമാനമായാലും. ആത്മാഭിമാനത്തേക്കാൾ വലുതായി ഒന്നുമില്ല. സ്വയം വിലമതിക്കാത്തവനെ ലോകവും വിലമതിക്കില്ല. ഈ തിരക്കുപിടിച്ച ജീവിതത്തിലും സ്കൂളിലെ പോലെ ഒരു ബെല്ലുണ്ടായിരുന്നെങ്കിലോ എന്ന് തോന്നിപ്പോകുന്നു. അതടിക്കുമ്പോൾ നമ്മുടെ എല്ലാ ടെൻഷനുകളും മറന്ന് സമാധാനം കണ്ടെത്താമല്ലോ. സമാധാനം പണം കൊടുത്ത് വാങ്ങാൻ കഴിയില്ല. അത് മനസ്സിൻ്റെ സംതൃപ്തിയിൽ നിന്ന് വരുന്നതാണ്. ബുദ്ധിയെ ഒഴിവാക്കി വികാരങ്ങൾക്ക് പിന്നാലെ പോകുന്നവർ പലപ്പോഴും മറ്റുള്ളവരുടെ കൈകളിലെ കളിപ്പാവകളായി മാറുന്നു. വികാരങ്ങൾ നിങ്ങളെ ദുർബലരാക്കാത്തിടത്തോളം കാലം അവ മനോഹരമാണ്. ജീവിതം എൻ്റെ വേദനകൾക്കൊരു പ്രത്യേക മരുന്ന് പറഞ്ഞു തന്നു. സമയത്തെ മരുന്നാക്കി മാറ്റി. ആഗ്രഹങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ പഠിപ്പിച്ചു. ആഗ്രഹങ്ങൾ കടൽവെള്ളം പോലെയാണ്. എത്ര കുടിക്കുന്നുവോ അത്രയും ദാഹം കൂടും. ഒരു ചെടി വളരാൻ പതിവായി വെള്ളം ആവശ്യമുള്ളതുപോലെ ബന്ധങ്ങളിലും സമയവും ശ്രദ്ധയും നൽകേണ്ടത് അത്യാവശ്യമാണ്. ബന്ധങ്ങൾ കാറ്റുപോലെയാണ്. അവ അനുഭവിക്കാൻ കഴിയും. എന്നാൽ അവഗണിക്കപ്പെടുമ്പോൾ ശ്വാസം മുട്ടാൻ തുടങ്ങും. കേൾക്കൂ, നിങ്ങൾ എപ്പോഴെങ്കിലും ആർക്കെങ്കിലും സമയം സമ്മാനമായി നൽകിയിട്ടുണ്ടോ? കാരണം സ്നേഹത്തിൽ നൽകുന്ന നിമിഷങ്ങൾ മറ്റെന്തിനേക്കാളും വിലപ്പെട്ടതാണ്. സമയം നൽകാൻ കഴിയുന്നവർക്ക് മാത്രമേ യഥാർത്ഥ സ്നേഹം നൽകാൻ കഴിയൂ. കാരണം സ്നേഹം വാക്കുകളിലൂടെയല്ല, സാന്നിധ്യത്തിലൂടെയാണ് അനുഭവിക്കുന്നത്. ഇപ്പോൾ നോക്കുമ്പോഴെല്ലാം എനിക്ക് തോന്നുന്നത് നീ എനിക്ക് കുറച്ച് സമയം കൂടി നൽകിയിരുന്നെങ്കിൽ എന്നാണ്. ചില ബന്ധങ്ങൾ തകരുന്നത് സമയത്തിൻ്റെ കുറവ് കൊണ്ടല്ല, മറിച്ച് വികാരങ്ങളുടെ കുറവ് കൊണ്ടാണ്. കണ്ണുകളിൽ നനവ് കൂടി, സംസാരം കുറഞ്ഞു. സുഹൃത്തെ, ഈ സമയം മോശമല്ല, നമ്മളാണ് മോശമായി പോയത്. നാം പലപ്പോഴും സമയത്തെ കുറ്റപ്പെടുത്തുന്നു. എന്നാൽ തെറ്റ് നമ്മുടെ തീരുമാനങ്ങളുടേതാണ്. നല്ലതും ചീത്തയുമായ സമയങ്ങൾ നാം ഓർക്കണം. മോശം സമയത്ത് നല്ല സമയത്തിൻ്റെ ഓർമ്മകൾ സമാധാനം നൽകുന്നു. നല്ല സമയത്ത് മോശം സമയത്തിൻ്റെ ഓർമ്മകൾ നിങ്ങളെ ജാഗരൂകരാക്കുന്നു. ഓർമ്മകൾ ഒരു ഭാരമല്ല. ശരിയായ സമയത്ത് അവയുടെ പ്രാധാന്യം മനസ്സിലാക്കുക എന്നത് മാത്രമാണ് പ്രധാനം. ശരിക്കും കണക്കില്ലാത്തതാണ് ജീവിതം. ഒരു പുസ്തകം എഴുതണോ അതോ കണക്കെഴുതണോ? ചിലപ്പോൾ കണക്കുകൂട്ടി ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ എണ്ണാൻ തന്നെ നാം മറന്നു പോകുന്നു. ബുദ്ധിമാനായ മനുഷ്യൻ മറ്റുള്ളവരുടെ നല്ല ഗുണങ്ങൾ കാണുകയും അവരിൽ നിന്ന് പഠിക്കുകയും ചെയ്യുന്നു, അല്ലാതെ അവരോട് അസൂയപ്പെടുന്നില്ല. അസൂയ എന്നത് ചിതൽ പോലെയാണ്. അതാദ്യം നിങ്ങളെ തന്നെയാണ് കാർന്നു തിന്നുന്നത്. സമയം നമ്മെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്നത് ശരിയാണ്. എന്നാൽ എങ്ങനെ ജീവിക്കണമെന്നും അത് പഠിപ്പിക്കുന്നുണ്ട്. ഓരോ ബുദ്ധിമുട്ടും അതിൻ്റേതായ ഒരു പാഠം കൊണ്ടുവരുന്നു. അത് മനസ്സിലാക്കുന്നവർ മുന്നോട്ട് പോകുന്നു. ജീവിതത്തിലെ കഥകളും നദികളെ പോലെയാണ്. ആരുടെ കഥ ആരുമായി ചേരുമെന്നും എവിടെ വരെ എത്തുമെന്നും ആർക്കും അറിയില്ല. ഓരോ തിരിവിലും പുതിയ യാത്ര, ഓരോ യാത്രയിലും പുതിയ തിരിവ്. ഇതാണ് ജീവിതത്തിൻ്റെ യഥാർത്ഥ കഥ. പ്രണയം ഒന്ന് രുചിച്ചു നോക്കിയത്. യാദൃശ്ചികമായി എൻ്റെ നാവിൽ ഇന്നും അതിൻ്റെ വേദനയുടെ പാടുകളുണ്ട്. ചില മുറിവുകൾ സമയം കൊണ്ടല്ല, ഒരു യഥാർത്ഥ സ്പർശം കൊണ്ട് മാത്രമേ മാറുകയുള്ളൂ. ഹൃദയത്തിൽ നിന്ന് നിലനിർത്താൻ കഴിയാത്ത ബന്ധങ്ങൾ ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത്. ചീത്ത മനുഷ്യരോട് ക്ഷമിക്കാം, എന്നാൽ ഇരട്ടത്താപ്പുകാരോട് കഴിയില്ല. ബന്ധങ്ങളായാലും വഴികളായാലും തട്ടി വീഴുന്നതുവരെ അവയുടെ ശരിയായ സ്ഥാനം മനസ്സിലാകില്ല. വീട് വലുതായാലും ചെറുതായാലും അവിടെ സ്നേഹത്തിൻ്റെ മധുരമില്ലെങ്കിൽ മനുഷ്യരല്ല, ഉറുമ്പുകൾ പോലും വരില്ല. ഒരു കാര്യം പറയട്ടെ, ഒരാളിൽ നിന്ന് സ്നേഹം പ്രതീക്ഷിക്കുന്നിടത്തോളം കാലം നാം അവരോട് വഴക്കിടും. ആ പ്രതീക്ഷ അവസാനിക്കുന്ന ദിവസം വഴക്കും അവസാനിക്കും. ജീവിതം വളരെ മനോഹരമാണ്. അതിനെ കൂടുതൽ മനോഹരമാക്കുക. കുട്ടിക്കാലം വളരെ കുറുമ്പ് നിറഞ്ഞതാണ്. പിന്നീട് ആ കുറുമ്പുകളൊക്കെ മാറി വെറും മുറുക്കങ്ങൾ മാത്രമായി മാറും. മറ്റുള്ളവരെക്കാൾ താനാണ് നല്ലതെന്ന് മനുഷ്യൻ സ്വയം വിശ്വസിക്കാൻ തുടങ്ങുമ്പോഴാണ് അവൻ മോശക്കാരനാകുന്നത്. ജീവിതം ജീവിക്കാൻ പഠിപ്പിച്ചത് വീഴ്ചകളാണ്. സഹായങ്ങൾ നമ്മെ വെറും മടിയന്മാരാക്കുകയുള്ളൂ.
സത്യമറിയാമെങ്കിൽ നുണ കേൾക്കാനും വലിയ രസമാണ്. എത്ര പേർ നമ്മെ തിരിച്ചറിയുന്നു എന്നതല്ല പ്രധാനം, അവരെന്തിനെ നമ്മെ തിരിച്ചറിയുന്നു എന്നതാണ് പ്രധാനം. എൻ്റെ തലവര എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു പണിയാണ് തന്നത്. എല്ലാവരും നിന്റെ സ്വന്തമാണെന്ന് പറയുന്നു, എന്നിട്ട് എൻ്റെ യഥാർത്ഥ സ്വന്തം ആരൊക്കെയാണെന്ന് ഞാൻ തന്നെ കണ്ടുപിടിക്കണം. സ്വാർത്ഥരായ ആളുകൾ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നാൽ അവർ വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ പോലും അവർക്ക് നമ്മളെക്കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടാകുമെന്ന് തോന്നിപ്പോകും. നിങ്ങളുടെ ശരീരത്തിൻ്റെ ശവക്കുഴി ഒന്ന് തോണ്ടി നോക്കൂ. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ കൊന്നുകളഞ്ഞ പല ആഗ്രഹങ്ങളും അവിടെ കാണാം. സുഹൃത്തെ, നിങ്ങളും അപാരം തന്നെ. കിട്ടിയപ്പോൾ വില കൊടുക്കാത്ത ഒന്നിനെ നഷ്ടപ്പെട്ടപ്പോൾ വേണമെന്ന് പറയുന്നു. ഒരാളോട് സംസാരിക്കുന്നത് തെറ്റല്ല, എന്നാൽ അവരെ മറന്നുപോയിട്ട് വീണ്ടും ഓർക്കുന്നത് വളരെ വലിയ തെറ്റാണ്. ക്ഷമിക്കാൻ പഠിക്കുക, കാരണം നമ്മളും ദൈവത്തിൽ നിന്ന് ഇതേ കാര്യമാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ പോരാട്ടം കണ്ടവർക്ക് മാത്രമേ നിങ്ങളുടെ വിജയത്തിൻ്റെ വില മനസ്സിലാകൂ. അല്ലാത്തവർക്ക് നിങ്ങൾ വെറുമൊരു ഭാഗ്യവാൻ മാത്രമാണ്. നമ്മുടെ സ്വന്തക്കാർ ഒരിക്കലും നമുക്ക് വേദന തരില്ല. സ്വന്തമാണെന്ന് നാം തെറ്റിദ്ധരിക്കുന്നവരാണ് നമുക്ക് വേദന തരുന്നത്. ആളുകൾ എത്ര വിചിത്രമാണല്ലേ. ആർക്കും സമയമില്ല, പക്ഷേ എല്ലാവരും ടൈം പാസ് ചെയ്യുകയാണ്. പ്രിയ ആത്മാവേ, നീ ഒട്ടും വിഷമിക്കണ്ട. ഈ ലോകം മായയുടെ ഒരു വലയാണ്. പകലിന് ശേഷം രാത്രി വരുന്നത് പോലെ ഇവിടെ സുഖവും ദുഃഖവും വന്നും പോയുമിരിക്കും. ഉറച്ചു നിൽക്കുന്നവനും തൻ്റെ ഉള്ളിലെ വെളിച്ചം അണയാൻ അനുവദിക്കാത്തവനുമാണ് യഥാർത്ഥ പോരാളിയാകുന്നത് എന്നോർക്കുക. നിന്റെ സങ്കടങ്ങളെ ഭയപ്പെടരുത്, അവയിലൊന്നും ഒളിച്ചോടരുത്. പകരം അവയോട് പോരാടാൻ പഠിക്കുക. ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിക്കുക, കാരണം നീ നിനക്ക് തന്നെ തുണയാകുമ്പോൾ മാത്രമാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിന്റെ കൂടെ നിൽക്കുന്നത്. നീയാണ് ശക്തി, നീയാണ് ധൈര്യം, നീ തന്നെയാണ് നിന്റെ വിജയത്തിൻ്റെ വഴിയും. ഇനി എഴുന്നേൽക്കൂ. നിന്റെ ഹൃദയത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന അനന്തമായ ശക്തിയെ തിരിച്ചറിയുക. പുഞ്ചിരിയോടെ നിന്റെ സങ്കടങ്ങളോട് യുദ്ധം ചെയ്യുക. ഞാൻ നിന്റെ കൂടെയുണ്ട്, എപ്പോഴും നിന്റെ ഉള്ളിൽ. വിഷമിക്കരുത്. നഷ്ടപ്പെട്ടതും നിന്റേതായിരുന്നു, കിട്ടിയതും നിന്റേത് തന്നെയാണ്. ജീവിതം ഒരു പോരാട്ടമാണ്. ധൈര്യത്തോടെ പോരാടുക, വിശ്വാസത്തോടെ വിജയിക്കുക. നിന്റെ പേടിയേക്കാൾ നീ വളരുമ്പോൾ ഒരു തടസ്സത്തിനും നിന്നെ തടയാൻ കഴിയില്ല. നിന്റെ ഉള്ളിലെ ശക്തിയെ തിരിച്ചറിയുക. നീ ഒറ്റയ്ക്കല്ല, പ്രപഞ്ചത്തിലെ എല്ലാ ശക്തികളും നിന്റെ കൂടെയുണ്ട്. സങ്കടങ്ങളെ ഭയക്കുന്നവൻ തോറ്റുപോയി. സങ്കടങ്ങളോട് പൊരുതുന്നവനാണ് ദൈവത്തിൻ്റെ യഥാർത്ഥ വീരൻ. നീ തന്നെയാണ് നിന്റെ ഏറ്റവും വലിയ ശക്തി. നിന്റെ ആത്മവിശ്വാസത്തേക്കാൾ വലിയൊരു ആയുധമില്ല. തോൽവിയും വിജയവും പുറത്തല്ല, അത് നിന്റെ മനസ്സിലാണ് ജനിക്കുന്നത്. മനസ്സുകൊണ്ട് വിജയിച്ചവന് ലോകം മുഴുവൻ ഭരിക്കാൻ കഴിയും. നീ പോരാടുക, കാരണം ആ പോരാട്ടമാണ് നിന്നെ തിളക്കമുള്ളതാക്കുന്നത്. തീയിൽ കുരുത്ത സ്വർണം പോലെ. നിന്റെ കർമ്മങ്ങൾ ചെയ്യുക, ഫലത്തെക്കുറിച്ചുള്ള ചിന്ത ഉപേക്ഷിക്കുക. നീ നിസ്വാർത്ഥമായി നടക്കുമ്പോൾ സാക്ഷാൽ ഈശ്വരൻ തന്നെ നിന്റെ വഴി എളുപ്പമാക്കും. നിന്റെ സങ്കടങ്ങളിൽ നിന്ന് ഓടി ഒളിക്കരുത്, അവരെ നിന്റെ ഗുരുവാക്കുക. കാരണം ഓരോ വേദനയും നിന്റെ യഥാർത്ഥ ശക്തിയെ നിനക്ക് മനസ്സിലാക്കി തരുന്നു. തലവരയെ പോലും മാറ്റാൻ കഴിയുന്ന ശക്തി നിശ്ചയദാർഢ്യത്തിനുണ്ട്. ബലമായി ഉറച്ചു നിൽക്കുക, ഒരിക്കലും പതരരുത്. നിന്റെ ഭയത്തെ നോക്കി നീ പുഞ്ചിരിക്കുന്ന ദിവസം വിജയം നിന്റെ കാൽക്കീഴിൽ വരുമെന്ന് മനസ്സിലാക്കുക. ലോകം നിന്നെ വീഴ്ത്താൻ ശ്രമിക്കും, പക്ഷേ നീ നിന്റെ ഉള്ളിലെ വെളിച്ചമാണേൽ അത് സൂക്ഷിക്കുക. ആ വെളിച്ചം തനിയെ വഴി കണ്ടെത്തും. ഒറ്റയ്ക്ക് നടക്കാൻ പഠിക്കുന്നവനാണ് ഒരു സൈന്യത്തെ തന്നെ സൃഷ്ടിക്കുന്നത്. ആൾക്കൂട്ടത്തെ കണ്ട് ഭയപ്പെടരുത്, നിന്റെ യാത്രയിൽ വിശ്വസിക്കുക. മനസ്സിനെ ജയിച്ചവന് വിജയവും മനസ്സിനെ തോറ്റവന് തോൽവിയുമാണ് ലഭിക്കുക. അതിനാൽ ആദ്യം നിന്റെ മനസ്സിൻ്റെ പോരാളിയാകുക. സത്യത്തിൻ്റെ വഴിയിൽ തടസ്സങ്ങൾ വരും, എന്നാൽ അവിടെ ഉറച്ചു നിൽക്കുന്നവനാണ് ചരിത്രം സൃഷ്ടിക്കുന്നത്. നീ നിന്റെ കർമ്മങ്ങളിൽ എത്രത്തോളം ഒഴുകണമെന്നാൽ നിന്റെ വിജയം പോലും നിന്നെ കാണാൻ കാത്തു നിൽക്കണം. കടലിൽ തിരമാലകൾ വന്നും പോയും ഇരിക്കുന്നത് പോലെ ജീവിതത്തിൽ സങ്കടവും സന്തോഷവും വരും. നീ തിരമാലകളോടല്ല, നിന്റെ ഉള്ളിലെ ആഴക്കടലുമായാണ് ബന്ധം സ്ഥാപിക്കേണ്ടത്. നീ ഉള്ളിൽ നിന്ന് ശാന്തനാകുമ്പോൾ പുറത്തുള്ള ഏത് കൊടുങ്കാറ്റിനെയും നിനക്ക് അതിജീവിക്കാൻ കഴിയും. സത്യം പറയാൻ ധൈര്യമുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് നടക്കാനും ധൈര്യം വരണം. സ്ത്രീകളെ സുന്ദരി എന്ന് വിളിക്കുന്നതിനേക്കാൾ നല്ലത് അവർക്ക് ബഹുമാനം നൽകുന്നതാണ്. കൊടും വെയിലത്തൊരാൾ നടക്കുന്നത് അവൻ്റെ നടത്തം സ്വന്തം വീട്ടിൽ വെളിച്ചം കൊണ്ടുവരുമെന്ന് അവൻ ഉറപ്പുള്ളത് കൊണ്ടാണ്. ഈശ്വരൻ നമ്മുടെ കുറവുകൾ മാത്രം കണ്ടിരുന്നെങ്കിൽ ഒരിക്കലും നമ്മെ നോക്കുക പോലുമില്ലായിരുന്നു. എനിക്കെന്തെങ്കിലുമൊക്കെ കഴിവുണ്ടെന്ന് എനിക്കറിയാം, കാരണം എൻ്റെ ഈശ്വരൻ ഒന്നിനെയും വെറുതെ സൃഷ്ടിക്കാറില്ല. ആൾക്കൂട്ടത്തിലുള്ള എല്ലാവരും നല്ലവരല്ല. നല്ല മനുഷ്യർക്കൊരിക്കലും വലിയ ആൾക്കൂട്ടമുണ്ടാകില്ല. മിണ്ടാപ്രാണികളോട് ദയ കാണിക്കാൻ മറക്കരുത്, കാരണം വാക്കുകളില്ലെങ്കിലും അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ ഒറ്റയ്ക്കാണ് സമ്പാദിക്കുന്നത്, എന്നാൽ നിങ്ങളുടെ വീട് മുഴുവൻ അത് കഴിക്കുന്നുണ്ടെങ്കിൽ അതിൽ അഹങ്കരിക്കരുത്. ഈ നല്ല കാര്യത്തിനായി ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തതിന് ദൈവത്തോട് നന്ദി പറയുക. സ്വന്തം ആളുകളിൽ നിന്ന് തന്നെ തട്ടി വീഴുമ്പോഴാണ് ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ വ്യക്തിത്വം പുറത്തു വരുന്നത്. ധൈര്യം കൈവിടരുത്, ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ട്. നിന്നെക്കൊണ്ടിത് കഴിയില്ല എന്ന് പറഞ്ഞവർക്ക് മുന്നിൽ നിനക്കത് ചെയ്തു കാണിക്കണം. ബന്ധങ്ങൾക്ക് വില കൊടുക്കണമെങ്കിൽ അത് സമയമുള്ളപ്പോൾ തന്നെ ചെയ്യണം, അല്ലാതെ ഉണങ്ങിപ്പോയ മരത്തിന് വെള്ളമൊഴിച്ച് പച്ചപ്പ് പ്രതീക്ഷിക്കുന്നത് വെറുതെയാണ്.
ആരോടും അധികം ദേഷ്യപ്പെടരുതെന്നത് ശരിയാണ്. എന്നാൽ മുന്നിലുള്ളയാൾക്ക് നമ്മെ ആവശ്യമില്ലെങ്കിൽ നിർബന്ധിച്ച് ബന്ധങ്ങൾ നിലനിർത്തുന്നതിൽ അർത്ഥമില്ല. എല്ലാവരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ മനുഷ്യൻ സ്വന്തം പ്രശ്നങ്ങളെ മാത്രമാണ് ഏറ്റവും വലുതായി കാണുന്നത്. ചതിക്കുന്നത് മാത്രമല്ല ചതി, ഒരാളോട് സ്വന്തമാണെന്ന് അഭിനയിക്കുന്നതാണ് അതിലും വലിയ ചതി. നിങ്ങളെക്കുറിച്ച് മോശം പറയുന്നവർ അത് പറയട്ടെ. ഇത്തരം ചെറിയ കാര്യങ്ങൾ ചെറിയ ആളുകൾ മാത്രമേ ചെയ്യുകയുള്ളൂ. എൻ്റെ തെറ്റുകൾ എന്നോട് പറയുക, മറ്റുള്ളവരോടല്ല. കാരണം നന്നാകേണ്ടത് ഞാനാണ്, മറ്റുള്ളവരല്ല. പൊട്ടിയ കാര്യങ്ങൾ എപ്പോഴും വേദനയേക്കും. ഉദാഹരണത്തിന് ഹൃദയം, ഉറക്കം, വിശ്വാസം, അതിലുപരി പ്രതീക്ഷകൾ. ചില വാക്കുകൾ മുള്ളുകളെക്കാൾ മൂർച്ചയോടെ തറയ്ക്കും. മുള്ളുണ്ടാക്കിയ മുറിവ് കുറച്ചു ദിവസം കൊണ്ട് മാറും. പക്ഷേ ഹൃദയത്തിൽ കൊണ്ട വാക്കുകൾ ജീവിതകാലം മുഴുവൻ ഓർമ്മയുണ്ടാകും. ചിലർ പറയുന്നു സ്ത്രീക്ക് സ്വന്തമായി ഒരു വീടില്ല എന്ന്. എന്നാൽ സത്യമെന്തെന്നാൽ സ്ത്രീ ഉണ്ടാക്കാത്തൊരു വീടുമില്ല. സംസാരിക്കാൻ അറിയുന്നവനല്ല ബുദ്ധിമാൻ, എവിടെ മിണ്ടാതിരിക്കണമെന്നറിയുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. ബ്ലേഡിന് മൂർച്ചയുണ്ട്, പക്ഷേ അതിന് മരം മുറിക്കാൻ കഴിയില്ല. മഴുവിന് കരുത്തുണ്ട്, പക്ഷേ അതിന് മുടി മുറിക്കാൻ കഴിയില്ല. അതുപോലെ ഓരോ മനുഷ്യനും അവരവരുടെ കഴിവുകൾക്കനുസരിച്ചാണ് ശ്രേഷ്ഠരാകുന്നത്. അതുകൊണ്ട് നിങ്ങളെ മറ്റാരുമായും ഒരിക്കലും താരതമ്യം ചെയ്യരുത്. ഞാൻ ചിരിച്ചും കണ്ടു, കരഞ്ഞും കണ്ടു. ചിലരെ സ്വന്തമാക്കിയും നഷ്ടപ്പെടുത്തിയും കണ്ടു. ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിച്ചവന് മാത്രമേ ഈ ജീവിതം ശരിക്കും ജീവിക്കാൻ കഴിയൂ. ജീവിതം ജീവിക്കുക എന്നതും ഒരു കലയാണ്. ഈ കല പഠിച്ചവൻ ജീവിതം ജീവിക്കാൻ പഠിച്ചു. ജീവിതയാത്രയിൽ എപ്പോഴും കൂട്ടിനാളുകളുണ്ടാകില്ല. ചില യാത്രകൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യേണ്ടി വരും. ഞങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ കാരണങ്ങളിലൊന്ന് വ്യാജന്മാരുമായുള്ള ബന്ധം വിച്ഛേദിക്കാൻ ഞങ്ങൾ ഒട്ടും സമയം പാഴാക്കാറില്ല എന്നതാണ്. ആഗ്രഹങ്ങൾ തന്നെയാണ് ജീവിത വഴികൾ തെറ്റിച്ചത്. അല്ലാത്ത പക്ഷം ലക്ഷ്യസ്ഥാനം അറിഞ്ഞുകൊണ്ടാണ് ആത്മാവ് ഭൂമിയിലേക്ക് വന്നത്. നന്മ ചെയ്തിട്ടത് മറന്നേക്കുക. തെറ്റുകൾ ചെയ്യുമ്പോൾ നിങ്ങൾ ദൈവത്തെ മറക്കുന്നത് പോലെ. എടോ വേദനയെ, എനിക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട് താടോ, ഞാൻ നിന്റെ സ്ഥിരം കസ്റ്റമർ അല്ലേ. ഓരോ മനുഷ്യനും അവരവരുടെ വേഷം കെട്ടുകയാണ്. സ്വഭാവം ശുദ്ധമാക്കാൻ ഒരു പെർഫ്യൂമും ഈ ലോകത്തില്ല. യഥാർത്ഥ ആളുകൾ കുറച്ച് കയ്പുള്ളവരായിരിക്കും. അവർക്ക് സംസാരിക്കാൻ അത്ര മര്യാദയൊന്നും കാണില്ല. പക്ഷെ നുണ പറയുന്നവരെ നോക്കൂ, അവരെത്ര മധുരമായാണ് സംസാരിക്കുന്നത്. മനുഷ്യൻ ഒറ്റപ്പെടാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ. സ്വന്തക്കാരെ ഉപേക്ഷിക്കാൻ അവൻ അപരിചിതരിൽ നിന്ന് ഉപദേശം തേടാൻ തുടങ്ങുമ്പോൾ. വാക്കുകൊണ്ട് സന്തോഷം, വാക്കുകൊണ്ട് ദുഃഖം, വാക്കുകൊണ്ട് വേദന, വാക്ക് തന്നെയാണ് അതിനുള്ള മരുന്നു. തനിക്ക് വരുമ്പോൾ വേദനയും മറ്റുള്ളവർക്ക് വരുമ്പോൾ ഡ്രാമയുമായി കാണുന്ന ഈ സ്വാർത്ഥലോകം എത്ര വിചിത്രമാണ്. എനിക്കെൻ്റെ സ്വന്തക്കാർ തന്നെയാണ് വേദന തന്നത്. പിന്നെങ്ങനെ നാം മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷകൾ വയ്ക്കും? എല്ലാവരും ഒരു ദിവസം മണ്ണിൻ്റെ പുതപ്പണിയേണ്ടവരാണ്. കാറ്റ് ശ്രദ്ധിക്കാത്ത ഒരു വിളക്കും ഈ ലോകത്തില്ല. എന്ത് മുഖം വെച്ചാണ് നിങ്ങൾ ദൈവത്തിന് മുന്നിൽ പോവുക? അവന് നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും അറിയാമല്ലോ. ജീവിതത്തിൻ്റെ കഥ ഇത്രയേ ഉള്ളൂ. ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിനിടയിൽ ജീവിതം ജീവിക്കാൻ തന്നെ നമ്മൾ മറന്നുപോയി. നിങ്ങൾ വിലമതിക്കുന്ന ഒരാളുടെ കണ്ണിൽ നിങ്ങൾക്ക് യാതൊരു വിലയുമില്ലെന്ന് മനസ്സിലാകുമ്പോഴാണ് ശരിക്കും സങ്കടം വരുന്നത്. എല്ലാവരുടെയും സ്വഭാവം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ അവരെ നാണം കെടുത്തുക എന്നത് എൻ്റെ രീതിയല്ല. പരസ്പരം തെറ്റുകൾ മാത്രം കണ്ടുപിടിച്ചാൽ ബന്ധങ്ങളുടെ പൂക്കൾ എങ്ങനെയാണ് വിരിയുക? സ്വന്തക്കാരുടെ വഞ്ചനയേക്കാൾ വലിയൊരു ദുഃഖം വേറെയില്ല. ചീത്ത കാര്യങ്ങളിൽ നിന്ന് നല്ലത് കണ്ടെത്തുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. എന്നാൽ നല്ലതിൽ നിന്ന് ചീത്ത കണ്ടുപിടിക്കുന്നതാണ് ഈ ലോകത്തിൻ്റെ രീതി. നിങ്ങൾക്കിഷ്ടപ്പെടാത്ത ഒരു പെരുമാറ്റം നിങ്ങൾ മറ്റുള്ളവരോടും കാണിക്കരുത്. ഇന്നത്തെ കാലത്ത് മനുഷ്യബന്ധങ്ങളിൽ എന്തിനാണ് ഇത്ര വിലയിടിവ് സംഭവിക്കുന്നത്? ഞാനൊരു പുതിയ രീതി ഉണ്ടാക്കി. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ വെറുതെയൊന്ന് പുഞ്ചിരിക്കും. സൗന്ദര്യത്തെ പുകഴ്ത്തുക, ലാളിത്യത്തെ കളിയാക്കുക, ഇതാണ് ഇന്നത്തെ കാലത്തെ രീതി. സുഹൃത്തുക്കളെ, ആർക്കും അറിയില്ല തങ്ങളുടെ ശ്വാസത്തിന് എത്ര സമയമുണ്ടെന്ന്. ഈ ലോകത്ത് തെറ്റുകാർക്ക് അവസരങ്ങളും സത്യസന്ധർക്ക് ചതിയുമാണ് ലഭിക്കുന്നത്. ജീവിതം വളരെ ചെറുതാണ്. ഇത് മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാൻ വേണ്ടി പാഴാക്കരുത്. നിങ്ങളോട് തന്നെ പ്രണയം തോന്നിയാൽ നിങ്ങൾ തിളങ്ങും. മറ്റുള്ളവരോടാണെങ്കിൽ നിങ്ങൾ തകരും. സന്തോഷമുള്ള ഒരു ജീവിതം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലെടുക്കുന്നത് നിർത്തുക. ജീവിതം അറിയണമെങ്കിൽ ജീവിച്ചിരിക്കണം. പക്ഷേ ഇന്നുവരെ ആരും പൂർണ്ണമായി ജീവിച്ചിട്ടില്ല. ചെറിയൊരു ജീവിതമാണ്. ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. കൂടെ നിൽക്കാൻ ആരുമില്ല. പക്ഷേ ചുറ്റും ഒരുപാട് മനുഷ്യരുണ്ട്. ഹൃദയത്തിലെ വേദന ആരോടാണ് പറയുക? ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നവർ പോലും ഇന്ന് അപരിചിതരാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പ്രണയിച്ചു നോക്കണം. അത് സത്യമാണെങ്കിൽ അതൊരു പുതിയ ജീവിതമാകും. ഇനി ചതിയാണെങ്കിൽ അതൊരു വലിയ പാഠമാകും. ജീവിതം വെറും കുറച്ച് നിമിഷങ്ങൾ മാത്രമുള്ളതാണ്. അതിൽ ഇന്നുമില്ല, നാളെയുമില്ല. ഈ ജീവിതത്തിലെ ഓരോ നിമിഷവും ഇതാണ് ഏറ്റവും മനോഹരമായ നിമിഷമെന്ന പോലെ ജീവിച്ചു തീർക്കുക. നിങ്ങളെയും ഞങ്ങൾ മറക്കും. കുറച്ചൊന്ന് ക്ഷമിക്കൂ. നിങ്ങളെപ്പോലെ സ്വാർത്ഥനാകാൻ കുറച്ച് സമയം വേണ്ടേ? ജീവിതത്തോടും പ്രണയത്തോടും ഒരിക്കലും യാചിക്കരുത്.
സമയം എല്ലാ മുറിവുകളും ഉണക്കുമെന്ന് പറയുന്നു. എന്നാൽ സത്യമെന്തെന്നാൽ ആ വേദനകൾക്കൊപ്പം ജീവിക്കാൻ നാം പഠിക്കുന്നു എന്നതാണ്. ചിലപ്പോൾ തലച്ചോറ് പറയും, ആളുകൾ നമ്മളോട് എങ്ങനെ പെരുമാറുന്നുവോ അതുപോലെ അവരോടും പെരുമാറാൻ. എന്നാൽ അപ്പോൾ ഹൃദയം പറയും, നമ്മളും അവരെപ്പോലെ ആയാൽ പിന്നെ അവരും നമ്മളും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് എന്ന്. ദരിദ്രരെ എല്ലാവരും ഒഴിവാക്കുന്നു, എന്നാൽ സമ്പന്നരുടെ പിന്നാലെ എല്ലാവരും ഓടുന്നു. ദുഃഖങ്ങൾ പങ്കുവച്ചാൽ കുറയുമെന്ന് പഴയ തലമുറ പറയുമായിരുന്നു. എന്നാൽ ഇന്നത്തെ തലമുറ പറയുന്നത്, മതിലിന് നേരെ തിരിഞ്ഞു നിന്ന് ഒറ്റയ്ക്ക് കരഞ്ഞോളൂ, നിങ്ങളുടെ സങ്കടം ആരോടും പറയാനുള്ള തെറ്റ് ചെയ്യരുത് എന്നാണ്. കൂടെയുണ്ടായിട്ടും ഇല്ലാത്തവരെ പോലെ പെരുമാറുന്നത് കൊണ്ട് എന്ത് കാര്യമാണുള്ളത്? ഒരു ബന്ധം വെറും പേരിന് മാത്രമാണെങ്കിൽ പിന്നെ കരഞ്ഞിട്ട് എന്ത് കാര്യം? കുരങ്ങനെ പോലെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് തുള്ളരുത്. മുന്നോട്ടു പോകാൻ സ്വന്തം മനസ്സ് പറയുന്നത് മാത്രം കേൾക്കുക. സന്തോഷം നിങ്ങൾ സ്വയം കണ്ടെത്തണം. കാരണം നിങ്ങളെ സങ്കടപ്പെടുത്താൻ ഈ ലോകത്ത് ആർക്കും കഴിയും. നിങ്ങളെ സ്വന്തമാക്കിയിട്ട് പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയവരോട് നന്ദി പറയുക. കാരണം സ്വന്തമെന്ന് തോന്നുന്നതെല്ലാം സ്വന്തമല്ലെന്ന് നിങ്ങളെ പഠിപ്പിച്ചത് അവരാണ്. എല്ലാവരും ഒരിക്കലെങ്കിലും പ്രണയിക്കണം. എങ്കിൽ മാത്രമേ എന്തിനാണ് പ്രണയിക്കാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കൂ. ബന്ധങ്ങളെക്കുറിച്ച് അമിതമായി വിഷമിക്കുന്നത് നിർത്തുക. ആർക്ക് എത്രത്തോളം കൂടെ നിൽക്കണമോ അവർ അത്രത്തോളം കൂടെ നിൽക്കും. സ്വയം കണ്ടെത്താൻ ഇറങ്ങിയതായിരുന്നു, പക്ഷേ ലോകത്തെ മൊത്തം കണ്ട് തിരിച്ചു പോന്നു. ലോകം പറയുന്നത് കേട്ടാൽ ജീവിതകാലം മുഴുവൻ അത് കേൾക്കേണ്ടി വരും. എന്നാൽ സ്വന്തം ഹൃദയം പറയുന്നത് കേട്ടാൽ നാളെ ലോകം മുഴുവൻ നിങ്ങളെ കേൾക്കും. തലയുയർത്തി അഭിമാനത്തോടെ നടക്കാനാണ് ആഗ്രഹമെങ്കിൽ എവിടെ എത്രത്തോളം തല കുനിക്കണമെന്ന് ആദ്യം പഠിക്കുക. ഒന്നും ചെയ്യാതെ പശ്ചാത്തപിക്കുന്നതിനേക്കാൾ നല്ലത് എന്തെങ്കിലും ചെയ്തിട്ട് പശ്ചാത്തപിക്കുന്നതാണ്. കൂട്ടുകെട്ടുകൾ സ്വാധീനിക്കുമെന്ന് പറയുന്നത് വെറുതെയാണ്. ഇന്നുവരെ മുള്ളുകൾക്ക് സുഗന്ധം പരത്താനോ പൂക്കൾക്ക് മറ്റുള്ളവരെ കുത്തിനോവിക്കാനോ കഴിഞ്ഞിട്ടില്ലല്ലോ. നിങ്ങളുടെ സന്തോഷം നിങ്ങൾ സ്വയം കണ്ടെത്തണം. കാരണം നിങ്ങളെ സങ്കടപ്പെടുത്താൻ ഈ ലോകത്ത് ആർക്കും കഴിയും. നിങ്ങളെ സ്വന്തമാക്കിയിട്ട് പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയവരോട് നന്ദി പറയുക. കാരണം സ്വന്തമെന്ന് തോന്നുന്നതെല്ലാം സ്വന്തമല്ലെന്ന് നിങ്ങളെ പഠിപ്പിച്ചത് അവരാണ്. എല്ലാവരും ഒരിക്കലെങ്കിലും പ്രണയിക്കണം. എങ്കിൽ മാത്രമേ എന്തിനാണ് പ്രണയിക്കാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കൂ. ബന്ധങ്ങളെക്കുറിച്ച് അമിതമായി വിഷമിക്കുന്നത് നിർത്തുക. ആർക്ക് എത്രത്തോളം കൂടെ നിൽക്കണമോ അവർ അത്രത്തോളം കൂടെ നിൽക്കും. സ്വയം കണ്ടെത്താൻ ഇറങ്ങിയതായിരുന്നു, പക്ഷേ ലോകത്തെ മൊത്തം കണ്ട് തിരിച്ചു പോന്നു. ലോകം പറയുന്നത് കേട്ടാൽ ജീവിതകാലം മുഴുവൻ അത് കേൾക്കേണ്ടി വരും. എന്നാൽ സ്വന്തം ഹൃദയം പറയുന്നത് കേട്ടാൽ നാളെ ലോകം മുഴുവൻ നിങ്ങളെ കേൾക്കും. തലയുയർത്തി അഭിമാനത്തോടെ നടക്കാനാണ് ആഗ്രഹമെങ്കിൽ എവിടെ എത്രത്തോളം തല കുനിക്കണമെന്ന് ആദ്യം പഠിക്കുക. ഒന്നും ചെയ്യാതെ പശ്ചാത്തപിക്കുന്നതിനേക്കാൾ നല്ലത് എന്തെങ്കിലും ചെയ്തിട്ട് പശ്ചാത്തപിക്കുന്നതാണ്. കൂട്ടുകെട്ടുകൾ സ്വാധീനിക്കുമെന്ന് പറയുന്നത് വെറുതെയാണ്. ഇന്നുവരെ മുള്ളുകൾക്ക് സുഗന്ധം പരത്താനോ പൂക്കൾക്ക് മറ്റുള്ളവരെ കുത്തിനോവിക്കാനോ കഴിഞ്ഞിട്ടില്ലല്ലോ. നിങ്ങളുടെ ജോലിയോടും ദൈവത്തോടും മാത്രം പ്രണയം തോന്നുക. കാരണം ഇവ രണ്ടും നിങ്ങളെ ഒരിക്കലും ചതിക്കില്ല. മരുന്നുകളെ നിങ്ങൾ എത്രത്തോളം വിശ്വസിക്കുന്നുവോ അത്രത്തോളം മാത്രം സ്വന്തക്കാരെയും വിശ്വസിക്കുക. പേന കുറച്ച് കുനിഞ്ഞു നിൽക്കുമ്പോൾ മാത്രമേ വ്യക്തമായും മനോഹരമായും എഴുതാൻ കഴിയൂ. ഇത് തന്നെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിലും സംഭവിക്കുന്നത്. ആത്മവിശ്വാസമില്ലാത്ത മനുഷ്യൻ എത്ര ശക്തനായാലും ഭീരുവാണ്, എത്ര ബുദ്ധിമാനായാലും വിഡ്ഢിയുമാണ്. എൻ്റെ സ്വന്തം കൈകളിലാണ് എൻ്റെ തലവര എഴുതിയിരിക്കുന്നത്. എന്നിട്ടും എൻ്റെ തലവരയിൽ എനിക്ക് യാതൊരു നിയന്ത്രണവുമില്ല. ആഗ്രഹങ്ങൾ അത്രത്തോളം നല്ലതാണ്. എവിടെ നിങ്ങളുടെ ആത്മാഭിമാനം പണയം വെക്കേണ്ടി വരുന്നില്ലയോ അത്രത്തോളം മാത്രം. ചില മനുഷ്യർ ഒരു മരുന്ന് പോലെയാണ്. അവർ സംസാരിക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ വേദനകളും ഇല്ലാതാകുന്നു. പോരാടാനുള്ള കഴിവ് എല്ലാവർക്കുമുണ്ട്. എന്നാൽ ചിലർക്ക് വിജയം ഇഷ്ടപ്പെടുമ്പോൾ മറ്റു ചിലർക്ക് ബന്ധങ്ങളാണിഷ്ടം. തെറ്റു ചെയ്യുമ്പോൾ കൂടെ നിൽക്കാത്തവർ ഒരുപാടുണ്ട്. എന്നാൽ തെറ്റു ചെയ്യുമ്പോൾ അത് തിരുത്തി കൂടെ നിൽക്കുന്നവർ വളരെ കുറവാണ്. ആരെങ്കിലും നിങ്ങളുടെ പ്രതീക്ഷയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കണം. കാരണം മനുഷ്യർ തങ്ങളുടെ ഏറ്റവും അടുത്ത ആളുകളിൽ നിന്ന് മാത്രമേ പ്രതീക്ഷകൾ വയ്ക്കാറുള്ളൂ. സമയത്തിനനുസരിച്ച് വിശ്വാസം മാറുന്നവരെ ശ്രദ്ധിക്കരുത്. നിങ്ങളുടെ സമയം മാറുമ്പോഴും നിങ്ങളെ വിശ്വസിക്കുന്നവരെ എപ്പോഴും ശ്രദ്ധിക്കുക. ജീവിതത്തിൽ ആരെയും പരീക്ഷിക്കരുത്. എപ്പോഴും അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ദൈവവുമായി ആഴത്തിലുള്ള ബന്ധമുള്ളവരുടെ ഇന്നത്തെയും നാളത്തെയും ജീവിതം വളരെ മനോഹരമായിരിക്കും. സ്വന്തം കുറവുകൾ കാണാൻ കഴിയുന്ന കണ്ണുകളാണ് ഏറ്റവും മികച്ചത്. കാരണം ദിവസവും ഉറക്കമുണരുമെങ്കിലും കണ്ണുകൾ തുറക്കുന്നത് വളരെ അപൂർവമായിട്ടാണ്. നമുക്ക് കിട്ടിയതല്ല ജീവിതം, നാം സ്വയം ഉണ്ടാക്കിയെടുക്കുന്നതാണ് ജീവിതം. ഈ ലോകത്തെ ഓരോ മനുഷ്യൻ്റെയും കഥ ഇത്രയേയുള്ളൂ. ഒരു മഞ്ഞിൽ നിന്ന് വരുന്നു, മറ്റൊരു മഞ്ഞിലേക്ക് മറയുന്നു. ഒരു കൺപോളയുടെ തുമ്പിലാണ് ഈ ജീവിതം നിൽക്കുന്നത്. ഒരു കണ്ണ് ചിമ്മുന്ന സമയം കൊണ്ട് ഈ കളി വളരെ മനോഹരമായി അവസാനിക്കും. മനുഷ്യരിൽ പ്രതീക്ഷ വെച്ചിട്ട് ദൈവത്തോട് പരാതി പറയുകയാണോ? സുഹൃത്തെ, നിങ്ങളും അപാരം തന്നെ. എത്ര വിചിത്രമാണല്ലേ?
നമ്മളെല്ലാവരും സന്തോഷമായിരിക്കാൻ വേണ്ടി എപ്പോഴും ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. മരിച്ചതിന് ശേഷം പറയുന്ന പുകഴ്ത്തലുകൾക്കും ഹൃദയം തകർത്തതിന് ശേഷം ചോദിക്കുന്ന മാപ്പിനും യാതൊരു വിലയുമില്ല. ഇന്നത്തെ കാലത്ത് ബന്ധങ്ങൾ പോകുന്ന വഴി വളരെ വിചിത്രമാണ്. അവർ കൂടെ നിൽക്കുന്നുമില്ല, കൂടെ വരുന്നുമില്ല. അവർ നിശബ്ദരുമല്ല, വ്യക്തമായി സംസാരിക്കുന്നുമില്ല. ബന്ധങ്ങൾക്ക് വില നൽകാതെ അഹങ്കാരം കാണിക്കുന്നവരെ എപ്പോഴും ഹൃദയത്തിൽ നിന്ന് അകറ്റി നിർത്തുക. ആഗ്രഹങ്ങളിൽ ജീവനുള്ളവർക്ക് മാത്രമേ ലക്ഷ്യത്തിലെത്താൻ കഴിയൂ. ചിറകുകൾ കൊണ്ടല്ല, ആഗ്രഹങ്ങൾ കൊണ്ടാണ് ഉയരങ്ങളിൽ പറക്കാൻ കഴിയുക. തോൽവിയെ ഒരിക്കലും ഭയക്കരുത്. കാരണം തോൽവിയാണ് വിജയത്തിലേക്കുള്ള ആദ്യപടി. വീണിട്ടും എഴുന്നേൽക്കുന്നവനാണ് ലക്ഷ്യത്തിലെത്തുന്നത്. നിങ്ങളുടെ വില മനസ്സിലാക്കാത്തവരുടെ കൂടെ സമയം കളയരുത്. വില മനസ്സിലാക്കുന്നവൻ ഒന്നും പറയാതെ തന്നെ നിങ്ങളുടെ കൂടെ നിൽക്കും. ലോകത്തിലെ ഏറ്റവും വലിയ സങ്കടം സ്വന്തക്കാരിൽ നിന്നാണ് ലഭിക്കുന്നത്. സ്വന്തമെന്ന് തോന്നുന്നവരാണ് പലപ്പോഴും മുറിവുകൾ നൽകുന്നത്. പരാജയങ്ങളിൽ നിന്ന് പഠിക്കുക. കാരണം ഓരോ തോൽവിയിലും ഒരു വിജയം ഒളിഞ്ഞിരിപ്പുണ്ട്. സമയത്തിനൊപ്പം നടക്കാത്തവർ സമയത്തിനു മുന്നിൽ തോറ്റുപോകും. നുണ പറയുന്നവർ അഭിനയിക്കാൻ മിടുക്കരായിരിക്കും. സത്യത്തിൻ്റെ വില അവർക്കൊരിക്കലും മനസ്സിലാകില്ല. പുറമേ തിളങ്ങുന്നവർ പലപ്പോഴും ഉള്ളിൽ ശൂന്യരായിരിക്കും. സ്വയമല്ലാതെ വേറൊരു തുണയുമില്ല. സ്വയം ജയിക്കാൻ അറിയുന്നവൻ്റെ കൈപ്പിടിയിലായിരിക്കും ഈ ലോകം. കഠിനാധ്വാനത്തിൽ വിശ്വസിക്കുന്നവരെ മാത്രമേ ഭാഗ്യം തുണയ്ക്കുകയുള്ളൂ. ഒഴിവു കഴിവുകൾ പറയുന്നവർക്ക് ഒരിക്കലും വഴി കണ്ടെത്താൻ കഴിയില്ല. ജീവിതത്തിൽ എത്ര ബുദ്ധിമുട്ടുകൾ വന്നാലും ഒരിക്കലും തിരിഞ്ഞു നോക്കരുത്. ഓരോ ദിവസവും പുതിയ വെല്ലുവിളികളെ നേരിടുകയും സ്വയം തെളിയിക്കാൻ ധൈര്യം കാണിക്കുകയും ചെയ്യുക. സമയത്തിനനുസരിച്ച് മാറുക, അല്ലെങ്കിൽ സമയം നിങ്ങളെ മാറ്റും. സമയത്തിനൊപ്പം നടക്കാത്തവൻ എപ്പോഴും പിന്നിലായിരിക്കും. വഴിയിൽ വരുന്ന ബുദ്ധിമുട്ടുകളെ ചിരിച്ചുകൊണ്ട് നേരിടുക. കാരണം മുള്ളുകളുള്ള വഴിയിലാണ് പൂക്കളുടെ സുഗന്ധമുണ്ടാകുന്നത്. ഓരോ ദിവസവും ഒരു പുതിയ തുടക്കമാണ്. ഓരോ തോൽവിയും ഒരു പുതിയ പാഠം നൽകുന്നു. ഇന്നലെയുടെ ഭാരം ചുമക്കുന്നവനെ ഒരിക്കലും മുന്നോട്ടു പോകാൻ കഴിയില്ല. നിങ്ങളെ ആരും ദുർബലനായി കാണാതിരിക്കാൻ നിങ്ങളുടെ ബലഹീനതയെ നിങ്ങളുടെ ശക്തിയാക്കി മാറ്റുക. നിങ്ങളുടെ വിജയം തന്നെയാണ് നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ തിരിച്ചടിയും ഏറ്റവും ശക്തമായ മറുപടിയും. ധൈര്യമുള്ളവർക്ക് മാത്രമേ ലക്ഷ്യത്തിലെത്താൻ കഴിയൂ. തട്ടി വീണിട്ടും എഴുന്നേറ്റ് നടക്കുന്നവനാണ് യഥാർത്ഥ വിജയി. വളരെ കുറച്ചു മാത്രം സംസാരിക്കുന്നവർ തങ്ങൾക്കിഷ്ടപ്പെട്ട ആളുകളുടെ മുന്നിൽ ഒരുപാട് സംസാരിക്കാറുണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാവരോടും സംസാരിക്കാറുണ്ട്. എന്നാൽ ഇപ്പോൾ വിശ്വസിക്കുന്നത് ഒരാളെ മാത്രമാണ്. നമ്മളെ അവഗണിക്കുന്നവരോട് നമ്മൾ മുഖത്ത് നോക്കി പോലും സംസാരിക്കാറില്ല. ജീവിതത്തിൽ ഒരൊറ്റ നിയമം മാത്രം വയ്ക്കുക. സൗഹൃദത്തിൽ ചതിയില്ല, ചതിയന്മാരുമായി സൗഹൃദവുമില്ല. തെറ്റിനെ തെറ്റെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ നിങ്ങളുടെ ശക്തിയും ധൈര്യവും വെറും പാഴാണ്. ജീവിതത്തിൽ അങ്ങനെയൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കുക. അവരെങ്ങനെയോ അവരോട് അതേ ഭാഷയിൽ തന്നെ സംസാരിക്കുക. നമ്മുടെ എല്ലാ ദുഃഖങ്ങളും പരാതികളും പറയാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ബന്ധമെങ്കിലും നമുക്കുണ്ടാകണം. മറ്റൊരാളുടെ സ്നേഹം കിട്ടാൻ കൊതിച്ചവർക്ക് മാത്രമേ യഥാർത്ഥമായി സ്നേഹിക്കാൻ കഴിയൂ. സമയം വളരെ വേഗത്തിൽ പോകുമെന്ന് ആരാണ് പറഞ്ഞത്? നിങ്ങൾ ആർക്കെങ്കിലുമായി ഒന്ന് കാത്തിരുന്ന് നോക്കൂ. സമയം എത്ര പതുക്കെയാണ് പോകുന്നതെന്ന് അപ്പോൾ മനസ്സിലാകും. നമ്മുടെ ജീവിതം എത്ര ദുഷ്കരമായി മാറി. സന്തോഷം എവിടെ പോയി മറഞ്ഞു എന്ന് പോലും അറിയില്ല. ദൈവം എല്ലാവരുടെയും തലവരയിൽ പ്രണയം എഴുതി വെച്ചു. എന്നാൽ എൻ്റെ ഊഴം വന്നപ്പോൾ പേനയിലെ മഷി തീർന്നുപോയി. ബന്ധങ്ങൾ നിലനിർത്താൻ ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞങ്ങൾ തലകുനിക്കുന്നത്. അല്ലാതെ ഞങ്ങൾ ഇന്നലെയും തെറ്റായിരുന്നില്ല, ഇന്നും തെറ്റല്ല. ആളുകൾ നിങ്ങളെ കോപ്പിയടിക്കാൻ തുടങ്ങുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളൂ, നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കുകയാണെന്ന്. ഇതൊക്കെ അവരവരുടെ തലവരെയാണ്. ചിലർക്ക് സ്നേഹിക്കാൻ ആളുകളെ കിട്ടും, ചിലർക്ക് ജാട കാണിക്കാൻ ആളുകളെ കിട്ടും. ഞങ്ങൾ ചിരിക്കുന്നത് മറ്റുള്ളവരെ ചിരിപ്പിക്കാനാണ്. അല്ലാതെ ഞങ്ങളുടെ ഉള്ളിലെ മുറിവുകൾക്ക് ശരിക്കു കരയാൻ പോലും കഴിയില്ല. ആളുകൾ എപ്പോഴും സുന്ദരമായ മുഖങ്ങളാണ് തേടുന്നത്. പകരം സുന്ദരമായ ഒരു ഹൃദയം തേടിയിരുന്നെങ്കിൽ ഒരിക്കലും ചതിക്കപ്പെടില്ലായിരുന്നു. ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് പ്രാർത്ഥനകളാണ്. അത് ഹൃദയത്തിലെത്തുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ അടുത്തെത്തുന്നു. സമയം എപ്പോഴാണ് മാറുന്നതെന്ന് നമുക്കറിയില്ല. അല്ലെങ്കിൽ രാത്രി രാജാവാകേണ്ടിയിരുന്ന രാമന് പിറ്റേ ദിവസം രാവിലെ വനവാസം കിട്ടില്ലായിരുന്നല്ലോ. നിങ്ങൾ എത്ര നല്ല മനുഷ്യനാണെങ്കിലും ആരുടെയെങ്കിലുമൊക്കെ കഥകളിൽ നിങ്ങൾ തീർച്ചയായും ഒരു വില്ലനായിരിക്കും. ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്തതിൻ്റെ പേരാണ് ജീവിതം. എന്നാൽ മുഴുവൻ ഗ്യാരണ്ടിയുമുള്ള ഒന്നാണ് മരണം. മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് ഒരിക്കലും സന്തോഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സ്വയം നിറവേറ്റാൻ പ്രാപ്തനാക്കുക. നിങ്ങളുടെ വില മറന്നു പോകാൻ തക്കവണ്ണം സമയം ആർക്കും കൊടുക്കരുത്. നിങ്ങളെ മനസ്സിലാക്കുകയും ആവശ്യമുള്ളപ്പോൾ വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്യുന്ന ഒരാളേക്കാൾ മികച്ചൊരു ജീവിത പങ്കാളി വേറെയുണ്ടാകില്ല. ഇന്നത്തെ ജോലി ഇന്ന് തന്നെ ചെയ്തു തീർക്കാൻ ഒരു നിയമം വെക്കുന്നവൻ ഒരു ദിവസം ലോകം മുഴുവൻ ഭരിക്കുമെന്ന് കണ്ടോളൂ. ഇന്നത്തെ കാലത്ത് ആളുകൾ സ്നേഹത്തോടെ നൽകുന്ന ബഹുമാനത്തിൽ സന്തോഷിക്കുന്നില്ല. പകരം മുഖസ്തുതി പറയുന്നവരെ കണ്ട് അഭിമാനിക്കുകയാണ് ചെയ്യുന്നത്. വലിയ ആളാകാനുള്ള നെട്ടോട്ടത്തിൽ പലപ്പോഴും ആളുകൾ മനുഷ്യനാകാൻ തന്നെ മറന്നു പോകുന്നു.
നാളെ മുതൽ ചെയ്യാമെന്ന് പറയുന്നവരാണ് ജീവിതം നശിപ്പിക്കുന്നത്. സ്വന്തമായി അധ്വാനിക്കുമ്പോൾ മാത്രമേ പണത്തിൻ്റെ യഥാർത്ഥ വില മനസ്സിലാകൂ. നമ്മളെല്ലാവരും മണ്ണുകൊണ്ടുണ്ടായതാണെന്ന് പറയുന്നവർ കള്ളം പറയുകയാണ്. കല്ലുകൊണ്ടുണ്ടായ എത്രയോ സ്വന്തക്കാരെ എനിക്കറിയാം. മനുഷ്യൻ്റെ മുഖം കണ്ട് ഒരിക്കലും വിലയിരുത്തരുത് സുഹൃത്തെ. മുഖത്തേക്കാൾ വലിയൊരു ചതിയൻ വേറെയില്ല. എല്ലാവരും പറയുന്നത് കേൾക്കുക, എന്നാൽ നിങ്ങളുടെ ധൈര്യവും വിവേകവും അനുവദിക്കുന്നത് മാത്രം ചെയ്യുക. വാക്കുകളെ മാത്രം വിശ്വസിക്കരുത്, കഠിനാധ്വാനത്തിൽ വിശ്വസിക്കുക. ഒരു ദിവസം നിങ്ങൾ തീർച്ചയായും വിജയിക്കും. സാധ്യമായതിൻ്റെയും അസാധ്യമായതിൻ്റെയും ഇടയിലുള്ള ദൂരം മനുഷ്യൻ്റെ ചിന്തയെയും പ്രവൃത്തിയെയുമാണ് ആശ്രയിച്ചിരിക്കുന്നത്. സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്നവർക്ക് ഒരിക്കലും ആരുടേതുമാകാൻ കഴിയില്ല. അത് സമയമായാലും മനുഷ്യനായാലും. ഒറ്റയ്ക്കിരുന്ന് കരയുന്നതും മരണത്തിന് തുല്യമാണ്. അവിടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മുടേതു മാത്രമായിരിക്കും. വേദനയ്ക്കും അതിൻ്റേതായ ഒരു ശൈലിയുണ്ട്. അത് സഹിക്കാൻ കഴിയുന്നവരോടാണ് അതിന് പ്രിയം. ഈ ലോകത്തിൻ്റെ തിരക്കുകളിൽ നാം എത്രമാത്രം കുടുങ്ങിയാലും നമ്മുടെ ഹൃദയത്തിലുള്ളവരെ നാം ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് എപ്പോഴും ഓർക്കുന്നത്. നിങ്ങളെ വേദനിപ്പിക്കുന്നവരോട് കുറച്ചൊക്കെ വിശ്വസ്തത കാണിക്കുക, എന്നിട്ട് അവരെ മറന്നേക്കുക. സത്യത്തെ സത്യമെന്നും നുണയെ നുണയെന്നും പറയാനുള്ള ധൈര്യം എനിക്കുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ശത്രുക്കൾ കൂടുതലും സുഹൃത്തുക്കൾ കുറവുമുള്ളത്. മനുഷ്യരല്ല, അവരുടെ സമയമാണ് സംസാരിക്കുന്നത്. സമയം മോശമാണെങ്കിൽ മനുഷ്യൻ എന്തു പറഞ്ഞാലും ആരും കേൾക്കില്ല. പലപ്പോഴും നമുക്ക് ഏറ്റവും വലിയ മുറിവുകൾ തരുന്നത് തുടക്കത്തിൽ വളരെ സ്നേഹത്തോടെ പെരുമാകുന്നവരാണ്. ഇനി എൻ്റെ ജീവിതത്തിൻ്റെ പഴയ പുസ്തകങ്ങൾ തുറക്കരുത്. ഞങ്ങൾ പണ്ടത്തെ ആളുകളല്ല. ഇപ്പോൾ ഞങ്ങൾ ആരാണെന്ന് ആർക്കും അറിയില്ല. തിടുക്കത്തിൽ കാണിക്കുന്ന വിശ്വാസവും അധ്വാനിക്കാതെ വയ്ക്കുന്ന പ്രതീക്ഷകളും, ഈ രണ്ടിൻ്റെയും ഫലം ചതി മാത്രമായിരിക്കും. നിങ്ങളുടെ പേരിൽ ആരെങ്കിലും എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചാൽ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ടതില്ല. കാരണം നിങ്ങളുടെ പേരിന് തീ പിടിച്ച സ്ഥലത്ത് നിന്ന് മാത്രമേ കിംവദന്തികൾ പറക്കുകയുള്ളൂ. ജയിച്ചതിന് ശേഷം ലോകം മുഴുവൻ നമ്മെ ചേർത്ത് പിടിക്കും. എന്നാൽ തോറ്റതിന് ശേഷവും ചേർത്ത് പിടിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ സ്വന്തമായുള്ളവർ. മറ്റുള്ളവരുടെ സഹായം മനുഷ്യനെ ശൂന്യനാക്കുന്നു, പ്രതീക്ഷകൾ ദുർബലനാക്കുന്നു. അതിനാൽ സ്വന്തം കരുത്തിൽ ജീവിക്കാൻ തുടങ്ങുക. നിങ്ങളെക്കാൾ നല്ലൊരു കൂട്ടുകാരനെയോ സഹയാത്രികനെയോ നിങ്ങൾക്ക് വേറെ എങ്ങും കിട്ടില്ല. ഹൃദയശുദ്ധിയുള്ളവരും സത്യം പറയുന്നവരും എപ്പോഴും ഒറ്റയ്ക്കായിരിക്കും. ആളുകളെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കരുത്, സ്വയം ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ആളുകൾ തനിയെ ഇംപ്രസ് ആയിക്കോളും. ഇതാണ് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം. കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കാൻ പഠിക്കുക. അപ്പോൾ സത്യവും നുണയും ശരിയും തെറ്റും സ്വന്തവും അന്യനും എല്ലാം നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. ജീവിതത്തിലെ ഓരോ കളിയും ജയിക്കണമെങ്കിൽ ശക്തിയേക്കാൾ കൂടുതൽ ബുദ്ധി ഉപയോഗിക്കാൻ പഠിക്കുക. കാരണം ശക്തി പോരാടാൻ പഠിപ്പിക്കുന്നു, ബുദ്ധി ജീവിക്കാൻ പഠിപ്പിക്കുന്നു. തലവരയുടെ കളികളും വിചിത്രമാണ്. ഒരിക്കലും സ്വന്തമാക്കാൻ കഴിയില്ലെന്ന് അറിയുന്നവരോടാണ് പ്രണയം തോന്നുക. അതിലൊരാൾക്ക് യാതൊരു വിഷമവും ഉണ്ടാകില്ല, എന്നാൽ മറ്റേയാൾ ജീവൻ കൊടുക്കാൻ വരെ തയ്യാറായിരിക്കും. ജീവിതത്തിൽ പ്രണയം നഷ്ടപ്പെട്ടാലും പ്രണയത്തിനു വേണ്ടി ഒരിക്കലും ജീവിതം നഷ്ടപ്പെടുത്തരുത്. പണ്ടൊക്കെ എല്ലാ കാര്യങ്ങൾക്കും വഴക്കിടുമായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ വളരെ സന്തോഷത്തോടെ തോൽവി സമ്മതിക്കും. ആളുകൾ അവരുടെ സ്ഥാനത്ത് തികച്ചും ശരിയാണ്. നമ്മളാണ് അവരെ ആവശ്യത്തിലധികം നല്ലവരും സ്വന്തവുമായി കാണുന്നത്. തലവരയിൽ എന്താണ് എഴുതി വെച്ചിരിക്കുന്നതെന്നറിയില്ല. ആഗ്രഹിക്കുന്നതെന്തും നമ്മിൽ നിന്ന് അകന്നു പോകുന്നു. നിങ്ങൾ ആരുടെയെങ്കിലുമൊക്കെ പുറകെ ഓടുന്നുണ്ടെങ്കിൽ ഒന്ന് മാറി നിന്ന് നോക്കൂ. സംസാരിക്കുക പോയിട്ട് അവർ നിങ്ങളെ ഓർക്കുക പോലുമില്ല. ഒരു വഴി കണ്ടുപിടിക്കാൻ എനിക്ക് കഴിയണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് നിന്നെ കാണാനും അതുപോലെ എന്നെ തന്നെ നിയന്ത്രിക്കാനും കഴിയണം. നുണകൾ മധുരമായി പറയാൻ ഞങ്ങൾ പഠിച്ചില്ല. കയ്പുള്ള സത്യങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു. ഈശ്വരൻ നിങ്ങൾക്കായി തുറന്ന വഴി ആർക്കും അടയ്ക്കാൻ കഴിയില്ല. കുട്ടിക്കാലത്തായിരുന്നു ശരിക്കും ഉറക്കം വന്നിരുന്നത്. ഇപ്പോൾ ഞങ്ങൾ വെറുതെ കിടന്നുറങ്ങുകയാണ്. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ആരാണെന്ന് നിങ്ങൾ അവരോട് തന്നെ പറഞ്ഞാൽ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകലാൻ തുടങ്ങും. ഞാൻ ഒരിക്കലും ആരെയും ഹൃദയത്തിൽ നിന്ന് അകറ്റിയിട്ടില്ല. എന്നെ മടുത്തവർ സ്വയം എന്നിൽ നിന്ന് അകന്നു പോയതാണ്. എല്ലാവരെയും സ്വന്തമാക്കി ഞാൻ നോക്കി, എന്നാൽ ആരും എന്നേക്കുമായി സ്വന്തമാകില്ല. സ്വപ്നങ്ങൾ തകരുകയും സ്വന്തക്കാരുപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ ഉറക്കഗുളികകൾക്ക് പോലും ഒരു ഫലവും ഉണ്ടാകില്ല. ചതിക്കപ്പെട്ടവർക്ക് കാലക്രമേണ സമാധാനം ലഭിക്കും, എന്നാൽ ചതിക്കുന്നവർക്ക് ഒരിക്കലും സമാധാനം ലഭിക്കില്ല. നിശബ്ദമായി പ്രണയിക്കുന്നവർ ജീവിതകാലം മുഴുവൻ വിശ്വസ്തരായിരിക്കും. ശത്രുക്കൾ വിജയിക്കുന്നത് അവരുടെ പിന്നിൽ നമ്മുടെ സ്വന്തക്കാരുടെ കൈകളുണ്ടാകുമ്പോഴാണ്. എനിക്ക് ആളുകളോട് ക്ഷമിക്കാനറിയാം, എന്നാൽ ഹൃദയത്തിൽ അവർക്ക് വീണ്ടും ഇടം നൽകാൻ എനിക്കറിയില്ല. ഞങ്ങൾ അപൂർണരായ മനുഷ്യരാണ്. ഞങ്ങളുടെ ഉറക്കവും സ്വപ്നങ്ങളും ഒരിക്കലും പൂർണ്ണമായിട്ടില്ല. നിങ്ങളൊന്ന് താഴെ വീണ് നോക്കൂ, ആരും പിടിച്ചെഴുന്നേൽപ്പിക്കാൻ വരില്ല. നിങ്ങളൊന്ന് മുകളിലേക്ക് പറക്കാൻ നോക്കൂ, നിങ്ങളെ താഴെയിടാൻ സ്വന്തക്കാർ തന്നെ ഓടിവരും. ബന്ധങ്ങൾ രക്തത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ബുദ്ധിമുട്ടുള്ള സമയത്ത് കൈ പിടിക്കുന്നതിനേക്കാൾ വലിയൊരു ബന്ധം വേറെയില്ല. അവരകന്നു പോകാൻ തീരുമാനിച്ചിരുന്നു. എനിക്കവരെ പറഞ്ഞു മനസ്സിലാക്കാൻ അറിയില്ലെന്ന് തോന്നി. മനുഷ്യരും അപാരം തന്നെ.
സിനിമയിലും സീരിയലിലുമൊക്കെ ആളുകളുടെ സങ്കടം കണ്ട് കരയുന്നവർ ജീവിതത്തിൽ ആളുകളുടെ വേദനകളെ വെറും ഡ്രാമയായി കാണുന്നു. പരിശുദ്ധി വെറുപ്പിൽ മാത്രമാണുള്ളത്. പ്രണയത്തിൽ ആളുകൾ വസ്ത്രം പോലും അഴിച്ചു മാറ്റുന്നു. എങ്ങനെയാണ് ആളുകൾക്ക് പലരോടും പ്രണയം തോന്നുന്നത്? എനിക്ക് അവൾക്ക് ശേഷം മറ്റൊരാളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. ബന്ധങ്ങൾക്ക് സമയം മാത്രമല്ല, പരസ്പര ധാരണയും ആവശ്യമാണ്. പ്രണയത്തിൽ ഞങ്ങൾ തോറ്റത് നീ എൻ്റേതു മാത്രമാണെന്ന് പറഞ്ഞവരോട് മാത്രമാണ്. തമാശയുടെ രൂപത്തിൽ ആളുകൾ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നു. നമ്മെ ആശ്വസിപ്പിക്കാൻ ആരുമില്ലെങ്കിൽ സാഹചര്യങ്ങൾ നമ്മെ പുഞ്ചിരിക്കാൻ പഠിപ്പിക്കും. നിങ്ങളുടെ വിജയത്തിന് പിന്നിലെ ഏറ്റവും വലിയ പങ്ക് മറ്റാരുടെയുമല്ല, നിങ്ങളുടെ മോശം സമയത്തിൻ്റേതാണ്. അന്ധമായ ഒരാളെ വിശ്വസിച്ചിട്ട് നമ്മൾ ശരിക്കും അന്ധരായിരുന്നു എന്ന് അവർ നമ്മെ മനസ്സിലാക്കി തരുമ്പോൾ വളരെ വലിയ വേദന തോന്നും. ചിന്തകൾ മനോഹരമാണെങ്കിൽ എല്ലാം മനോഹരമായി കാണാൻ കഴിയും. കഴിഞ്ഞുപോയ കാര്യങ്ങൾ തിരിഞ്ഞു നോക്കരുത്, അല്ലെങ്കിൽ വരാനിരിക്കുന്ന നല്ല കാര്യങ്ങളും നിങ്ങൾക്ക് നഷ്ടമാകും. ശരീരം സുന്ദരമായാലും അല്ലെങ്കിലും വാക്കുകൾ തീർച്ചയായും സുന്ദരമായിരിക്കണം. കാരണം ആളുകൾ മുഖങ്ങൾ മറക്കും, എന്നാൽ വാക്കുകൾ ഒരിക്കലും മറക്കില്ല. ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ മനുഷ്യൻ ഒറ്റയ്ക്കാകും, എന്നാൽ അപ്പോഴാണ് അവൻ ശക്തനാകാൻ പഠിക്കുന്നത്. ആരെങ്കിലും പിണക്കത്തിലാണെങ്കിൽ അങ്ങനെ തന്നെ നിൽക്കട്ടെ. ആരുടെയും കാലു പിടിച്ച് ജീവിക്കാൻ ഞങ്ങൾക്കറിയില്ല. കള്ളസത്യങ്ങൾ പറഞ്ഞാൽ മനുഷ്യർ മരിക്കില്ല, പക്ഷേ വിശ്വാസം തീർച്ചയായും മരിക്കും. മറ്റുള്ളവർക്ക് വിഷമമാകുമോ എന്ന് നിങ്ങൾ എപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്നാൽ നിങ്ങളുടെ ഈ ചിന്ത നിങ്ങൾക്ക് തന്നെ വിഷമമാകുമെന്ന് ആരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പലപ്പോഴും തമാശയുടെ രൂപത്തിൽ ആളുകൾ തങ്ങളുടെ ഉള്ളിലുള്ളത് തുറന്നു പറയുന്നു. നിങ്ങളുടെ ആ വാക്ക് വളരെ ശരിയാണ്. ബന്ധങ്ങൾ ഇരുവശത്ത് നിന്ന് നിലനിർത്തണം, അല്ലാതെ ഒരു വശത്ത് നിന്ന് മാത്രമല്ല. സമയത്തിനനുസരിച്ച് എല്ലാറ്റിൻ്റെയും വില മനസ്സിലാകും. ഗതികേട് കൊണ്ടുണ്ടാക്കിയ ബന്ധങ്ങൾ ഒരിക്കലും അധികകാലം നിലനിൽക്കില്ല. താൻ ഒരാളുടെ ജീവിതത്തിൽ വെറുമൊരു ഭാരമായി മാറിയെന്നൊരാൾക്ക് തോന്നിയാൽ യാതൊരു ശബ്ദവുമില്ലാതെ ആ ബന്ധത്തിൽ നിന്ന് പിന്മാറുന്നതാണ് നല്ലത്. കാരണം പ്രണയത്തിന് വേർപാട് സഹിക്കാൻ കഴിയും, എന്നാൽ അപമാനം സഹിക്കാൻ കഴിയില്ല. വേദനയും അത് സഹിക്കാൻ കഴിവുള്ളവരെയാണ് ഇഷ്ടപ്പെടുന്നത്. ഇന്നത്തെ കാലത്ത് ചിലർ ബന്ധങ്ങൾ നിലനിർത്താൻ സത്യസന്ധതയോടെ തന്നെ വഞ്ചന കാണിക്കുന്നു. പ്രായം വർഷങ്ങളെ അടിസ്ഥാനമാക്കിയല്ല, മറിച്ച് അനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ചിലപ്പോൾ യുവാക്കൾക്ക് പോലും തങ്ങൾ വളരെ പഴയതാണെന്ന് തോന്നിപ്പോകും. ഇന്നത്തെ കാലത്ത് എല്ലാവരും കോമ്പറ്റീഷനിലാണ്. നിങ്ങൾ നിങ്ങളുടെ ദുഃഖം ആരോടെങ്കിലും പറഞ്ഞാൽ അവർ നിങ്ങളെക്കാൾ വലിയ അവരുടെ ദുഃഖം പറയാൻ തുടങ്ങും. യഥാർത്ഥ ബന്ധങ്ങളെ സമയത്തേക്കാൾ കൂടുതൽ വിലമതിക്കണം. നിങ്ങളുടെ യഥാർത്ഥ വില അറിയുന്നവർക്ക് മാത്രം പ്രാധാന്യം നൽകുക. ബന്ധങ്ങൾ മാറുന്നത് സ്വാഭാവികമാണ്. സമയത്തിനനുസരിച്ച് നിങ്ങളുടെ മുഖവും മാറുമല്ലോ. നിരപരാധിയായിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് വലിയൊരു തെറ്റായി മാറിയിരിക്കുന്നു. ബന്ധങ്ങളുടെ കഥ ഇത്രമാത്രം. നല്ല സമയത്ത് നിങ്ങളുടെ ഗുണങ്ങളും മോശം സമയത്ത് നിങ്ങളുടെ കുറവുകളും അവരെണ്ണി പറയുന്നു. ബന്ധങ്ങളുടെ യഥാർത്ഥ മുഖം ദൂരങ്ങളിലാണ് അറിയുന്നത്. കാരണം അടുത്തായിരിക്കുമ്പോൾ എല്ലാവരും വിശ്വസ്തരായി തോന്നും. നിങ്ങളുടെ നന്മ അവരുടെ എന്തെങ്കിലും സ്വാർത്ഥതയ്ക്ക് തടസ്സമാകുമ്പോഴാണ് പലപ്പോഴും ആളുകൾ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നത്. പ്രണയത്തിലെ ചതി മനുഷ്യനെ ശത്രുതയേക്കാൾ ക്രൂരനാക്കുന്നു. സംതൃപ്തിയാണ് യഥാർത്ഥ സമ്പത്ത്. സ്വന്തമായുള്ള കാര്യങ്ങളിൽ സംതൃപ്തനായവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ. മോശം മനുഷ്യർക്കിടയിൽ അകപ്പെടുന്നത് ചിലപ്പോൾ മനുഷ്യനെ മോശക്കാരനാക്കുന്നു. ബന്ധങ്ങൾ നിലനിർത്താൻ സ്വന്തം സന്തോഷങ്ങൾ മാറ്റിവെച്ചിരുന്ന ആ പഴയ കാലമൊക്കെ പോയി. ഇപ്പോൾ സ്വന്തം സന്തോഷത്തിനു വേണ്ടി ബന്ധങ്ങൾ വരെ ഇല്ലാതാക്കാൻ ആളുകൾക്ക് മടിയില്ല. ധൈര്യം കാണിച്ചാൽ ഭയപ്പെടുത്തുന്നവർ പോലും പിന്നോട്ട് മാറും. ആരോടും ഒരു പരാതിയുമില്ലാത്തൊരു കാലം ജീവിതത്തിൽ വരും. എല്ലാവരെയും സഹായിക്കുന്നവനാണ് പലപ്പോഴും സ്വന്തം മോശം സമയത്ത് ഒറ്റപ്പെട്ടു പോകുന്നത്. ഒരാൾ എത്ര വലിയ ആളായാലും പ്രകൃതി ഒരിക്കലും ആർക്കും വലിയവനാകാൻ അവസരം നൽകില്ല. റേസിൽ ജയിക്കുന്ന കുതിരയ്ക്ക് വിജയം എന്താണെന്നറിയില്ല. തൻ്റെ ഉടമസ്ഥൻ നൽകുന്ന വേദന കാരണമാണ് അത് ഓടുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഉടമസ്ഥനായ ദൈവം നിങ്ങൾ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. 3 സുവർണ കാര്യങ്ങൾ. 1. നിങ്ങൾ സ്നേഹിക്കുന്നവരോട് തീർച്ചയായും മാപ്പ് ചോദിക്കുക. 2. നിങ്ങളെ സ്നേഹിക്കുന്നവരെ ഒരിക്കലും ഉപേക്ഷിക്കാതിരിക്കുക. 3. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞാലും നിങ്ങളുടെ ഏറ്റവും വലിയ ദൗർബല്യം ആരോടും പറയരുത്. കാരണം മനുഷ്യരുടെ സ്വഭാവം എപ്പോൾ വേണമെങ്കിലും മാറാം. ചില നിമിഷങ്ങൾ മാത്രമേ നിലനിൽക്കൂ, എന്നാൽ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ജീവിതത്തിലെല്ലാം സംഭവിക്കുന്നത് ഒരു കാരണത്താലാണ്. തെറ്റുകൾ സംഭവിക്കുന്നത് ശരിയുടെ വില നമ്മെ മനസ്സിലാക്കിക്കാനാണ്. ഒരു മനുഷ്യനെ മനസ്സിലാക്കണമെങ്കിൽ അവനോട് എന്തെങ്കിലും ഉപദേശം ചോദിക്കുക. അവൻ നൽകുന്ന ഉപദേശം അവൻ്റെ സ്വഭാവം എങ്ങനെയുള്ളതാണെന്ന് വ്യക്തപ്പെടുത്തി തരും. മനുഷ്യൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും 2 കാരണങ്ങളാണുള്ളത്. തലവരേക്കാൾ കൂടുതൽ അവൻ ആഗ്രഹിക്കുന്നു, അതുപോലെ സമയത്തിന് മുമ്പ് ആഗ്രഹിക്കുന്നു. നാം പണക്കാരനാണോ ദരിദ്രനാണോ എന്നത് പ്രശ്നമല്ല. ഹൃദയത്തിൽ എന്തെങ്കിലും നൽകാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ഒരു പുഞ്ചിരി തന്നെ പലർക്കും സന്തോഷത്തിന് കാരണമാകും.
നിങ്ങൾ ചിരിക്കുകയും കുടുങ്ങുകയും പശ്ചാത്തപിക്കുകയും ഒടുവിൽ പിരിഞ്ഞു പോകുകയും ചെയ്യുന്ന ഒന്നാണ് ദേഷ്യം. ദേഷ്യത്തിന് അതിൻ്റേതായൊരു വലിയ കുടുംബമുണ്ട്. ദേഷ്യത്തിൻ്റെ സഹോദരിയാണ് വാശി, ദേഷ്യത്തിൻ്റെ ഭാര്യയാണ് അക്രമം, ദേഷ്യത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ പേരാണ് അഹങ്കാരം, ദേഷ്യത്തിൻ്റെ അമ്മയാണ് അവഗണന, അച്ഛൻ്റെ പേരാണ് ഭയം. പരദൂഷണവും കുറ്റം പറയലും ദേഷ്യത്തിൻ്റെ പെൺമക്കളാണ്. ഒന്ന് വായുടെ അടുത്തും മറ്റൊന്ന് ചെവിയുടെ അടുത്തും നിൽക്കുന്നു. അസൂയ ഈ കുടുംബത്തിലെ മരുമകളും വെറുപ്പ് മൂക്കിൻ്റെ തുമ്പത്ത് നിൽക്കുന്ന പേരക്കുട്ടിയുമാണ്. ദേഷ്യത്തിൻ്റെ ഈ വലിയ കുടുംബത്തിൽ നിന്ന് എപ്പോഴും അകലം പാലിക്കുക. ചിലപ്പോഴൊക്കെ ആരെങ്കിലും നമ്മുടെ അടുത്ത് വന്ന് തോളിൽ കൈവച്ച് യാതൊരു ചോദ്യങ്ങളുമില്ലാതെ മിണ്ടാതിരിക്കാൻ നാം ആഗ്രഹിച്ചു പോകും. മാതാപിതാക്കൾക്കല്ലാതെ മറ്റാർക്കാണിത് ചെയ്യാൻ കഴിയുക? മക്കൾ ഉപേക്ഷിച്ചു പോയാലും മാതാപിതാക്കൾ ഒരിക്കലും ഉപേക്ഷിക്കില്ലെന്നത് സത്യമാണ്. കുട്ടിക്കാലത്ത് അമ്പലങ്ങളിലെ തിരക്ക് കാരണം ദൈവത്തെ കാണാൻ കഴിയാതിരുന്നപ്പോൾ അച്ഛൻ എന്നെ തോളിലേറ്റി ദർശനം നടത്തി തരുമായിരുന്നു. തോളിലേറ്റി നിൽക്കുന്ന ആ അച്ഛനാണ് യഥാർത്ഥ ദൈവമെന്ന് അന്ന് എനിക്കറിയില്ലായിരുന്നു. നിങ്ങൾ എത്ര വലിയവനാണെന്ന് തീരുമാനിക്കുന്നത് പണമല്ല, മറിച്ച് നിങ്ങളുടെ ചിന്തകളും പെരുമാറ്റവുമാണ്. എന്ത് സംഭവിച്ചാലും നല്ലതേ സംഭവിക്കൂ. കുറച്ച് വൈകിയാലും അത് നല്ലതായിരിക്കും. എല്ലാവരെയും ശ്രദ്ധിക്കുക, ഒപ്പം നിങ്ങളെ തന്നെയും ശ്രദ്ധിക്കുക. എപ്പോഴും പുഞ്ചിരിക്കുക, ചിലപ്പോൾ നിങ്ങൾക്കും ചിലപ്പോൾ മറ്റുള്ളവർക്കും വേണ്ടി. സങ്കടങ്ങളുടെ ഇരുട്ട് അധിക നേരം നീണ്ടു നിൽക്കില്ല. സന്തോഷത്തിൻ്റെ വെളിച്ചം ഈ ഇരുട്ടിനെ ഉടൻ ഇല്ലാതാക്കും. നിങ്ങൾ ധൈര്യം കൈവിടാതിരിക്കുകയും ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുക എന്നത് മാത്രമാണ് ഇതിനുള്ള ഏക നിബന്ധന. നിങ്ങൾ സന്തോഷമായിരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് നിർത്താനും നിങ്ങളുടെ നിയന്ത്രണത്തിൽ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ ഉപേക്ഷിക്കാനും ശ്രീകൃഷ്ണൻ പറയുന്നു. ഇതൊരു സ്വാർത്ഥമായ ലോകമാണ്. ഇവിടെ ആരും ആരുടേതുമല്ല. അപരിചിതരുടെ കാര്യം അവിടെ നിൽക്കട്ടെ, സ്വന്തം ആളുകൾ പോലും ഇവിടെ സ്വന്തമല്ല. നാം ഒരു സ്വപ്നം കാണുമ്പോൾ നമ്മുടെ സ്വന്തം ആളുകൾ തന്നെ അത് തകർക്കുന്നു. ജീവിതയാത്രയിൽ കൂടെ നടക്കുന്നവർ പാതി വഴിയിൽ നമ്മെ ഉപേക്ഷിച്ചു പോകുന്നു. ഈ ആളുകളെല്ലാം സന്തോഷങ്ങളിൽ തങ്ങളുടെ പങ്ക് ചോദിച്ചു വാങ്ങുന്നു, എന്നാൽ ദുഃഖങ്ങളിൽ എവിടേക്കാണ് മറയുന്നതെന്നറിയില്ല. സ്വാർത്ഥമായ ഈ ലോകത്ത് ആർക്കാണാരുള്ളത്? വിശ്വാസമുള്ളവർ തന്നെയാണ് പലപ്പോഴും ചതിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ആരും സ്വന്തമല്ല. എന്തെങ്കിലും ആവശ്യമുള്ളിടത്തോളം കാലം മാത്രമേ ആളുകൾ കൂടെയുണ്ടാകൂ. നിങ്ങളുടെ മോശ സമയത്താണ് ശരിക്കും നിങ്ങളുടെ സ്വന്തം ആരൊക്കെയാണെന്നും അന്യരാരൊക്കെയാണെന്നും നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. മനുഷ്യർ തെറ്റുകൾ ചെയ്തിട്ടല്ല വിഷമിക്കുന്നത്, മറിച്ച് ആ തെറ്റുകളെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിച്ചിട്ടാണെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു. കർമ്മത്തെ മനസ്സിലാക്കുന്നവന് ധർമ്മത്തെ മനസ്സിലാക്കേണ്ട കാര്യമില്ല. ശരീരമല്ല, ചിന്തകളാണ് പാപം ചെയ്യുന്നത്. ഗംഗാജലം ശരീരത്തെയാണ് കഴുകുന്നത്, ചിന്തകളെയല്ല. മനുഷ്യൻ തെറ്റുകൾ ചെയ്താണ് പഠിക്കുന്നതെന്നത് സത്യമാണ്. എന്നാൽ അതിനർത്ഥം ജീവിതകാലം മുഴുവൻ തെറ്റുകൾ ചെയ്ത് ഞങ്ങൾ പഠിക്കുകയാണെന്ന് പറയുന്നതല്ല. ക്ഷമിക്കാൻ പഠിക്കുക. കാരണം നമ്മളും ദൈവത്തിൽ നിന്ന് ഇതാണ് പ്രതീക്ഷിക്കുന്നത്. സംഭവിച്ചതെല്ലാം നല്ലതിനാണ്, ഇനി സംഭവിക്കാൻ പോകുന്നതും നല്ലതിനാണെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു. നിങ്ങളെ എന്നിൽ സമർപ്പിക്കുക. നിങ്ങളുടെ കർമ്മങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അല്ലാതെ ഫലങ്ങളിലല്ല. ഒരിക്കൽ അർജുനൻ ഭഗവാൻ ശ്രീകൃഷ്ണനോട് ചോദിച്ചു, പ്രഭു, നിശബ്ദതയും പുഞ്ചിരിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു, നിശബ്ദതയും പുഞ്ചിരിയും വളരെ ശക്തമായ ആയുധങ്ങളാണ്. പുഞ്ചിരി കൊണ്ട് പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയും. നിശബ്ദത കൊണ്ട് പല പ്രശ്നങ്ങളും ഒഴിവാക്കാൻ കഴിയും. ഓർക്കുക, സമയം ഒരിക്കലും നിൽക്കില്ല. ഇന്ന് മോശമാണെങ്കിൽ നാളെ തീർച്ചയായും നല്ലതാകും. നിങ്ങൾ നിസ്വാർത്ഥമായി കർമ്മം ചെയ്യുക. അത് മാത്രമാണ് നിങ്ങളുടെ കൈകളിലുള്ളത്. നിങ്ങളുടെ അച്ഛൻ നൽകിയ ഉപദേശങ്ങൾ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് ജീവിതത്തിൽ എപ്പോഴും ഓർക്കുക. അതിനാൽ അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ ജീവിതത്തിലെ ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും. ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു, നിങ്ങൾ ആഗ്രഹിക്കുന്നതാണ് നിങ്ങൾ ചെയ്യുന്നത്, എന്നാൽ ഞാൻ ആഗ്രഹിക്കുന്നതാണ് അവിടെ സംഭവിക്കുന്നത്. അതിനാൽ ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ചെയ്യുക, അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് സംഭവിക്കും. ദൈവം ഒരിക്കലും നമ്മെ ശിക്ഷിക്കില്ല. നമ്മുടെ കർമ്മങ്ങൾ തന്നെയാണ് നമ്മെ ശിക്ഷിക്കുന്നത്. അതിനാൽ കർമ്മങ്ങൾ വളരെ സൂക്ഷിച്ച് ചെയ്യുക. തിന്മ ചെറുതായാലും വലുതായാലും അത് നാശത്തിന് കാരണമാകുന്നു. കാരണം വള്ളത്തിലെ ദ്വാരം ചെറുതായാലും വലുതായാലും അത് വള്ളം മുക്കും. വിശ്വാസത്തോടെ നിരന്തരം ചിന്തിച്ചാൽ ഒരാൾക്ക് താൻ ആഗ്രഹിക്കുന്നത് എന്തുമാകാൻ കഴിയും. സമയം വരുമ്പോൾ എല്ലാവർക്കും എല്ലാം ലഭിക്കും. എന്നാൽ സമയത്തിന് മുമ്പ് ആഗ്രഹിക്കുന്നത് ദുഃഖത്തിന് കാരണമാകുന്നു. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ആത്മവിശ്വാസത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും കരുത്തിൽ സ്വന്തം തലവര മാറ്റിയെഴുതാം. ദൈവത്തിൽ മനസ്സർപ്പിച്ചവന് ജീവിതത്തെക്കുറിച്ച് യാതൊരു ഉത്കണ്ഠയുമില്ല. ജീവിതത്തിൽ എന്ത് ലഭിച്ചുവെന്നും എന്ത് നഷ്ടപ്പെട്ടു എന്നുമുള്ളതൊക്കെ ഭക്തിക്ക് മുന്നിൽ വളരെ ചെറുതായി പോകുന്നു. ഭക്തി എന്നത് നേടേണ്ട ഒന്നല്ല, അതൊരു സമ്മാനമാണ്. പ്രാർത്ഥന ദൈവത്തെ മാറ്റില്ല, എന്നാൽ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവനെ അത് തീർച്ചയായും മാറ്റും. ശ്രദ്ധയില്ലാത്ത മനസ്സിനുടമയായ ഒരാളെ മരണം കൊണ്ടുപോകുന്നത് പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിൽ ഗ്രാമവാസികൾ ഒഴുകിപ്പോകുന്നതിന് തുല്യമാണ്. നോക്കുമ്പോൾ നോക്കുക മാത്രം ചെയ്യുക, കേൾക്കുമ്പോൾ കേൾക്കുക മാത്രം ചെയ്യുക, അനുഭവിക്കുമ്പോൾ അനുഭവിക്കുക മാത്രം ചെയ്യുക, ചിന്തിക്കുമ്പോൾ ചിന്തിക്കുക മാത്രം ചെയ്യുക. ഇതാണ് യഥാർത്ഥ കർമ്മം. നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം കണ്ടെത്തുക എന്നതാണ്. അത് കണ്ടെത്തുക, എന്നിട്ട് അതിൽ പൂർണ്ണമായി മുഴുകുക. ഇതാണ് വിജയത്തിലേക്കുള്ള വഴി. പ്രതികൂല സാഹചര്യങ്ങളിൽ ധൈര്യം ചോർന്നു പോകുകയും ഭയപ്പെടുകയും ചെയ്യുന്നതുകൊണ്ടാണ് ലോകത്തിലെ ഭൂരിഭാഗം ആളുകളും പരാജയപ്പെടുന്നത്.
ഏത് തരത്തിലുള്ള ചിന്തകളാണോ നാം പ്രപഞ്ചത്തിലേക്ക് വിടുന്നത്, അതേ തരത്തിലുള്ള ഊർജം നമുക്ക് തിരികെ ലഭിക്കുമെന്നതാണ് ലോകത്തിൻ്റെ നിയമം. അതിനാൽ നല്ല ചിന്തകൾ ഉണ്ടായിരിക്കേണ്ടത് നിർബന്ധമാണ്. എങ്കിൽ മാത്രമേ വഴികൾ എളുപ്പമാകൂ. മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. മറ്റുള്ളവരുടെ കണ്ണിൽ നല്ലവനാകാനും ശ്രമിക്കരുത്. നാം ഒറ്റയ്ക്കാണ് വന്നത്, ഒറ്റയ്ക്ക് തന്നെ പോകും. നാം ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ചുള്ള ഫലം നമുക്ക് ലഭിക്കും. കഴിഞ്ഞുപോയ കാര്യങ്ങൾ മറന്നേക്കൂ എന്ന് ശ്രീകൃഷ്ണൻ പറയുന്നു. നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യത്തിൽ വിശ്വസിക്കുക. ഇനി സംഭവിക്കാനിരിക്കുന്നതിനെക്കുറിച്ചുള്ള ചിന്തകൾ ഉപേക്ഷിക്കുക. നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങൾ മാത്രം ചെയ്യുക. ഫലം നൽകുന്നത് കാലത്തിൻ്റെ കടമയാണ്. മനുഷ്യൻ ഒറ്റയ്ക്കാണ് പാപം ചെയ്യുന്നത്. എന്നാൽ ഒരുപാട് പേർ അത് ആസ്വദിക്കുന്നു. ആസ്വദിക്കുന്നവർ രക്ഷപ്പെടുന്നു. എന്നാൽ പാപം ചെയ്യുന്നവൻ കുറ്റക്കാരനാകുന്നു. ജീവിതത്തിലെ ദുഃഖകരവും മാറ്റാൻ കഴിയാത്തതുമായ കാര്യങ്ങളെ വലുതാക്കി കാണുക. സത്യം എപ്പോഴും ശുഭകരമായിരിക്കില്ലെന്നും നുണ എപ്പോഴും അശുഭകരമായിരിക്കില്ലെന്നും ഓർക്കുക. നുണയും സത്യവും തീരുമാനിക്കപ്പെടുന്നത് നിങ്ങൾ എന്തു പറഞ്ഞു എന്നതിനെ അടിസ്ഥാനമാക്കിയല്ല, മറിച്ച് നിങ്ങളത് എന്തിനു പറഞ്ഞു എന്നതിനെ അടിസ്ഥാനമാക്കിയാണെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ ജീവിതത്തിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. സുഖവും ദുഃഖവും അവരവരുടെ തലവര പോലെയാണ് കിട്ടുന്നത്. പണക്കാരനാണോ പാവപ്പെട്ടവനാണോ എന്നതുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. കരയുന്നവർ കൊട്ടാരങ്ങളിലും കരയുന്നു. എന്നാൽ തലവരയിൽ സന്തോഷമുണ്ടെങ്കിൽ കുടിസലുകളിലും ചിരിമുഴങ്ങും. ഒരാളുടെ ഓർമ്മകളിൽ ശ്വാസം മുട്ടി മരിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിക്കുന്നതാണ്. ഒരിക്കൽ നിങ്ങളെ ഉപേക്ഷിച്ചു പോയവർ പശ്ചാത്തപിക്കുന്ന തരത്തിൽ വലിയവനാകുക. വിജയിച്ച വ്യക്തിയുടെ തിളക്കം എല്ലാവരും കാണുന്നു. എന്നാൽ അവൻ എത്ര ഇരുട്ടുകൾ താണ്ടിയാണ് വന്നതെന്ന് ആർക്കും അറിയില്ല. സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്നില്ലെങ്കിൽ വഴികൾ മാറ്റുക, ലക്ഷ്യങ്ങളല്ല. കാരണം മരങ്ങൾ എപ്പോഴും ഇലകളാണ് മാറ്റുന്നത്, വേരുകളല്ല. തല മൊട്ടയടിക്കുന്നത് കൊണ്ടോ കുടുംബം കൊണ്ടോ ജാതി കൊണ്ടോ ആരും പുണ്യവാളനാകുന്നില്ല. സത്യവും വിവേകവുമുള്ളവനാണ് യഥാർത്ഥത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവനും പുണ്യവാളനും. വേദന ഉറപ്പാണ്, അത് നിങ്ങളുടെ കൈകളിലല്ല. എന്നാൽ ദുഃഖിക്കണമോ വേണ്ടയോ എന്നത് നിങ്ങളുടെ തീരുമാനമാണ്. ആരോഗ്യം ഏറ്റവും വലിയ സമ്മാനമാണ്. സംതൃപ്തി ഏറ്റവും വലിയ സമ്പത്താണ്. നല്ല ചിന്തകൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സുഹൃത്തുക്കളുമാണ്. മനസ്സ് തന്നെയാണെല്ലാം. നാം എന്താണോ ചിന്തിക്കുന്നത് നാം അതായി മാറുന്നു. ആത്മീയ പാതയിൽ നടക്കാൻ നിങ്ങൾക്ക് കൂട്ടായി ആരുമില്ലെങ്കിൽ ഒറ്റയ്ക്ക് നടക്കുക. ലോകത്തിലെ മറ്റേതൊരു വ്യക്തിയെയും പോലെ സ്നേഹത്തിനും വാത്സല്യത്തിനും നിങ്ങളും അർഹരാണ്. എല്ലാ തിന്മകളിൽ നിന്നും അകന്നു നിൽക്കാൻ നന്മയെ വളർത്തുക. മനസ്സിൽ നല്ല ചിന്തകൾ സൂക്ഷിക്കുക. കഴിഞ്ഞ സമയം കഴിഞ്ഞുപോയി. ഭാവി ഇനിയും ഒരുപാട് ദൂരെയാണ്. നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരേയൊരു സമയം ഈ വർത്തമാനകാലം മാത്രമാണ്. നിശബ്ദത പാലിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. എന്നാൽ നിങ്ങളുടെ അസ്തിത്വത്തെ തന്നെ ഇല്ലാതാക്കുന്ന നിശബ്ദത കൊണ്ട് എന്തു പ്രയോജനമാണുള്ളത്? നിശബ്ദത നിങ്ങളുടെ ശക്തിയുമാണ്, ബലഹീനതയുമാണ്. എപ്പോൾ നിശബ്ദനാകണമെന്നും എപ്പോൾ സംസാരിക്കണമെന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം. യാതൊരു ചിലവുമില്ലാത്ത ഒന്നാണെങ്കിലും ഈ ഭൂമിയിലെ ഏറ്റവും വിലയേറിയ സുഖമാണ് പ്രണയം. ആരെങ്കിലും എന്നെക്കുറിച്ച് മോശമായി പറഞ്ഞാൽ അവരോട് ചോദിക്കുക, എന്നെ ശരിക്കറിയാഞ്ഞിട്ടാണോ അതോ വെറുതെ മനസ്സിൻ്റെ ഭാരം തുറയ്ക്കാൻ പറയുന്നതാണോ എന്ന്. കാണിക്കുന്ന കാര്യങ്ങൾ മാത്രം നോക്കരുത്, എന്ത് മറച്ചു വെക്കുന്നുവെന്നും നോക്കുക. വെള്ളത്തിനല്ല ദാഹത്തിനാണ് വില, മരണത്തിനല്ല ശ്വാസത്തിനാണ് വില. ഈ ലോകത്ത് ഒരുപാട് പേർ പ്രണയിക്കുന്നുണ്ട്. എന്നാൽ പ്രണയത്തിനല്ല വിശ്വാസത്തിനാണ് വില. പണമല്ലാതെ മറ്റൊന്നുമില്ലാത്ത ചില പാവപ്പെട്ടവരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഉപദേശങ്ങൾ മൊത്തവ്യാപാരമായും സഹായങ്ങൾ പലിശയ്ക്കും കിട്ടുന്ന ഒരു വലിയ മാർക്കറ്റാണ് സമൂഹം. ലോകത്തെല്ലാവർക്കും തുല്യമായി കിട്ടുന്ന ഒരേയൊരു കാര്യം സമയം മാത്രമാണ്. ചിരിക്കൂ, പുഞ്ചിരിക്കൂ, കരയുന്നത് കുറയ്ക്കൂ. നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ട്, അതുകൊണ്ട് ഈ ജീവിതത്തെ ഒന്ന് ഞെട്ടിച്ചേക്കൂ. കടകളിൽ കിട്ടുന്ന വിഷം വ്യാജമായിരിക്കാം, പക്ഷേ പലരുടെയും നാവിൽ നിന്ന് വരുന്ന വിഷം തികച്ചും ഒറിജിനലാണ്. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക. ഒരു ദിവസം ജീവിതം പോലും നിങ്ങളെ ബുദ്ധിമുട്ടിച്ച് ക്ഷീണിച്ചു പോകും. മനസ്സ് മടുത്താൽ ഏറ്റവും മികച്ചതുപോലും വെറുപ്പാവും. ഒരിക്കലും ഉണങ്ങാത്ത മുറിവിൻ്റെ പേരാണ് സ്നേഹം. മനുഷ്യൻ്റെ ഏറ്റവും യഥാർത്ഥ കൂട്ടുകാരൻ അവൻ്റെ ആരോഗ്യമാണ്. ആരോഗ്യം നഷ്ടപ്പെടുന്ന ദിവസം മനുഷ്യൻ എല്ലാ ബന്ധങ്ങൾക്കും ഒരു ഭാരമായി മാറുന്നു. സ്വന്തമായി സമയം നൽകുക. നമ്മുടെ ആദ്യത്തെ ആവശ്യം നാം തന്നെയാണ്. പശ്ചാത്തപിക്കാൻ ജീവിതം മുഴുവൻ ബാക്കിയുണ്ട്. ഈ നിമിഷം മനോഹരമാക്കുക. ഇതാണ് ജീവിതം മാറ്റാനുള്ള സമയം. വിളക്കും തിരിയും അവരവരുടെ സ്ഥാനത്ത് ശരിയാണ്. തീ കൊളുത്തുന്നത് വേറെ ആരോ ആണ്. വലിയ കാര്യങ്ങൾ സംസാരിക്കുന്നതിലൂടെയല്ല, ചെറിയ വികാരങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെയാണ് ബന്ധങ്ങൾ ആഴമുള്ളതാകുന്നത്. ഈ കടന്നു പോകുന്നത് വെറുമൊരു സമയമല്ല, ജീവിതമാണ്. ഓപ്പൺ, ക്ലോസ് എന്നിവ വിപരീത പദങ്ങളാണ്. എന്നാൽ എത്ര വിചിത്രമാണല്ലേ, നമ്മളോട് വളരെ ക്ലോസ് ആയിട്ടുള്ളവരോട് മാത്രമാണ് നമ്മുടെ മനസ്സ് എപ്പോഴും ഓപ്പൺ ആകുന്നത്. എനിക്കെപ്പോഴും ഒരു സംശയമുണ്ട്, ആരാണ് കൂടുതൽ സന്തോഷവാൻ?
സ്വർണമാല സ്വർണ്ണ ചെയിൻ ഇട്ടവനാണോ അതോ സമാധാനത്തോടെ ചെയിനോടെ ഉറങ്ങുന്നവനാണോ എന്ന്. വലിയൊരു മനസ്സിനുടമയാകുക, ആളുകളോട് ക്ഷമിക്കുക, എന്നാൽ വീണ്ടും അവരെ വിശ്വസിക്കാതിരിക്കാനുള്ള വിവേകം എപ്പോഴും ഉണ്ടായിരിക്കണം. മോശം ശീലങ്ങൾ സമയത്തിന് മാറ്റിയില്ലെങ്കിൽ അവ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമയം മാറ്റും. സ്വന്തം വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കുന്നതിലുള്ള സന്തോഷം മറ്റൊരാളുടെ നിഴലാകുന്നതിലില്ല. നമ്മോട് എങ്ങനെയുണ്ട് എന്ന് സ്വന്തക്കാർ ചോദിക്കുമ്പോൾ ആ നിമിഷം തന്നെ മൈലുകളോളം നീണ്ട യാത്ര വെറുതെ ആയിപ്പോയി. ആരുടെയെങ്കിലും വരവോ പോക്കോ ജീവിതത്തെ തടഞ്ഞു നിർത്തില്ല. ജീവിക്കുന്ന രീതി മാറുമെന്നത് മാത്രമാണ് സത്യം. ജീവിതയാത്രയിൽ ഞാൻ പഠിച്ച പാഠം ഇതാണ്: സഹായിക്കാൻ ചിലർ മാത്രമേ ഉണ്ടാകൂ, എന്നാൽ തള്ളിയിടാൻ എല്ലാവരും തയ്യാറായിരിക്കും. ഈ ജീവിതത്തിൽ ആരും ആരുടേതുമല്ല. നമ്മുടേതായി ആരെങ്കിലും ഉണ്ടെന്ന് നാം ചിന്തിക്കുന്നു, എന്നാൽ സമയം വരുമ്പോൾ അവരും നമ്മുടേതല്ല എന്ന് മനസ്സിലാകും. ജീവിതത്തിലെ വേഷങ്ങൾ അഭിനയിച്ചു തീർക്കാൻ അത്ര എളുപ്പമല്ല. ബന്ധങ്ങൾ കൂട്ടിയിണക്കാൻ മനുഷ്യൻ പലപ്പോഴും ചിതറിപ്പോകേണ്ടി വരുന്നു. ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് മോശമായി പറഞ്ഞാൽ മറ്റുള്ളവർ അത് വിശ്വസിക്കാത്ത രീതിയിൽ ജീവിക്കുക. ജീവിതം സയൻസ് പോലെയാണ്. എത്ര കൂടുതൽ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നവോ അത്രയും മികച്ച റിസൾട്ട് കിട്ടും. സിമെൻറ്റിൽ നിന്നും ഒരു പാഠ്യം പഠിക്കാനുണ്ട്: ചേരാൻ മൃദുവാകണം, എന്നാൽ ചേർന്ന് നിൽക്കാൻ കട്ടിയുള്ളതാകണം. ജീവൻ പോയതിനു ശേഷവും ശരീരം ശക്തമായി കത്തിയെരിയുന്നു. എന്നാൽ ബന്ധങ്ങളിൽ നിന്ന് സ്നേഹം പോയാൽ മനുഷ്യൻ ഉള്ളിൽ കിടന്ന് കത്തിയെരിയുകയാണ് ചെയ്യുന്നത്. ക്യാമറയിൽ എല്ലാ സന്തോഷങ്ങളും നാം ഒപ്പിയെടുക്കുന്നു, എന്നാൽ ചിത്രങ്ങൾക്ക് പുറത്ത് ആരും ചിരിക്കുന്നതായി കാണുന്നില്ല. സമയം നോക്കി നിങ്ങളെ ബഹുമാനം തരുന്നവർ നിങ്ങളുടെ സ്വന്തമല്ല. കാരണം സമയം നോക്കുന്നത് സ്വന്തം കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടി മാത്രമാണ്. ആർക്കും തകർക്കാൻ കഴിയുന്ന വിധം ദുർബലനാകരുത്. നിങ്ങളെ തകർക്കാൻ വരുന്നവൻ സ്വയം തകർന്നു പോകുന്ന വിധം ശക്തനാകുക. മനുഷ്യൻ സ്വന്തം കാര്യങ്ങൾ മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി കൂടുതൽ ചിന്തിക്കുമ്പോഴാണ് ടെൻഷനും ഡിപ്രഷനുമൊക്കെ ഉണ്ടാകുന്നത്. ആഗ്രഹങ്ങളും പ്രതീക്ഷകളും നഖങ്ങളും കൃത്യസമയത്ത് വെട്ടിക്കളയണം, അല്ലെങ്കിൽ അവ ദുഃഖത്തിന് കാരണമാകും. പ്രാർത്ഥനകൾ കിട്ടിയാൽ മതി, മരുന്നുകൾ പണം കൊടുത്താൽ കിട്ടുമല്ലോ. ചിലപ്പോൾ മുറുകെ പിടിച്ച വിരലുകൾ പോലും വിട്ടുപോകും. കാരണം ബന്ധങ്ങൾ ശക്തി കൊണ്ടല്ല, ഹൃദയം കൊണ്ടാണ് നിലനിർത്തുന്നത്. മുഖത്തെയല്ല, സ്വഭാവത്തെയാണ് പുകഴ്ത്തേണ്ടത്. കാരണം നല്ല മുഖമുണ്ടാക്കാൻ കുറച്ച് മിനിറ്റുകൾ മതി, എന്നാൽ നല്ല സ്വഭാവം ഉണ്ടാക്കിയെടുക്കാൻ ജീവിതം മുഴുവൻ വേണ്ടിവരും. വസ്ത്രം എത്ര വിലപിടിപ്പുള്ളതായാലും മോശം സ്വഭാവത്തെ മറച്ചു വെക്കാൻ അതിന് കഴിയില്ല. നിങ്ങളെ തന്നെ പൂർണ്ണമായി തകർത്തു കൊടുത്താലും ഈ ലോകം നിങ്ങളെക്കൊണ്ട് തൃപ്തരാകില്ല. കാറ്റിനും അതിൻ്റേതായ ചില വിചിത്ര സ്വഭാവങ്ങളുണ്ട്. ചിലപ്പോൾ കെട്ടടങ്ങിയ ചാരത്തിൽ നിന്ന് തീ ആളിക്കത്തിക്കും, ചിലപ്പോൾ കത്തുന്ന വിളക്കുകൾ കെടുത്തിക്കളയും. വലിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വലിയ ചിന്തകൾ ഉണ്ടായിരിക്കുക. കാരണം ചെറിയ ചിന്തകൾ മനുഷ്യനെ താഴോട്ട് വലിക്കുകയും ലക്ഷ്യങ്ങളെ ദുർബലമാക്കുകയും ചെയ്യുന്നു. ഫോൺ സൈലന്റ് മോഡിൽ ഇരിക്കുന്നതാണ് നല്ലത്, അല്ലാതെ ബന്ധങ്ങളും സുഹൃത്തുക്കളുമല്ല. ചട്ടിയിൽ വളർത്തുന്ന മരങ്ങളുടെ ഗതികേട് എത്ര വലുതാണല്ലേ. പച്ചപ്പും നിലനിർത്തണം, എന്നാൽ വളരാനും പാടില്ല. അനാവശ്യമായി സംസാരിക്കുന്നവർക്ക് മറുപടി നൽകാത്തവരെ ദുർബലരായി കാണരുത്. കാരണം ചെളിയിലേക്ക് കല്ലെറിയാത്ത അവർ നല്ല ബുദ്ധിമാന്മാരാണ്. ബന്ധങ്ങളും വെള്ളവും ഒരുപോലെയാണ്. നിറമില്ല, രൂപമില്ല, എങ്കിലും ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് ഏറ്റവും അത്യാവശ്യമായ ഒന്ന്. ചിലപ്പോൾ മറ്റുള്ളവർക്ക് ധൈര്യം കൊടുത്ത് മനുഷ്യൻ സ്വയം തകർന്നു പോകുന്നു. ആളുകൾ നിങ്ങളെക്കുറിച്ച് മോശം പറയുമ്പോൾ വിഷമിക്കേണ്ട. കാരണം നിങ്ങളെ എങ്ങനെ ബഹുമാനിക്കണമെന്ന് അവർക്കറിയില്ല എന്നത് മാത്രമാണ് സത്യം. യാത്രാവഴിയിലെ പൊടിയെപ്പോലും വർണ്ണപ്പൊടിയായി കാണുന്നവരാണ് ശരിക്കും ജീവിതത്തിൻ്റെ വഴി മനസ്സിലാക്കുന്നത്. ജീവിതത്തിൽ വിഡ്ഢികളുമായും ചില സൗഹൃദങ്ങൾ ആവശ്യമാണ്. കാരണം അത്യാവശ്യം വരുമ്പോൾ ബുദ്ധിമാന്മാരെപ്പോഴും തിരക്കിലായിരിക്കും. ഈ ജീവിതത്തെ നശിപ്പിക്കുന്നത് വെറും 2 വാക്കുകൾ മാത്രമാണ്. ഒന്ന് അഹങ്കാരം, രണ്ടാമത്തേത് തെറ്റിദ്ധാരണ. ബന്ധങ്ങളിൽ വെറുപ്പ് കൂടാനുള്ള ഒരു കാരണം ഇന്നത്തെ കാലത്ത് ആളുകൾ അപരിചിതരെ സ്വന്തമാക്കാനും സ്വന്തക്കാരെ അവഗണിക്കാനും ശ്രമിക്കുന്നു എന്നതാണ്. സ്വന്തം ആളുകളെ ആവശ്യമുള്ളപ്പോൾ അവർ കൂടെ ഉണ്ടായിരുന്നില്ല എന്നതൊഴിച്ചാൽ മനുഷ്യന് മറ്റെല്ലാം മറക്കാൻ കഴിയും. നിങ്ങളൊന്ന് താഴെ വീണ് നോക്കൂ, ആരും പിടിച്ചെഴുന്നേൽപ്പിക്കാൻ വരില്ല. നിങ്ങളൊന്ന് മുകളിലേക്ക് പറക്കാൻ നോക്കൂ, എല്ലാവരും നിങ്ങളെ താഴെ ഇടാൻ വരും. സമാധാനം ഈ ലോകത്തിലെ ഏറ്റവും വിലയേറിയ കാര്യമാണ്. അതുകൊണ്ട് വില കുറഞ്ഞ ആളുകളുടെ പിന്നാലെ പോയി അത് നഷ്ടപ്പെടുത്തരുത്. വിജയിക്കാൻ ഒറ്റയ്ക്ക് തന്നെ മുന്നോട്ട് പോകണം. നിങ്ങൾ വിജയിച്ചു കഴിയുമ്പോൾ മാത്രമേ ആളുകൾ നിങ്ങളുടെ കൂടെ വരികയുള്ളൂ. ബന്ധങ്ങൾ നിലനിർത്തണമെങ്കിൽ കൂടിച്ചേരലുകൾ അത്യാവശ്യമാണ്. കാരണം വെറുതെ നട്ടുവെച്ചാൽ ചെടികൾ പോലും ഉണങ്ങിപ്പോകും. ഒരുപാട് കാര്യങ്ങൾ നേടുന്നവർക്ക് പലതും നഷ്ടപ്പെടാറുമുണ്ട്. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ചിരിക്കുന്നവരാണ് പലപ്പോഴും ഏറ്റവും കൂടുതൽ കരയുന്നതും. നല്ല മനസ്സുള്ളവർ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുമെന്ന് ആളുകൾ പറയുന്നു. എന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു നല്ല ഹൃദയത്തിനാണ് എപ്പോഴും മുറിവേൽക്കുന്നത്. കാരണം അത് മറ്റുള്ളവരിൽ നിന്ന് നല്ല പെരുമാറ്റം പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ജീവിതം അത്രത്തോളം മനോഹരമാക്കുക. നിങ്ങളെ ഓർക്കുമ്പോൾ ഒരു നിരാശനായ വ്യക്തിയുടെ കണ്ണുകളിൽ പോലും തിളക്കം വരണം.
ജീവിതത്തിൽ 2 തരത്തിലുള്ള ആളുകൾ പരാജയപ്പെടുന്നു. ആദ്യം ചിന്തിച്ചിട്ടൊന്നും ചെയ്യാത്തവർ, പിന്നെ ചെയ്യുന്നതിന് മുമ്പ് ഒട്ടും ചിന്തിക്കാത്തവർ. തോൽവിയിലും വിജയത്തിലും എപ്പോഴും സമചിത്തത പാലിക്കാൻ ഒരു ജ്ഞാനിക്ക് മാത്രമേ കഴിയൂ. മൺകലം കുറച്ചൊന്ന് കാലിയാകുമ്പോഴേക്കും ശബ്ദമുണ്ടാക്കാൻ തുടങ്ങും. എന്നാൽ നിറയുമ്പോൾ അത് തുളുമ്പാനും തുടങ്ങും. ആരുടെയെങ്കിലും അസാന്നിധ്യം എല്ലാവരും അറിയുന്നു. എന്നാൽ കൂടെയുള്ളപ്പോൾ അതിൻ്റെ വില ആരും മനസ്സിലാക്കുന്നില്ല. സ്വഭാവങ്ങൾ കൊണ്ട് നാം നിർബന്ധിതരാകുന്നു. അല്ലാത്ത പക്ഷം ശരിയും തെറ്റും എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ ഓക്കെയാണെന്ന് നമുക്ക് ആരോട് വേണമെങ്കിലും പറയാം. എന്നാൽ ഞാൻ വളരെ ബുദ്ധിമുട്ടിലാണെന്ന് പറയാൻ വളരെ സ്പെഷ്യലായ ഒരാൾ വേണം. പകരമായി ഒന്നും കിട്ടിയില്ല എന്നെങ്ങനെ പറയും? പാഠങ്ങളും അത്ര ചെറിയ കാര്യമല്ലല്ലോ. ജീവിതം പണം കൊടുത്ത് വാങ്ങാൻ കഴിയില്ല എന്ന് പറയുന്നവർ മെഡിക്കൽ ഷോപ്പുകളിലെ വരികൾ കണ്ടിട്ടുണ്ടാകില്ല. രാവണൻ ആളുകളുടെ മനസ്സിലും രാമൻ വെറും അമ്പലങ്ങളിലും മാത്രമാണ് ജീവിക്കുന്നത്. ജീവിതത്തിൽ ആരെങ്കിലും നിങ്ങളുടെ വിശ്വാസം തകർത്താൽ അവരോട് ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുക. കാരണം വിശ്വാസം വളരെ ശ്രദ്ധിച്ച് നൽകേണ്ട ഒന്നാണെന്ന് അവരാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് സ്വന്തമായി സമ്പാദിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരോട് യാചിച്ച് നിങ്ങളുടെ സ്വന്തം വില കുറയ്ക്കേണ്ടതില്ല. പോക്കറ്റിൽ പണമുള്ളപ്പോൾ ലോകം നിങ്ങളുടെ വില നോക്കും. എന്നാൽ പണമില്ലാത്തപ്പോൾ ലോകം അവരുടെ തനിനിറം നിങ്ങളെ കാണിക്കും. ഒരു കൈപ്പുള്ള സത്യം എപ്പോഴും ഓർക്കുക. നിങ്ങൾ എപ്പോഴും ആർക്കുവേണ്ടി ലഭ്യമാകുന്നുവോ ആ വ്യക്തി ഒരിക്കലും നിങ്ങളുടെ വില മനസ്സിലാക്കില്ല. കണ്ണാടിയും ബന്ധങ്ങളും വളരെ ലോലമാണ്. ഇവ തമ്മിൽ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. കണ്ണാടി അബദ്ധത്തിൽ പൊട്ടിപ്പോകുന്നു, എന്നാൽ ബന്ധങ്ങൾ തെറ്റിദ്ധാരണകൾ കൊണ്ടും. ലോകം എപ്പോഴും സന്തോഷമായിരിക്കുന്നവരുടെ സുഖവിവരം മാത്രമേ അന്വേഷിക്കുകയുള്ളൂ. ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ മൊബൈൽ നമ്പർ പോലും അവർ മറന്നുപോകും. എപ്പോഴും ചിരിക്കുന്നവരുടെ കൂട്ടുകെട്ട് പെർഫ്യൂം കടകൾ പോലെയാണ്. ഒന്നും വാങ്ങിയില്ലെങ്കിലും ആ സുഗന്ധം നമ്മിലും നിറയും. ഈ അറിവില്ലായ്മ ശരിക്കും വിചിത്രമാണ്. ഇരുട്ടു മനസ്സിലാണുള്ളത്, പക്ഷെ നാം വിളക്കുകൾ കത്തിക്കുന്നത് അമ്പലങ്ങളിലാണ്. കർമ്മത്തിൻ്റെ തിരിച്ചടി വളരെ ഭയാനകമാണ്. നമ്മൾ സമ്പാദിച്ചു വെച്ച പുണ്യങ്ങൾ എപ്പോൾ തീരുമെന്ന് നമുക്ക് തന്നെ അറിയില്ല. പുണ്യം തീരുമ്പോൾ വലിയ രാജാക്കന്മാർക്ക് പോലും ഭിക്ഷയാചിക്കേണ്ടി വരും. അതിനാൽ ചതിയിലൂടെ മറ്റൊരാളുടെ മനസ്സ് ഒരിക്കലും വേദനിപ്പിക്കരുത്. ആരെങ്കിലും ഇഷ്ടമായാൽ അവരോട് സംസാരിക്കുക, എന്നാൽ അവരെ മാത്രം ആശ്രയിച്ച് ജീവിക്കരുത്. സ്വന്തം നിയമങ്ങൾക്ക് വിരുദ്ധമായി ജീവിതകാലം മുഴുവൻ ജീവിക്കാം, എന്നാൽ സ്വന്തം മനസ്സാക്ഷിക്ക് വിരുദ്ധമായി ഒരു നിമിഷം പോലും ജീവിക്കാനാകില്ല. ഏറ്റവും കൂടുതൽ ഭാരമുള്ളത് കാലിയായ പോക്കറ്റിനാണ്. അത് നടക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടാക്കും. മഴുവിലെ പിടി മരത്തിൻ്റേതായിരുന്നില്ലെങ്കിൽ മരങ്ങൾ വെട്ടപ്പെടുന്ന ഒരു കഥ തന്നെ ഉണ്ടാകുമായിരുന്നില്ല. നല്ല കാര്യങ്ങൾ വായിക്കുന്ന ശീലമുണ്ടെങ്കിൽ നല്ല കാര്യങ്ങൾ സംസാരിക്കുന്ന ശീലം തനിയെ ഉണ്ടായിക്കോളും. മറ്റുള്ളവരുടെ കണ്ണിൽ ഞാൻ എന്താണ് എന്നത് പ്രധാനമല്ല. പ്രധാനപ്പെട്ട കാര്യം എൻ്റെ സ്വന്തം കണ്ണിൽ ഞാൻ ആരാണ് എന്നതാണ്. സത്യവും നന്മയും തേടി ലോകം മുഴുവൻ അലഞ്ഞാലും അത് നമ്മുടെ ഉള്ളിലില്ലെങ്കിൽ പിന്നെ വേറെ എവിടെയുമില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ജീവിതം നിങ്ങൾക്ക് തരില്ല. മറിച്ച് നിങ്ങൾ എന്താണോ അർഹിക്കുന്നത് അത് മാത്രമേ ജീവിതം നിങ്ങൾക്ക് നൽകൂ. ശത്രുതയുണ്ടെങ്കിലും സഹോദരന്മാർക്കൊപ്പം തന്നെ ഇരിക്കുക. വിഷമാണെങ്കിലും മാതാപിതാക്കൾക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുക. ഭാരം എത്രയാണെങ്കിലും ഉഫ് എന്നുപോലും പറയാത്ത അച്ഛൻ്റെ ചുമലുകൾ വളരെ കരുത്തുള്ളതാണ്. ജീവിതം എങ്ങനെയുള്ളതായാലും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. സന്തോഷത്തിൽ നോക്കിയാൽ കഷ്ടപ്പാടുകൾ സഹിക്കാനുള്ള കരുത്തു കിട്ടും. ദുഃഖത്തിൽ നോക്കിയാൽ സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ ഓർമ്മ വരും. വിജയം നേടിയവരൊക്കെ ആദ്യം തങ്ങളുടെ ചുറ്റുപാടുകളെയാണ് മാറ്റിയത്. നല്ലവനായിരുന്നാൽ ആളുകൾ നിങ്ങളുടെ കാലിൽ പിടിച്ചു വലിക്കും. കാരണം നിങ്ങൾ താഴെ വീഴുമെന്നവർക്കറിയാം. മോശക്കാരനായി നോക്കൂ, അങ്ങനെ ചെയ്യാൻ അവർ ചിന്തിക്കുക പോലുമില്ല. കാരണം നിങ്ങൾ അവരുടെ കാല് തല്ലിയൊടിക്കുമെന്നവർക്കറിയാം. നല്ലവരും ചീത്ത മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. നല്ല മനുഷ്യരുടെ നന്മകളിൽ പോലും ആളുകൾ അവർക്കെതിരായിരിക്കും. എന്നാൽ ചീത്ത മനുഷ്യരുടെ തിന്മകളിൽ ലോകം മുഴുവൻ അവരുടെ കൂടെയുണ്ടാകും. മോശക്കാരനാകുന്നതും മോശമായി മാറുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കുന്നത് തികച്ചും വ്യത്യസ്തമായ കാര്യമാണ്. വലിയ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യുന്നവർ പലപ്പോഴും ചെറിയ കാര്യങ്ങളിൽ കരഞ്ഞു പോകുന്നു. നല്ലവനായിരിക്കുക, എന്നാൽ നിങ്ങളുടെ നന്മകളെ ഈ ലോകം ചൂഷണം ചെയ്യുന്ന തരത്തിലാകരുത്. തുറന്ന മനസ്സോടെ ജീവിക്കുക. പ്രായത്തെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരിക്കും. സത്യം വാങ്ങാൻ എല്ലാവർക്കും കഴിവില്ലാത്തതുകൊണ്ടാണ് നുണകൾ എളുപ്പത്തിൽ വിറ്റഴിക്കപ്പെടുന്നത്. നിശബ്ദനായി എല്ലാം സഹിക്കുമ്പോൾ നിങ്ങൾ നല്ലവനാണ്. എന്നാൽ നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയാൽ നിങ്ങളെക്കാൾ മോശക്കാരൻ വേറെ ആരുമില്ല. സത്യത്തിന് സംസാരിക്കാനുള്ള മര്യാദ പോലുമില്ല. എന്നാൽ നുണകളെ നോക്കൂ, അവ എത്ര മധുരമായാണ് സംസാരിക്കുന്നത്. ഒരു പാവപ്പെട്ടവനെ സന്തോഷിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. അവന് വില കൂടിയ സമ്മാനങ്ങളല്ല, കുറച്ച് സ്നേഹം മാത്രം മതി. 2 തരത്തിലുള്ള ആളുകൾ എപ്പോഴും വളരെ ബുദ്ധിമുട്ടുന്നു. ഒന്ന് ഇല്ല എന്ന് പറയാൻ കഴിയാത്തവർ, മറ്റൊന്ന് ഇല്ല എന്ന് കേൾക്കാൻ കഴിയാത്തവർ. കഥ സ്വന്തമാകുമ്പോൾ തെറ്റെപ്പോഴും മറ്റുള്ളവരുടേതായിരിക്കും. മറ്റുള്ളവരുടെ ജീവിതം നല്ലതാണെന്ന് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. എന്നാൽ അവർക്കും നാം മറ്റുള്ളവർ തന്നെയാണെന്ന കാര്യം നാം മറക്കുന്നു.
ഒരാൾക്ക് എല്ലാം ഉണ്ടെങ്കിൽ ലോകം അസൂയപ്പെടുന്നു, ഒരാൾക്ക് ഒന്നുമില്ലെങ്കിൽ ലോകം കളിയാക്കുന്നു. ജീവിതത്തിൽ ഇനി ഒന്നുമില്ല എന്ന് തോന്നുമ്പോൾ അതിലും മികച്ചൊരു ജീവിതം വരാനിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുക. ആർക്കെങ്കിലും വേണ്ടി സ്വന്തം വില കളഞ്ഞു കുളിക്കരുത്. ഒഴുകുന്ന കണ്ണുനീർ തുടച്ചു മാറ്റുക. ചോർന്നൊലിക്കുന്ന വീട്ടിൽ താമസിക്കാൻ ആരാണ് ആഗ്രഹിക്കുക? ചിലരുടെ ജീവിതം വെറുതെ കടന്നുപോകുന്നു, ചിലർ ജീവിതം തള്ളി നീക്കുന്നു, മറ്റു ചിലർ ജീവിതം ജീവിച്ച് സന്തോഷിക്കുന്നു. മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് നല്ല ചിന്തകളും നല്ല സംസ്കാരവുമാണ്. കാരണം പണവും ശക്തിയും ആരെയും തെറ്റായ വഴിയിലേക്ക് നയിക്കും. എന്നാൽ നല്ല ചിന്തകളും സംസ്കാരവും എപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്യാൻ മാത്രമേ പ്രേരിപ്പിക്കുകയുള്ളൂ. പേജ് മറിക്കണോ അതോ പുസ്തകം അടച്ചുവെക്കണോ എന്ന് തീരുമാനിക്കേണ്ട ഒരു സമയം നമ്മുടെ ജീവിതത്തിലും വരും. ചിലർ അവരുടെ അഹങ്കാരം കാരണം വിലയേറിയ ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തുന്നു. മറ്റു ചിലർ ബന്ധങ്ങൾ നിലനിർത്താൻ ശ്രമിച്ച് സ്വന്തം വില തന്നെ ഇല്ലാതാക്കുന്നു. ആളുകൾ എവിടെ നിന്നാണ് ഇത്രയും ബുദ്ധി പഠിക്കുന്നതെന്നറിയില്ല. അവർ കൂടെ നിൽക്കുന്നു, അസൂയപ്പെടുന്നു, ബന്ധങ്ങൾ നിലനിർത്തുന്നു, ശത്രുതയും കാണിക്കുന്നു. മുഖത്തു നോക്കി ഒന്ന് പറയുന്നു, പുറകിൽ പോയി മറ്റൊന്ന് പറയുന്നു. നിങ്ങൾ എത്ര നല്ല കാര്യം പറഞ്ഞാലും അതിൽ തെറ്റ് കണ്ടുപിടിക്കാൻ കഴിവുള്ള ചിലരുണ്ട്. വജ്രം തിരിച്ചറിയണമെങ്കിൽ ഇരുട്ടിനായി കാത്തിരിക്കുക. വെയിലത്ത് ചില്ലുകഷ്ണങ്ങൾ പോലും തിളങ്ങും. കൈപ്പുള്ള സത്യം പറയുന്നവർ കള്ളപ്രതീക്ഷകൾ നൽകുന്നവരേക്കാൾ ലക്ഷക്കണക്കിന് മടങ്ങ് നല്ലതാണ്. തിരികെ കിട്ടുമെന്ന് പ്രതീക്ഷയുള്ളവർക്ക് മാത്രം സ്നേഹവും കടവും നൽകുക. ഓരോ മനുഷ്യനും 2 കഥകളുണ്ട്. ഒന്ന് അവൻ എല്ലാവരോടും പറയുന്ന കഥ, മറ്റൊന്ന് അവൻ എല്ലാവരിൽ നിന്നും മറച്ചു വയ്ക്കുന്ന കഥ. ദുഃഖിതനായ ഒരാൾക്ക് ഒരുപാട് ഉപദേശങ്ങൾ നൽകുന്നതിനേക്കാൾ നല്ലത് ചെറിയൊരു സഹായം നൽകുന്നതാണ്. വേദന നൽകുന്ന നിമിഷങ്ങളെ പിടിച്ചുകൊണ്ടുവരുന്ന സ്വന്തം തലച്ചോറാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു. ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ അത് കൊടുക്കുക. ചോദിക്കുന്നവരുടെ കൂട്ടത്തിലല്ല, കൊടുക്കുന്നവരുടെ കൂട്ടത്തിലാണ് ദൈവം നിങ്ങളെ ഉൾപ്പെടുത്തിയതെന്നോർത്ത് നന്ദി പറയുക. ജീവിതം 1 ദിവസത്തേക്കായാലും 4 ദിവസത്തേക്കായാലും അത് നിങ്ങൾക്കല്ല കിട്ടിയതെന്നും നിങ്ങൾക്കാണ് ആ ജീവിതത്തെ കിട്ടിയതെന്നും എന്ന പോലെ ജീവിക്കുക. ഇവിടെ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ട്. പുറമേ പുഞ്ചിരിക്കുന്ന മുഖമുണ്ടെങ്കിലും ഉള്ളിൽ കണ്ണുകളിൽ നനവുണ്ട്. 2 സാഹചര്യങ്ങളിലാണ് മനുഷ്യൻ എല്ലാറ്റിൻ്റെയും വില മനസ്സിലാക്കുന്നത്. അത് കിട്ടുന്നതിന് മുമ്പും അത് നഷ്ടപ്പെട്ടതിന് ശേഷവും. അതിനാൽ നിങ്ങളുടെ സ്വന്തമായുള്ളതിനെ വിലമതിക്കുക. ജീവിതം ഒരു സൈക്കിൾ ചവിട്ടുന്നത് പോലെയാണ്. ബാലൻസ് നിലനിർത്താൻ എപ്പോഴും ചവിട്ടിക്കൊണ്ടേയിരിക്കണം. വാതിലിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു, ഇന്ന് ഞാൻ വളരെ ദുഃഖിതനാണ്, ആരും എൻ്റെ അടുത്തേക്ക് വരരുത്. യഥാർത്ഥ സുഹൃത്ത് അകത്ത് വന്നു പറഞ്ഞു, എനിക്ക് വായിക്കാൻ അറിയില്ലടാ മോനെ. കുറച്ച് ബന്ധങ്ങൾ മാത്രമുണ്ടാക്കുക, എന്നാൽ അത് ഹൃദയത്തിൽ നിന്ന് നിലനിർത്തുക. കാരണം നന്മയുടെ പേരിൽ മനുഷ്യർ പലപ്പോഴും നല്ല കാര്യങ്ങൾ നഷ്ടപ്പെടുത്തുന്നു. മനുഷ്യൻ വിജയിക്കാൻ തുടങ്ങുമ്പോൾ ആളുകൾ സന്തോഷിക്കില്ല, പകരം അവർക്ക് അസൂയ തോന്നും. വികാരങ്ങളാണ് പ്രധാനം, അല്ലെങ്കിൽ 7 ജന്മങ്ങൾ ഒന്നിച്ചാലും പ്രണയം സംഭവിക്കില്ല. നിങ്ങളെ ഹൃദയത്തിൽ നിന്ന് സ്നേഹിക്കുന്നവരെ വിലമതിക്കുക. കാരണം മുഖം കണ്ട് പ്രണയിക്കാൻ എല്ലാവർക്കും കഴിയും. പാൽ, തൈര്, വെണ്ണ, നെയ്യ് ഇവയെല്ലാം ഒന്നിൽ നിന്ന് തന്നെ വരുന്നതാണ്. എന്നിട്ട് എല്ലാവർക്കും വ്യത്യസ്ത വിലയാണുള്ളത്. കാരണം ശ്രേഷ്ഠത എന്നത് ജനനത്തിൽ നിന്നല്ല, മറിച്ച് കർമ്മങ്ങളിൽ നിന്നും ഗുണങ്ങളിൽ നിന്നുമാണ് ലഭിക്കുന്നത്. എല്ലാം പഠിക്കുന്നത് മാത്രമല്ല അറിവ്, ചില കാര്യങ്ങൾ അവഗണിക്കുന്നതും അറിവാണ്. നിങ്ങൾ ക്ഷമയോടെ ദൈവത്തിൽ വിശ്വസിക്കുക. നിങ്ങൾ കാത്തിരിക്കുന്ന അത്ഭുതം തീർച്ചയായും സംഭവിക്കും. വിഷമിക്കരുത്. നഷ്ടപ്പെട്ട പുഞ്ചിരി ഒരു ദിവസം ദൈവം നിങ്ങൾക്ക് തിരികെ നൽകും. അപ്പോൾ നിങ്ങൾ പഴയതുപോലെ പുഞ്ചിരിക്കും. ആളുകൾ ചെളിവാരി എറിയുമ്പോൾ അത് കാര്യമാക്കേണ്ട. ഒരാളുടെ കയ്യിൽ എന്തുണ്ടോ അത് മാത്രമേ അവർക്ക് നൽകാൻ കഴിയൂ. പരാതികളും വിമർശനങ്ങളും ഇല്ലാതെ ഒരൊറ്റ ദിവസം ചെലവഴിച്ചു നോക്കൂ. സമാധാനവും സന്തോഷവും എവിടെയെങ്കിലും പോയി അന്വേഷിക്കേണ്ടി വരില്ല. നിങ്ങൾ സന്തോഷവാനാണോ അല്ലയോ എന്നത് ആളുകൾക്കൊരു വിഷയമല്ല. നിങ്ങൾ അവരെ സന്തോഷിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് മാത്രമാണ് അവർ നോക്കുന്നത്. ജീവിതത്തിൽ ഒരു ചെറിയ വട്ടൊക്കെ ആകുന്നത് നല്ലതാണ്. ബുദ്ധിമാന്മാർ എവിടെയാണ് തുറന്നു ചിരിക്കുന്നത്? മോശം കാര്യങ്ങൾ ചെയ്യാൻ തോന്നുമ്പോൾ അത് നാളേക്ക് മാറ്റിവെക്കുക. നല്ല കാര്യങ്ങൾ ചെയ്യാൻ തോന്നുമ്പോൾ അത് ഇന്ന് തന്നെ ചെയ്യുക. മാറ്റങ്ങളെ സ്വീകരിക്കുന്നത് ഏത് ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലും സന്തോഷമായിരിക്കാനുള്ള ശക്തി നിങ്ങൾക്ക് നൽകും. ജീവിതം ഒരു വലിയ യാത്രയാണ്. എല്ലാവർക്കും മറുപടി നൽകാനും എല്ലാറ്റിനോടും പ്രതികരിക്കാനും നിങ്ങൾ നിൽക്കേണ്ടതില്ല. സമയം നിങ്ങളെ കാത്തു നിൽക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ശരിയായ സമയത്തിനായി കാത്തിരിക്കുന്നത്? ഇപ്പോൾ കടന്നുപോകുന്ന സമയമാണ് നിങ്ങൾക്ക് ഏറ്റവും മികച്ച സമയമെന്നോർക്കുക. പ്രതിസന്ധികൾ വരുമ്പോൾ നിരാശപ്പെടേണ്ടതില്ല, അവയെ വെറുക്കേണ്ടതുമില്ല. കാരണം ബുദ്ധിമുട്ടുകൾ നമ്മെ കൂടുതൽ ശക്തരാക്കുന്നു. ബുദ്ധിമുട്ടുകൾ നമ്മെ ജീവിക്കാൻ പഠിപ്പിക്കുന്നു, ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുന്നു. നമ്മുടെ ഉള്ളിലൊളിഞ്ഞിരിക്കുന്ന ശക്തിയും കഴിവുകളും പുറത്തു കൊണ്ടുവരാനുള്ള ഏറ്റവും നല്ല അവസരമാണിത്. പ്രശ്നപരിഹാരം എന്നത് ആരാണ് നമ്മുടെ ഉപദേശകൻ എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ദുര്യോധനൻ ശകുനിയിൽ നിന്ന് ഉപദേശം തേടി, അർജുനൻ ശ്രീകൃഷ്ണനിൽ നിന്നും. സംശയത്തിനൊരു മരുന്നില്ല, സ്വഭാവത്തിനൊരു സർട്ടിഫിക്കറ്റുമില്ല, മനസ്സിനേക്കാൾ നല്ലൊരു മാർഗമില്ല, വാക്കുകളേക്കാൾ മൂർച്ചയുള്ള ആയുധവുമില്ല. ഉയരങ്ങളിൽ എത്തണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ അഹങ്കാരം ഉപേക്ഷിച്ച് സ്വയം ഭാരം കുറയ്ക്കുക. കാരണം ഭാരം കുറഞ്ഞവൻ മാത്രമേ ഉയരങ്ങളിലെത്തൂ. ആഗ്രഹങ്ങൾക്കൊരിക്കലും അവസാനമില്ല.
ഒരാഗ്രഹം പൂർത്തിയാകുമ്പോൾ തന്നെ അടുത്തത് ജനിക്കുന്നു. ഇന്നലകൾ ജീവിതത്തെ മനസ്സിലാക്കാനുള്ള ഒരു മികച്ച അവസരമാണ്. നാളകൾ ജീവിതം ജീവിക്കാനുള്ള മറ്റൊരവസരവും. എല്ലാവരുടെയും സൗഹൃദത്തിനു പിന്നിൽ എന്തെങ്കിലും കാരണങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടാകും. ഇതാണ് ഏറ്റവും വലിയ സത്യവും യാഥാർത്ഥ്യവും. സമയത്തിന് മുമ്പ് കിട്ടുന്ന കാര്യങ്ങൾക്ക് അതിൻ്റെ വില നഷ്ടപ്പെടുന്നു. സമയത്തിന് ശേഷം കിട്ടുന്ന കാര്യങ്ങൾക്ക് അതിൻ്റെ പ്രാധാന്യവും. ചെറിയ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴേക്കും തോൽവി സമ്മതിക്കുന്ന ഈ ലോകത്ത് നിങ്ങൾ കുറച്ചൊന്ന് ധൈര്യം കാണിച്ചാൽ വിജയം നിങ്ങളുടെ കൈകളിലായിരിക്കും. എനിക്ക് കൈരേഖകളിലല്ല, ആ രേഖകൾ ഉണ്ടാക്കിയവനോടാണ് വിശ്വാസം. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതിന് കാരണം നാം തന്നെയാണ്. നമ്മുടെ സാഹചര്യങ്ങൾക്ക് നാം തന്നെയാണ് ഉത്തരവാദികൾ. ഇത് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ഇതാണ് സത്യം. നിങ്ങളൊരു അവസരത്തിനായി കാത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതാണ് തെറ്റ്. കാരണം അവസരങ്ങൾ ലഭിക്കുന്നില്ല, അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ശബ്ദമുയർന്നതാണെങ്കിൽ ആളുകൾ കേൾക്കും. എന്നാൽ പറയുന്ന കാര്യങ്ങൾ മികച്ചതാണെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കും. നിങ്ങൾ ആരെ ഓർത്താണോ വിഷമിക്കുന്നത് അവരെ മറന്നേക്കൂ. വർത്തമാനകാലത്ത് എന്തെങ്കിലും നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ വളരെ നല്ലൊരു കാരണം ഒഴിഞ്ഞിരിപ്പുണ്ട്. അതിനാൽ ഭാവിയെക്കുറിച്ചോ കഴിഞ്ഞ കാലത്തെക്കുറിച്ചോ ചിന്തിക്കാതിരിക്കുക. നിങ്ങൾക്ക് ഈ വർത്തമാനകാലമുണ്ട്, അത് പൂർണ്ണമായി ആസ്വദിക്കുക. വിജയം വൈകിയാൽ വിഷമിക്കരുത്. കാരണം ചെറിയ വീടുകൾ പെട്ടെന്ന് പണിയും, എന്നാൽ കൊട്ടാരങ്ങൾ പണിയാൻ സമയമെടുക്കും. ചിന്തകൾ നല്ലതാണെങ്കിൽ മനസ്സൊരമ്പലമാണ്. പെരുമാറ്റം നല്ലതാണെങ്കിൽ ശരീരം ഒരമ്പലമാണ്. സ്വഭാവം നല്ലതാണെങ്കിൽ സമ്പത്തൊരമ്പലമാണ്. ഇവ മൂന്നും നല്ലതാണെങ്കിൽ ജീവിതം തന്നെ ഒരു അമ്പലമായി മാറും. മറ്റുള്ളവർക്ക് ഉപകരിക്കാനാണ് ഈ ജീവിതം കിട്ടിയത്. എന്നാൽ കടലാസു കഷ്ണങ്ങൾ സമ്പാദിക്കാനായി സമയം തീർന്നു പോകുന്നു. പൂക്കളുടെ സുഗന്ധം കാറ്റിൻ്റെ ദിശയിൽ മാത്രമേ പരക്കുകയുള്ളൂ. എന്നാൽ ഒരു വ്യക്തിയുടെ നന്മ 4 ദിക്കുകളിലേക്കും വ്യാപിക്കുന്നു. നിങ്ങളെ നോക്കുന്ന ഒരാളെ കണ്ടുപിടിക്കുക. കാരണം നിങ്ങളെ ഉപയോഗിക്കാൻ ഒരുപാട് പേരെ കിട്ടും. സ്വഭാവം എന്നതൊരു ഗോവണി പോലെയാണ്. അതിലൂടെ നിങ്ങൾക്ക് മനുഷ്യരെ താഴെ ഇറക്കാനും മുകളിലേക്ക് കയറ്റാനും കഴിയും. ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ കരയിപ്പിച്ചിട്ട് ഹോമം നടത്തിയാൽ യാതൊരു പ്രയോജനവുമില്ല. എന്നാൽ ദിവസവും ഒരാളെയെങ്കിലും ചിരിപ്പിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ചന്ദനത്തിരി കത്തിക്കേണ്ട ആവശ്യം പോലുമില്ല. വലിയ സ്വപ്നങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിനായി വലിയ കാര്യങ്ങളും ചെയ്യണം. മതിലുകൾ കൊണ്ട് വീടുകൾ ഉണ്ടാക്കാം. എന്നാൽ അത് ശരിക്കും വീടാകുന്നത് ക്ഷമ, മനസ്സിലാക്കൽ, സ്നേഹം, പങ്കിടൽ എന്നിവ കൊണ്ടാണ്. ഒരാളെ പുകഴ്ത്താൻ നല്ല മനസ്സ് വേണം. എന്നാൽ കുറ്റം പറയാൻ യാതൊരു കഴിവും ആവശ്യമില്ല. ദേഷ്യത്തിൽ മനുഷ്യർ വേണ്ടാത്ത കാര്യങ്ങൾ പറയും. എന്നാൽ ചിലപ്പോൾ മനസ്സിലുള്ള കാര്യങ്ങളും പറഞ്ഞു പോകും. സ്വാർത്ഥരായ ആളുകൾ നിങ്ങളുടെ കൂടെയല്ല, നിങ്ങളുടെ പ്രതാപത്തിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. മനസ്സും വാക്കും ശുദ്ധമായവൻ എപ്പോഴും ബന്ധങ്ങളുടെ മാർക്കറ്റിൽ ഒറ്റപ്പെട്ടു പോകും. മനുഷ്യർ നിറം മാറില്ലെന്ന് ആരാണ് പറഞ്ഞത്? ആരുടെയെങ്കിലും മുഖത്ത് നോക്കി സത്യമൊന്ന് പറഞ്ഞു നോക്കൂ. അപ്പോൾ പുതിയൊരു നിറം പുറത്തു വരുന്നത് കാണാം. ലക്ഷ്യവും ചിന്തകളും നല്ലതായിരിക്കണം. നല്ല കാര്യങ്ങൾ എല്ലാവരും പറയുമല്ലോ. ആരെങ്കിലും അവഗണിച്ചാൽ അവരെ നോക്കുന്നത് നിർത്തുക. എനിക്ക് ചീത്ത മനുഷ്യരോടല്ല, ഇരട്ടത്താപ്പ് കാണിക്കുന്നവരോടാണ് വെറുപ്പ്. മോശം ആളുകളോട് ക്ഷമിക്കാം, എന്നാൽ ഇരട്ടത്താപ്പുകാരോട് ഒരിക്കലും ക്ഷമിക്കാനാകില്ല. ജീവിതം എവിടെയാണ് നമ്മെ കരയിപ്പിക്കുന്നത്? ജീവിതമാണെന്ന് നാം തെറ്റിദ്ധരിച്ചവരാണ് നമ്മെ കരയിപ്പിക്കുന്നത്. വിലയില്ലാത്തവരോട് നിർബന്ധിച്ചു കൂടെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് അവരെ മാന്യമായി ഒഴിവാക്കുന്നതാണ്. വിശപ്പുണ്ടാകുമ്പോഴാണ് ഭക്ഷണത്തിൻ്റെ വിലയറിയുന്നത്. അതുപോലെ ദുഃഖം വരുമ്പോഴാണ് ദൈവത്തിൻ്റെ വിലയറിയുന്നത്. അമിതമായി ബഹുമാനം കിട്ടുന്ന സ്ഥലത്ത് എപ്പോഴും ശ്രദ്ധിക്കുക. സ്വയം കാര്യങ്ങൾ മനസ്സിലാക്കിയവൻ ബുദ്ധനായി മാറി. ദൈവത്തിൻ്റെ നീതിപീഠം വളരെ പതുക്കെയാണ് പ്രവർത്തിക്കുന്നത്. അത് അടുത്ത ലോകത്ത് ലഭിക്കും. ഈ ലോകത്ത് നിങ്ങൾക്ക് വെറും നിയമങ്ങൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. ജീവിതത്തിൽ ചില അപകടങ്ങൾ സംഭവിക്കുമ്പോൾ മനുഷ്യൻ രക്ഷപ്പെടുമെങ്കിലും യഥാർത്ഥത്തിൽ അവൻ ജീവിച്ചിരിക്കില്ല. കുറച്ചൊന്ന് ആശ്വസിച്ച് മുഖത്തൊരു പുഞ്ചിരിയും വരുത്തി ഞാനും മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ അഭിനയിക്കാൻ തുടങ്ങി. സ്വാർത്ഥരായ മനുഷ്യർ കയ്യിൽ കല്ലുമായി നിൽക്കുകയാണ്. ചില്ലുകൊണ്ടുള്ള തലവരയുമായി ഞാൻ എവിടം വരെ ഓടും? ആരോടാണ് പരാതി പറയുക? ഈ വേദനയും എൻ്റേത്, ഇത് തന്നവനും എൻ്റേത്. ജീവിതത്തിൽ വളരെ വില കുറഞ്ഞ ചില ആളുകളുണ്ടായിരുന്നു. അവരെനിക്ക് വളരെ വിലയേറിയ ചില പാഠങ്ങൾ തന്നിട്ട് പോയി. കൂടെ നടക്കാൻ ആരുമില്ലെന്ന് മനസ്സിലാകുമ്പോഴേക്കും ഒറ്റയ്ക്ക് ജീവിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. ഒറ്റപ്പെടൽ എനിക്ക് ഇത്ര ഇഷ്ടമാകുമെന്ന് എങ്ങനെ പറയും? എന്നോട് തന്നെ സംസാരിച്ച് പലപ്പോഴും സമയം കടന്നുപോകുന്നു. എൻ്റെ ഈ ഒറ്റപ്പെടൽ എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ പുസ്തകങ്ങൾക്ക് പോലും എന്നെ ഇത്രത്തോളം പഠിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഓരോ തവണയും അവരെന്നെ ധനിച്ചാക്കിപ്പോയി. ഞാൻ വളരെ ശക്തനാണ്, പക്ഷെ ഞാൻ കല്ലല്ലല്ലോ. രാത്രി എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ അത് തനിച്ചിരുന്ന് എന്നോട് സംസാരിക്കും. ഒറ്റപ്പെടലാണ് എൻ്റെ കൂട്ടുകാരൻ. എനിക്ക് മറ്റാരെയും ആവശ്യമില്ല. ജീവിതത്തിൽ എനിക്കിനി വേദനകൾ വേണ്ടാത്തതുകൊണ്ട് ഞാൻ എന്തിനാണ് പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നത്? പ്രണയത്തിന് ശുദ്ധമായ ഹൃദയം വേണം. നിന്റെ ഹൃദയം അത്രയ്ക്കൊന്നും വലുതല്ലല്ലോ. ബുദ്ധിമുട്ടുകളിൽ കൂടെ നിൽക്കാൻ കഴിവില്ലാത്തവർ വലിയ വലിയ വർത്തമാനങ്ങൾ പറയാതിരിക്കുന്നതാണ് നല്ലത്. സന്തോഷം വരുമ്പോൾ എല്ലാവരും കാണാൻ വരും. എന്നാൽ ബുദ്ധിമുട്ട് വരുമ്പോൾ എല്ലാവരും കാണാൻ വരുന്നത് നിർത്തും. ആ പൂവ് വാടിപ്പോയി, പക്ഷെ പൊട്ടിപ്പോയില്ല. കാരണം ആ പൂന്തോട്ടം മുഴുവൻ അതിന് ജീവനോടെ നിലനിർത്തേണ്ടതുണ്ടായിരുന്നു.
ആളുകൾ പുകഴ്ത്തിയാലുമില്ലെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. ലോകത്തിൻ്റെ പകുതി ഭാഗവും ഉറങ്ങുമ്പോഴാണ് സൂര്യനുദിക്കുന്നത്. മനുഷ്യൻ മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കണം. കാരണം തെറ്റുകൾ ചെയ്ത് പഠിക്കാൻ മാത്രം വലിയ ജീവിതമൊന്നും ആർക്കുമില്ല. ഇന്ന് കണ്ണാടിക്കു മുന്നിൽ നിന്ന് ഞാൻ എന്നോട് തന്നെ മാപ്പ് ചോദിച്ചു. കാരണം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ച് ഞാൻ എൻ്റെ ഹൃദയത്തെയാണ് ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്. എനിക്കിനി കുറച്ചൊക്കെ അപരിചിതനായി തുടരണം. ഒരുപാട് തവണ ഞാൻ പ്രിയപ്പെട്ടവനിൽ നിന്ന് വെറും സാധാരണക്കാരനായി മാറിയിട്ടുണ്ട്. ഓരോ ബന്ധവും പരസ്പരം മനസ്സിലാക്കുന്ന പ്രശ്നങ്ങളിലും വിശ്വാസത്തിലുമാണ് നിലനിൽക്കുന്നത്. നമ്മൾ നുണ പറയില്ലെന്ന് ആരാണ് പറഞ്ഞത്? നീയൊന്ന് ചോദിച്ചു നോക്കൂ. ജനനം മുതൽ മരണം വരെ ലക്ഷക്കണക്കിന് ബന്ധങ്ങളുണ്ടാകും. എന്നാൽ അച്ഛനെപ്പോലെ നോക്കാനും അമ്മയെപ്പോലെ സ്നേഹിക്കാനും ഇനി വേറെ ആരുമുണ്ടാകില്ല. ജീവിതം എന്നെ വളരെ കരുത്തനാക്കി മാറ്റി. ഇനി സ്വന്തക്കാർ തന്നെ ചതിച്ചാലും എനിക്കൊരു ചുക്കുമില്ല. ജീവിതത്തിൽ തോറ്റുപോയവർ കൂടുതൽ ചിന്തിക്കുന്നവരാണ്. പക്ഷെ അവർ ഒന്നും ചെയ്യാറില്ല. വെയിലിനെ വെറുതെ കുറ്റം പറയുന്നതാണ്. സത്യത്തിൽ മനുഷ്യരാണ് പരസ്പരം കണ്ട് കൂടുതൽ അസൂയപ്പെടുന്നത്. വിജനമായ വഴിയിൽ പട്ടികൾ കുരയ്ക്കാൻ തുടങ്ങിയപ്പോഴാണ് കല്ലിൻ്റെ വില ശരിക്കും മനസ്സിലായത്. സംസാരം എത്രത്തോളം മധുരമായിരിക്കണമെന്ന് ആവശ്യങ്ങൾ തീരുമാനിക്കുന്നതുകൊണ്ടാണ് ചില ബന്ധങ്ങൾ അങ്ങനെ തന്നെ നിലനിർത്തുന്നത്. മുഖം കണ്ട് നല്ലതും ചീത്തയും തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ ജീവിതം എത്ര എളുപ്പമാകുമായിരുന്നു. ചിറകുകൾ പക്ഷികൾക്ക് മാത്രമേ ചേരുകയുള്ളൂ. മനുഷ്യർക്ക് ചിറകുമുളച്ചാൽ പിന്നെ നാശം തുടങ്ങുകയായി. തെറ്റായ ആളുകൾക്ക് ബഹുമാനം കൊടുത്താൽ സ്വന്തം വിലയാണ് കുറയുന്നത്. ഒന്നും ചെയ്തില്ലെങ്കിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരേയൊരു കാര്യം സ്വന്തം പ്രായം മാത്രമാണ്. വേദന എപ്പോഴും കണ്ണുനീരിൽ കാണില്ല. ചിലപ്പോഴത് പുഞ്ചിരിക്ക് പിന്നിലും ഒളിച്ചിരിപ്പുണ്ടാകും. ബന്ധങ്ങളുടെ കഥ നിശബ്ദമാണ്. ബന്ധങ്ങൾ നിശബ്ദമായതുകൊണ്ടാണ് കഥ ജീവനോടെ ഇരിക്കുന്നത്. പ്രണയം സമാധാനം നൽകുന്നു. എന്നാൽ ഒരു ഭാഗത്തു നിന്ന് മാത്രമുള്ള പ്രണയം സമാധാനം കെടുത്തുന്നു. ശീലങ്ങൾ കാരണം ബുദ്ധിമുട്ടുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ബുദ്ധിമുട്ടുകൾ ശീലമാകുമ്പോഴാണ് പ്രശ്നം. ആരെയും ആശ്രയിച്ചിരിക്കരുത്. ചിലർ സഹായങ്ങൾ ചെയ്യുന്നത് പോലും വെറും കാട്ടിക്കൂട്ടലുകൾക്ക് വേണ്ടിയാണ്. ചിലർ ജീവിതം ആസ്വദിക്കുന്നു, ചിലരെ ജീവിതം ആസ്വദിക്കുന്നു. മറ്റുള്ളവരുടെ ജീവിതം ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ പലപ്പോഴും സ്വയം നഷ്ടപ്പെടുത്തുന്നു. സമയം മാറുമ്പോഴുണ്ടാകുന്ന വേദനയേക്കാൾ വലുതാണ് സ്വന്തമായുള്ളവർ മാറുമ്പോഴുണ്ടാകുന്ന വേദന. മനസ്സിൽ കയറാൻ എത്ര ബുദ്ധിമുട്ടാണോ അത്രത്തോളം എളുപ്പമാണ് മനസ്സിൽ നിന്ന് ഇറങ്ങാൻ. മോശം സമയത്തിനും ഒരു നല്ല വശമുണ്ട്. അത് വരുമ്പോൾ തന്നെ വേണ്ടാത്തവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകും. ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കഥ 0 നിന്ന് തുടങ്ങണം. വെറുതെ ഉറങ്ങിയാൽ ടെൻഷൻ മാത്രമേ കിട്ടുകയുള്ളൂ, ലക്ഷങ്ങളല്ല. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ആരും അനുസരിക്കില്ല. എന്നാൽ ആ വാക്കുകൾ എല്ലാവർക്കും വിഷമമുണ്ടാക്കുകയും ചെയ്യും. ഒരാളെ പരീക്ഷിക്കുന്നതിന് പകരം അവരെ മനസ്സിലാക്കാൻ കുറച്ച് സമയം മാറ്റിവെക്കുക. ബന്ധം ആഴത്തിലുള്ളതാണെങ്കിലും അല്ലെങ്കിലും വിശ്വാസം വളരെ ആഴത്തിലുള്ളതായിരിക്കണം. നീയല്ല എൻ്റെ പ്രതീക്ഷകളാണെന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്. ഇരട്ടത്താപ്പുള്ള കൂട്ടുകാരനും വ്യാജപ്രണയവും മനുഷ്യനെ ഇല്ലാതാക്കുന്നു. ജീവിതം ട്രെയിൻ പോലെ കടന്നുപോകുന്നു. പ്രതീക്ഷകൾ സ്റ്റേഷനിൽ അവശേഷിക്കുന്നു. എന്നെ കൊല്ലാനുള്ള കച്ചവടം നടക്കുന്നുണ്ടെങ്കിൽ നടക്കട്ടെ. ഈ മാർക്കറ്റിൽ എനിക്ക് എത്രയാണ് വിലയെന്ന് എനിക്കും അറിയണമല്ലോ. മനസ്സിലുള്ളതെല്ലാം ഞാൻ സത്യമായി പറയുന്നു. ആരെയാണോ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അവരെയാണ് എനിക്ക് നഷ്ടപ്പെടുന്നത്. അത്രയ്ക്ക് മോശമാണ് എൻ്റെ തലവര. നിറം മങ്ങുന്ന വസ്ത്രങ്ങൾ ശരീരത്തിൽ നിന്നൊഴിവാക്കുക. അതുപോലെ നിറം മാറുന്ന മനുഷ്യരെ മനസ്സിൽ നിന്നും ഒഴിവാക്കുക. ഇങ്ങനെയുള്ളവരെ സൂക്ഷിക്കുക. എല്ലാ ദിവസവും ഇവരുടെ നിറം മാറും. ആവശ്യമുള്ളിടത്തോളം കൂടെ നിൽക്കും. പിന്നെ സംസാരിക്കുന്ന രീതി തന്നെ മാറും. നല്ലത് ചിന്തിച്ചാൽ നല്ലത് നടക്കും. മോശം ചിന്തിച്ചാൽ മോശം നടക്കും. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതുപോലെയാകും നിങ്ങൾ മാറുക. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും നല്ലത് മാത്രം ചിന്തിക്കുക. മനസ്സ് വലുതായിരിക്കണം. വലിയ വലിയ വർത്തമാനങ്ങൾ എല്ലാവരും പറയുമല്ലോ. കാലിൽ തട്ടുന്ന മുറിവ് നമ്മെ സൂക്ഷിച്ചു നടക്കാൻ പഠിപ്പിക്കുന്നു. മനസ്സിലേൽക്കുന്ന മുറിവ് നമ്മെ സൂക്ഷിച്ച് ജീവിക്കാനും പഠിപ്പിക്കുന്നു. ശബ്ദത്തിന് എത്ര വിചിത്രമായ ശക്തിയാണുള്ളത്. മോശമായി സംസാരിക്കുന്നവരുടെ തേൻ പോലും വിറ്റുപോകാറില്ല. എന്നാൽ മധുരമായി സംസാരിക്കുന്നവരുടെ മുളക് പെട്ടെന്ന് വിറ്റുപോകാറുണ്ട്. ഉറക്കം എത്ര വിചിത്രമാണല്ലേ. ഉറക്കം വന്നാൽ എല്ലാം മറക്കും. ഉറക്കം വന്നില്ലെങ്കിൽ എല്ലാം ഓർമ്മിപ്പിക്കും. ഈ ലോകത്ത് ഒരാളെക്കുറിച്ച് നല്ലത് കേട്ടാൽ ആളുകൾക്ക് സംശയമാണ്. എന്നാൽ മോശം കേട്ടാൽ പെട്ടെന്ന് വിശ്വസിക്കുകയും ചെയ്യും. മനുഷ്യനെ ബദാം കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ബുദ്ധി കിട്ടുന്നത് ചതിക്കപ്പെടുമ്പോഴാണ്. പണം മനുഷ്യനെ മുകളിലേക്ക് എത്തിക്കും. എന്നാൽ മനുഷ്യന് പണത്തെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. എപ്പോഴും ഓർക്കുക,
മല കയറുന്ന ഒരാൾ കുനിഞ്ഞാണ് നടക്കുന്നത്. മല ഇറങ്ങുന്ന ഒരാൾ നിവർന്ന് അഹങ്കാരത്തോടെയാണ് നടക്കുന്നത്. ഇതിനർത്ഥം ഒരാൾ കുനിഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ അവൻ ഉയരത്തിലേക്കും വിജയത്തിലേക്കും പോകുകയാണെന്നാണ്. എന്നാൽ അഹങ്കാരത്തോടെ നടക്കുന്നവൻ തോൽവിയിലേക്കാണ് പോകുന്നത്. അഹങ്കാരം ദൈവത്തെ പോലും ചെകുത്താനാക്കി മാറ്റും. എന്നാൽ വിനയം ചെകുത്താനെ പോലും ദൈവമാക്കുമെന്ന് എപ്പോഴും ഓർക്കുക. ആളുകളിൽ നിന്ന് മനുഷ്യരുടെ പ്രതീക്ഷകൾ മാത്രം വയ്ക്കുക, അല്ലാതെ മാലാഖമാരെ പോലെ ആഗ്രഹിക്കരുത്. വഴിയിൽ കുരയ്ക്കുന്ന എല്ലാ പട്ടികൾക്കും നേരെ കല്ലെറിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും ലക്ഷ്യത്തിലെത്താൻ കഴിയില്ല. സ്വന്തമുള്ളത് ഒരിക്കലും ദൂരെ പോകില്ല. ദൂരെ പോയതൊന്നും ഒരിക്കലും സ്വന്തമായിരുന്നില്ല. സാഹചര്യങ്ങൾ എന്തുതന്നെ ആയാലും പരാതിപ്പെടുന്നതിനേക്കാൾ നല്ലത് നന്ദി പറയുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നിർത്തുക, അപ്പോൾ ആളുകൾ നിങ്ങളെ വേദനിപ്പിക്കുന്നതും നിർത്തും. മനസ്സിൽ വഞ്ചന വെച്ച് വാക്കുകൾ കൊണ്ട് സ്നേഹിക്കുന്ന ഒരുപാട് പേർ ഈ കച്ചവടം ചെയ്യുന്നുണ്ട്. സുഹൃത്തുക്കളെ വിശ്വസിച്ചതിന് വലിയ വില നൽകേണ്ടി വന്നു. കണക്കുകൾ തീർത്തു, കുഴപ്പമില്ല, ഞങ്ങൾക്ക് നിങ്ങളില്ല, നിങ്ങൾക്ക് ഞങ്ങളുമില്ല. നിങ്ങളുടെ സാന്നിധ്യം ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ഇടങ്ങളിൽ നിന്ന് പുഞ്ചിരിച്ചുകൊണ്ടിറങ്ങിപ്പോകുന്നതാണ് എപ്പോഴും നല്ലത്. ആരുടെ വാക്കുകളാണോ നമ്മുടെ ചോര തിളപ്പിക്കുന്നത്, അവരുടെ നിശബ്ദത നമ്മെ കൊല്ലും. ഒരാളെ കിട്ടാത്തതുകൊണ്ട് ജീവിതം അവസാനിക്കില്ല. എന്നാൽ കിട്ടിയിട്ട് നഷ്ടപ്പെടുന്നതിൻ്റെ വേദന വളരെ വലുതാണ്. എണ്ണാൻ കഴിയുന്ന 4 സുഹൃത്തുക്കൾ മതി. കുറവാണെങ്കിലും അവർ വിശ്വസ്തരായിരിക്കണം. അഹങ്കാരം വേണ്ട സുഹൃത്തെ. കാലമെന്ന ഈ കടലിൽ ഒരുപാട് രാജാക്കന്മാർ മുങ്ങിപ്പോയിട്ടുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്നാൽ അവർ തമ്മിൽ വഴക്കിട്ടാൽ അത് മറ്റാരും അറിയാൻ പാടില്ല. അല്ലെങ്കിൽ ആളുകൾ അത് മുതലെടുക്കാൻ ഒട്ടും മടിക്കില്ല. വ്യത്യാസം മനസ്സിലാക്കുക. നിങ്ങൾക്ക് വില കൂടുതലായിരിക്കാം, എന്നാൽ ഞങ്ങൾ അമൂല്യമാണ്. ചില ആളുകൾ വളരെ വിചിത്രമാണ്. ഹൃദയം തകർത്തിട്ട് പറയും എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന്. ലക്ഷക്കണക്കിന് സ്വാർത്ഥരായ ബന്ധുക്കളേക്കാൾ നല്ലത് വിശ്വസ്തനായ ഒരു സുഹൃത്താണെന്ന് അനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ രാജാവാക്കിയാൽ ഒന്ന് കണ്ടുവെട്ടിക്കുമ്പോഴേക്കും അത് തിരികെ എടുക്കാനും അവനറിയാം. ഞാൻ ആരോടും ഒരിക്കലും ദേഷ്യപ്പെടാറില്ല. വെറുതെ അവരെ വളരെ സാധാരണക്കാരായി കാണും, അത്രമാത്രം. ജീവിതത്തിൽ ആരൊക്കെ വരുന്നു എന്നത് പ്രധാനമല്ല, അവസാനം വരെ ആര് കൂടെ നിൽക്കുന്നു എന്നതാണ് പ്രധാനം. തീരം കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, മറ്റുള്ളവരെ മുക്കിക്കൊന്ന് നീന്താൻ ഞങ്ങൾക്കറിയില്ല. മനുഷ്യൻ ഉള്ളിൽ നിന്ന് തകരുമ്പോൾ പുറത്ത് നിശബ്ദനായിരിക്കാൻ തുടങ്ങും. സൗഹൃദം സ്ഥാപിക്കാൻ പഠിച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും ഒറ്റപ്പെടില്ല. സമാധാനമായി ഇരിക്കാൻ കാരണം ഞാൻ ചതിക്കപ്പെട്ടതുകൊണ്ടാണ്. വിലക്കയറ്റത്തിൻ്റെ കാലമാണ് സുഹൃത്തെ. നിങ്ങളുടെ ലാഭത്തിന് വേണ്ടിയാണെങ്കിലും അല്പം ബഹുമാനത്തോടെ പെരുമാറുക. ചില കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകില്ല, അത് സ്വന്തം ജീവിതത്തിൽ സംഭവിക്കുമ്പോഴേ മനസ്സിലാകൂ. നിങ്ങളുടെ ദുഃഖങ്ങൾ ലോകത്തോട് വിളിച്ചു പറയരുത്. കാരണം മുറിവുള്ള സ്ഥലത്ത് തന്നെ ഉപ്പ് പുരട്ടാനാണ് അവർക്ക് താല്പര്യം. എൻ്റെ ആഗ്രഹങ്ങൾ 2 ഭാഗങ്ങളായി പിരിഞ്ഞു. ചിലത് നിന്നെ നേടാനും മറ്റു ചിലത് എന്നെ പറഞ്ഞു മനസ്സിലാക്കാനും. എനിക്ക് നിന്നോട് യാതൊരു പരാതിയുമില്ല. നീ വന്നതും നിന്റെ ഇഷ്ടപ്രകാരം, പോയതും നിന്റെ ഇഷ്ടപ്രകാരം. ദൈവത്തെ അല്ലാതെ മറ്റാരെയും സ്വന്തമായി കാണാനാകില്ല. എന്നാൽ നാം ദൈവത്തെ ഒഴിവാക്കി മറ്റെല്ലാവരുടെയും പിന്നാലെയാണ് പോകുന്നത്. ഈ 2 ബന്ധങ്ങൾ മനുഷ്യനെ നശിപ്പിക്കും: വ്യാജ സുഹൃത്തും വ്യാജ പ്രണയവും. യഥാർത്ഥ സുഹൃത്ത് എത്ര പിണക്കത്തിലാണെങ്കിലും അവൻ ഒരിക്കലും ശത്രുക്കളുടെ പക്ഷത്ത് നിൽക്കില്ല. ബാക്കിയുള്ള ജീവിതം പാഴാക്കരുത്. അവരെ മറന്നേക്കുന്നതാണ് ഏറ്റവും നല്ലത്. തനിച്ചാക്കി പോയവരോട് പറയണം, ഞങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിച്ചു എന്ന്. പുരുഷന് സ്നേഹവും സ്ത്രീക്ക് ബഹുമാനവും ലഭിക്കുന്ന പ്രണയം മാത്രമേ ദീർഘകാലം നിലനിൽക്കൂ. കളിമൺ വിളക്ക് പോലെയാണ് ജീവിതം. എണ്ണ തീർന്നാൽ ജീവിതവും തീരും. ജീവിതത്തിൽ എന്തെങ്കിലും ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിൽ നിന്നുള്ള പ്രതീക്ഷകൾ ഉപേക്ഷിക്കുക. എങ്കിൽ നിങ്ങൾ എപ്പോഴും സന്തോഷവാനായിരിക്കും. ജീവിതത്തിലേക്ക് ആളുകൾ വരുന്നതിനും ഒരു ലക്ഷ്യമുണ്ട്. ചിലർ നിങ്ങളെ പരീക്ഷിക്കും, ചിലർ നിങ്ങളെ പഠിപ്പിക്കും, ചിലർ നിങ്ങളെ ഉപയോഗിക്കും, ചിലർ ജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥം നിങ്ങളെ മനസ്സിലാക്കിക്കും. നീ എൻ്റെ സഹയാത്രികനാണെന്ന് ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. നീ നടന്നത് എൻ്റെ കൂടെയായിരുന്നു, പക്ഷേ നീ അന്വേഷിച്ചിരുന്നത് മറ്റാരെയോ ആണ്. എവിടെ നിങ്ങളുടെ ആത്മാഭിമാനം പണയം വെക്കേണ്ടി വരുന്നില്ലയോ അത്രത്തോളം ആഗ്രഹങ്ങൾ വെക്കുന്നത് മാത്രമാണ് നല്ലത്. നിങ്ങളുടെ സ്വഭാവം ഇത്ര ശുദ്ധമായത് എന്തുകൊണ്ടാണെന്ന് ഒരാൾ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആരെങ്ങനെ ചിന്തിക്കുന്നുവോ ഞങ്ങൾ അവർക്കങ്ങനെയാണ്. ബാക്കി ഞങ്ങൾ എങ്ങനെയുള്ളവരാണെന്ന് എൻ്റെ ദൈവത്തിനറിയാമെന്ന്. നിങ്ങളോട് ആരോടെങ്കിലും കുറേ കാലമായി സംസാരിച്ചിട്ടില്ലെങ്കിൽ അവരെ വിളിച്ച് ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോ എന്ന് ചോദിക്കുക. അവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വിശ്വസിച്ചോളൂ, അവർക്ക് നിങ്ങൾ മരിച്ചതിന് തുല്യമാണ്. മറ്റൊരാൾ നിങ്ങൾക്ക് വേണ്ടി വേദനിക്കുമ്പോൾ സ്നേഹത്തിൻ്റെ അർത്ഥം മനസ്സിലാകില്ല. നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി വേദനിക്കുമ്പോഴാണ് സ്നേഹത്തിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കുന്നത്. ഓരോ വ്യക്തിയും അവരുടേതായ സ്ഥാനത്ത് ശരിയാണ്. യഥാർത്ഥ പോരാട്ടം ശരിയും തെറ്റും തമ്മിലല്ല, മറിച്ച് ശരിയും ശരിയും തമ്മിലാണ്. പുരുഷൻ്റെ കയ്യിൽ ഒന്നുമില്ലാത്തപ്പോഴാണ് സ്ത്രീയുടെ സ്നേഹം തിരിച്ചറിയുന്നത്. പുരുഷനെല്ലാം ഉള്ളപ്പോഴാണ് അവൻ്റെ വിശ്വസ്തത തിരിച്ചറിയുന്നത്. ആരാണ് വിശ്വസ്തരെന്ന് ആദ്യം തന്നെ ഉറപ്പിക്കുക. അധികാരം ആരുടേതാണെന്ന് കാലം തെളിയിക്കും.
ഹൃദയത്തിലുണ്ടായിട്ടും കൂടെയില്ലാതിരിക്കുമ്പോൾ അതൊരു ശ്വാസമുട്ടലായി മാറും. യാഥാർത്ഥ്യം മറ്റൊന്നാണ്. ചിരിക്കുന്ന എല്ലാവരും സന്തോഷവാന്മാരായിരിക്കില്ല. 3 മികച്ച മറുപടികൾ: വിജയം, സ്നേഹം, ശരിയായ തീരുമാനം എന്നിവയാണ്. നിങ്ങൾ എങ്ങനെയാണ് ശരിയായ തീരുമാനമെടുക്കുന്നത്? അനുഭവത്തിലൂടെ. നിങ്ങൾ എങ്ങനെയാണ് അനുഭവം നേടുന്നത്? തെറ്റായ തീരുമാനങ്ങളിലൂടെ. പുകഴ്ത്തൽ പ്രചോദനം നൽകുന്നു, ഉറക്കം അശ്രദ്ധയുണ്ടാക്കുന്നു. ഓരോ നിമിഷവും ജീവിക്കുക, കാരണം ഈ ജീവിതം വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒന്നല്ല. സമ്പത്ത് പാരമ്പര്യമായി കിട്ടും, എന്നാൽ സ്വന്തം വ്യക്തിത്വം സ്വന്തമായി തന്നെ ഉണ്ടാക്കിയെടുക്കണം. എല്ലാവരിലും നീ തന്നെയാണുള്ളതെങ്കിൽ എൻ്റെ ദൈവമേ, പിന്നെ എന്തിനാണിവിടെ ശരിയും തെറ്റും? ജീവിതം മണൽ പോലെ ഒഴുകിപ്പോകുകയാണ്, എന്നാൽ നാം ചിന്തിക്കുന്നത് നാം വളരുകയാണെന്നാണ്. 2 പേർ തമ്മിലുള്ള പ്രശ്നത്തിൽ മൂന്നാമതൊരാൾ ഇടപെടാൻ തുടങ്ങുമ്പോൾ ആ ബന്ധം വാടിപ്പോകും. പറയുന്നവർക്ക് യാതൊരു നഷ്ടവുമില്ല, എന്നാൽ സഹിക്കുന്നവർ അപാരമായ ക്ഷമയാണ് കാണിക്കുന്നത്. ശത്രുക്കൾ സ്വന്തം ആളുകൾ തന്നെ ആകുമ്പോൾ ആ യുദ്ധം മനുഷ്യന് ഒരിക്കലും ജയിക്കാൻ കഴിയില്ല. എത്ര വിചിത്രമാണല്ലേ! നമ്മളെല്ലാവരും സന്തോഷമായിരിക്കാൻ വേണ്ടി എപ്പോഴും ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ഷമിക്കാൻ കഴിയാത്തവൻ എങ്ങനെ സൗഹൃദം നിലനിർത്തും? മനസ്സിലാക്കാൻ കഴിയാത്തവൻ എങ്ങനെ ബന്ധങ്ങൾ നിലനിർത്തും? പ്രതാപത്തിനാണിവിടെ സ്ഥാനം ലഭിക്കുന്നത്, എന്നാൽ ഞങ്ങൾ വികാരങ്ങൾക്കാണ് വില കൊടുക്കുന്നത്. നീ എന്തിനെ എന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നതല്ല പ്രശ്നം, ഞങ്ങൾ എന്തിനാണ് പ്രതീക്ഷകൾ വെക്കുന്നതെന്നതാണ് പ്രശ്നം. ജീവിതം നീണ്ടുപോകുമ്പോൾ സ്വന്തം മക്കൾ പോലും നല്ല പാഠങ്ങൾ പഠിപ്പിച്ചു തരും. മറ്റുള്ളവരുടെ കാര്യം നോക്കുന്നത് ഞാൻ നിർത്തി. ഇനിയെല്ലാം എന്നിൽ നിന്ന് തുടങ്ങാം. ഒരു ബന്ധവും നിങ്ങളുടെ ഇഷ്ടപ്രകാരം അവസാനിക്കുന്നില്ല. കാരണം എപ്പോൾ, എവിടെ, ആരെ കണ്ടുമുട്ടണമെന്നും വേർപിരിയണമെന്നും ദൈവത്തിന് മാത്രമേ അറിയൂ. അവസാനം നിങ്ങൾക്കൊപ്പം നിങ്ങൾ മാത്രമേ ഉണ്ടാകൂ, മറ്റാരും കാണില്ല. നമ്മെ ആശ്വസിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്നറിയാൻ ചിലപ്പോഴൊക്കെ പിണക്കങ്ങളും ആവശ്യമാണ്. മനുഷ്യരല്ല, അവരുടെ ഓർമ്മകളാണ് നമ്മെ കരയിപ്പിക്കുന്നത്. പുറമേ കാണുന്നത് പോലെ തന്നെ ഉള്ളിലും നല്ലവരായ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഈ ലോകത്തുള്ളൂ. കഷ്ടപ്പാടുകളില്ലാതെയെല്ലാം നേടിയവനാണ് എപ്പോഴും അഹങ്കാരമുണ്ടാകുക. സ്വന്തം അധ്വാനം കൊണ്ട് നേടിയെടുത്തവർ മറ്റുള്ളവരെ എപ്പോഴും ബഹുമാനിക്കും.